നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദപാഠക്കൂട്ടങ്ങളുടെ രണ്ടാം രാത്രിയോഗത്തിനായി ആദ്യമായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രിയിലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കർത്തൃസന്നിധിയിലാഗതരായിരിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും, ശബ്ദപരിധിയിൽ നിന്ന് ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ ഞങ്ങൾ അറിയിക്കുകയാണ്. ഇതുവരെയും നാം പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ സാന്നിധ്യത്തെ അനുഭവിച്ചുകൊണ്ടേയിരിക്കാൻ ഇടയായി തീർന്നതോർത്ത് ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുകയാണ്. ആത്മാവിൽ പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിപ്പാനും ദൈവത്തെ സ്തുതിപ്പാനും ഈ രാത്രി ഒരിക്കൽ കൂടെ സ്വർഗം നമ്മെ അനുവദിച്ചതോർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുകയാണ്. നാം ഇപ്പോൾ പാടിയതുപോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒരു ഭക്തന്റെ മേൽ വരുമ്പോൾ അവന്റെ മേൽ സാത്താൻ വയ്ക്കുന്ന സകല നുഖങ്ങളെയും തകർത്ത് കളയുവാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമുക്കെന്തായിരിക്കണമോ ആ നിലയിലൊക്കെ ഇത് രാത്രി നമ്മുടെ മധ്യേ ആയിരിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുകയാണ്. ഈ ദിവസങ്ങളിലെ ദൈവവചന ധ്യാനത്തിലൂടെ ദൈവത്തിന്റെ വചനങ്ങളെക്കുറിച്ചൊരു അറിവ് നേടുക എന്നുള്ളതിലുപരി ഇന്ന് രാത്രി ദൈവസന്നിധിയിലിരിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനങ്ങളെ നാം കേട്ട് ഗ്രഹിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില വ്യക്തതകൾ ഉണ്ടാകുവാൻ, ദൈവരാജ്യത്തെക്കുറിച്ച്, ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തത നമുക്ക് അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ വാക്കുകൾ ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളോ അർത്ഥമില്ലാത്ത വാചകങ്ങളോ മാത്രമായി തീരാതിരിക്കേണ്ടതിന് രാത്രി ദൈവത്തിന്റെ വചനത്തിന്റെ ശബ്ദത്തോടൊപ്പം ദൈവം തന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ നമ്മുടെ മധ്യേ അയച്ചു തരേണ്ടതിനായി ദൈവത്തിന്റെ ജനം പ്രാർത്ഥനയോടുകൂടെ കർത്തൃസന്നിധിയിലായിരിക്കണമേ എന്ന് താഴ്മയോടെ ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. ലോകത്തിൽ പാർക്കുന്ന മനുഷ്യവർഗം പല നിലകളിൽ മുൻപോട്ടു പോകുന്നു. പുരോഗതിയുടെ ഉത്തുംഗ ശൃംഖങ്ങളിൽ മനുഷ്യനെത്തി എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. മനുഷ്യന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾക്കൊത്തവണ്ണം ചരിക്കുവാൻ ഭൂമിയിൽ പാർക്കുന്ന മനുഷ്യൻ അവന്റെ ജ്ഞാനം, അവന്റെ അറിവ്, അവന്റെ കഴിവ്, ആധുനിക ലോകത്തിൽ മനുഷ്യനുണ്ടാക്കിയ ടെക്നോളജികളൊക്കെ അവനെ എത്തിക്കുവാൻ കഴിയുന്നിടത്തെല്ലാം എത്തിച്ചു. മനുഷ്യന്റെ ബുദ്ധിക്ക് അപ്രാപ്യമായതൊന്നും ഈ ഭൂമിയിൽ ഇല്ല എന്നുള്ളത് ഒരുപക്ഷെ ഒരു ഭാഗം ശരിയായി മനുഷ്യന് തോന്നിയേക്കാം. എന്നാലും ധാർമ്മിക നിലവാരങ്ങൾ മൊത്തം തകർന്നുടഞ്ഞ ഒരു സമൂഹത്തെ, മനുഷ്യവർഗത്തെ ഈ ഭൂതലത്തിൽ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നുണ്ട്. ഈ ദേശത്ത് പാർക്കുന്ന ജനങ്ങൾക്ക്, ഇതിന്റെ ചുറ്റുപാടുകളിൽ പാർക്കുന്ന ഭവനങ്ങൾക്കും ഈ ദേശവാസികൾക്കും ഈ ദിവസങ്ങളിലെ ദൈവ വചന ധ്യാനങ്ങൾ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആത്മീകമായി വിശപ്പുള്ളവർക്ക് കർത്താവായ യേശു ഇന്ന് രാത്രി ജീവന്റെ അപ്പമായി നമ്മുടെ മധ്യേ ഉണ്ടായിരിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ദാഹത്താൽ വലയുന്ന മനുഷ്യവർഗത്തിന് അവൻ ജീവജലത്തിന്റെ ഉറവയായി നമ്മുടെ മധ്യേ കടന്നുവന്ന് നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവ രാജ്യത്തിലേക്കുള്ള വഴി യാത്രയില്, ഇരുളടഞ്ഞ ജീവിതയാത്രയിൽ മുൻപോട്ടു പോകുമ്പോൾ അങ്ങനെയുള്ളവർക്ക് അവൻ ലോകത്തിന്റെ വെളിച്ചമായി അവരുടെ മുൻപിൽ നിലകൊള്ളട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. വഴിയറിയാതെ അന്ധതമസിൽ തപ്പിയടയുന്ന മനുഷ്യവർഗത്തിന് ലോകത്തിൽ കടന്നു വന്ന യേശു ഞാനാണ് വഴി എന്നരുളി ചെയ്ത ആ വാഗ്ദാനം ഈ രാത്രി മാനവജാതിയുടെ മുൻപാകെ അവൻ നിവർത്തിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആശ്രയമറ്റവരായി, ആലംബഹീനരായി, ആശ്വാസത്തിന് വക കണ്ടെത്തുവാൻ കഴിയാതെ കടന്നുപോകുന്ന മനുഷ്യവർഗം ദുഃഖത്തിലോ നിരാശയിലോ വേദനയുടെ നീർച്ചുഴിയിലോ കഴിയുന്നവരുണ്ടെങ്കിൽ ഈ രാത്രിവേളയിൽ ആശ്വാസത്തിന്റെ കരമുയർത്തി അനുഗ്രഹത്തിന്റെ വഴികളെ തുറന്നു തന്ന് സ്വർഗത്തിലെ ദൈവം ഈ
രാത്രി ഈ ദേശത്തെയും കൂടി വന്ന നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കൂടപ്പെട്ട ഏവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കണമേ എന്ന് താഴ്മയോടെ ഓർപ്പിച്ചുകൊണ്ട് ദൈവ വചന ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 46 അധ്യായത്തിന്റെ 10 വാക്യവും സഭാപ്രസംഗികളുടെ പുസ്തകം 7 അധ്യായത്തിന്റെ 8 വാക്യവും നമുക്ക് വായിക്കാം. ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. എന്റെ ആലോചന നിവൃത്തിയാകും. ഞാൻ എന്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കുമെന്ന് ഞാൻ പറയുന്നു. ഒരു കാര്യത്തിന്റെ ആരംഭത്തേക്കാൾ അതിന്റെ അവസാനം നല്ലത്. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് 2 വേദഭാഗങ്ങൾ നമ്മുടെ ധ്യാനത്തിനായി നാം വായിച്ചു കേൾക്കുകയുണ്ടായി. ക്രിസ്തുവിന് 700 വർഷങ്ങൾക്ക് മുൻപ് ഇന്നേക്ക് 2700 വർഷങ്ങൾക്കപ്പുറം ജീവിച്ച ദൈവഭക്തനായ പ്രവാചകനായ യെശയ്യാവ് ആത്മാവിൽ വിളിച്ചു പറഞ്ഞ ദൈവിക സന്ദേശവും ഏതാണ്ട് ഇന്നേക്ക് 3000-ഓളം വർഷങ്ങൾക്കപ്പുറം ജീവിച്ചിരുന്ന ജ്ഞാനിയിൽ ജ്ഞാനിയായ ശലോമോനാൽ ദൈവം കൊടുത്ത ജ്ഞാനത്തിൽ അവൻ എഴുതിയ ഒരു വേദഭാഗവും കൂടെയാണ് ഇന്ന് ഇപ്പോൾ നമ്മുടെ ധ്യാനത്തിനായി വായിച്ച് കേൾപ്പാൻ ഇടയായി തീർന്നത്. ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. ശലോമോൻ ഇപ്രകാരം പറയുന്നു, ആരംഭത്തേക്കാൾ അതിന്റെ അവസാനം നല്ലത്. ഈ ഭൂമിയിലേക്ക് നാം നോക്കുമ്പോൾ ഭൂമിയിൽ കാണപ്പെടുന്ന സകല സൃഷ്ടികൾക്ക് അഥവാ മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ടവൻ കാണുന്ന, കാതിനാൽ കേൾക്കുന്ന, ഹൃദയം കൊണ്ട് ഗ്രഹിപ്പാൻ കഴിയുന്ന സകലത്തിനും ഒരാരംഭമുള്ളതുപോലെ ഒരവസാനമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ പാർക്കുന്ന മനുഷ്യവർഗത്തെ നാം നോക്കിയാൽ ദൈവത്തിന്റെ കരവല്ലവങ്ങളാൽ വിരചിതമായ അത്ഭുത സൃഷ്ടിയായ മനുഷ്യൻ അവനൊരാരംഭമുണ്ടായി എന്ന് നാം കാണുന്നത് പോലെ അവനൊരു അവസാനമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നാം പാർക്കുന്ന ഈ ഭൂമി ഇത്ര മനോഹരമായി ദൈവത്താൽ രൂപകൽപ്പന ചെയ്തെടുക്കപ്പെട്ട അഥവാ ഡിസൈൻ ചെയ്തെടുക്കപ്പെട്ട ഈ ഭൂമിക്ക്, ഈ പ്രപഞ്ചത്തിന് ഒരു ആരംഭമുണ്ടായിരുന്നു എങ്കിൽ ഇതിനൊരു അവസാനമുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ലോകത്തിൽ മനുഷ്യൻ കാണുന്ന സകലത്തിനും ആരംഭമുള്ളത് പോലെ അതിനൊരു അവസാനമുണ്ട് എന്ന് ലോകത്തിന്റെ ചരിത്രം നമ്മെ തെളിയിച്ചിട്ടുണ്ട്. ഇന്ന് നാം അത് കണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലെ നമ്മുടെ വേദപാഠക്കൂട്ടങ്ങൾക്കായി നാം എടുത്തിരിക്കുന്ന വിഷയവും ബിഗിനിങ് ആൻഡ് ദി എൻഡ്, ആരംഭവും അവസാനവും. ആ വിഷയത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ പ്രധാനമായി കഴിഞ്ഞ രാത്രിയിൽ ഓർപ്പിച്ചതുപോലെ മനുഷ്യന്റെ ആരംഭവും അതിന്റെ അവസാനവും, ഈ പ്രപഞ്ചത്തിന്റെ, ഈ ലോകത്തിന്റെ ആരംഭവും അതിന്റെ അവസാനവും എന്ന് പറയുമ്പോൾ നാം ഈ പാർക്കുന്ന ഈ യുഗത്തിന്റെ, ദിസ് ഏജ്, ഈ കാലഘട്ടത്തിന്റെ ആരംഭത്തെക്കുറിച്ചും അതിന്റെ അവസാനത്തെക്കുറിച്ചും ദൈവവചനത്തിലൂടെ ചുരുക്കമായി ചിന്തിപ്പാൻ ആഗ്രഹിക്കുകയാണ്. മനുഷ്യന്റെ ആരംഭവും അവസാനവും എന്ന് പറയുമ്പോൾ അതിനെ 2ആയി തിരിച്ചു പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, പാപിയായി ജീവിച്ച് പാപത്തിൽ മരിച്ചവസാനിക്കുന്ന ഒരു മനുഷ്യന്റെ ആരംഭവും അവസാനവും. അടുത്തത്, ദൈവ വഴികളെ തിരിച്ചറിഞ്ഞ് നീതിമാനായി ഭക്തനായി ജീവിക്കുന്ന ഒരുവന്റെ ആരംഭവും അവന്റെ അവസാനവും. കഴിഞ്ഞ രാത്രിയിൽ ദൈവവചനത്തിലൂടെ ചുരുക്കം ചില കാര്യങ്ങൾ നാം ചിന്തിപ്പാനിടയായി. വീണ്ടും എല്ലാം ആവർത്തിച്ച് പറയുന്നില്ല. നാം കടന്നുപോയ പോയിന്റുകളിലേക്ക് മാത്രം ഒന്നുകൂടെ ഒന്ന് പോയി നമുക്ക് വീണ്ടും നമ്മുടെ തുടർ ഭാഗത്തേക്ക് കടന്നു വരാം. ആരംഭമായി നാം ചിന്തിച്ചത് മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാകുന്നു, അവൻ ദൈവത്താൽ ഉണ്ടാക്കപ്പെട്ട അത്ഭുത സൃഷ്ടിയാകുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അടുത്തത്, ഈ മനുഷ്യൻ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടതിന്റെ ഉദ്ദേശം എന്താകും, എന്തിനായി അവൻ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് നാം ചിന്തിച്ചു. അടുത്തത്, എങ്ങനെയാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടത്, നേരുള്ളവനായി സൃഷ്ടിക്കപ്പെട്ടു എന്ന് വേദം നമ്മെ ഓർപ്പിക്കുകയാണ്. അടുത്തതായി നമുക്ക് ചിന്തിപ്പാൻ കഴിഞ്ഞത്, എന്തുകൊണ്ടാണ് അവൻ നേരുള്ളവനായി സൃഷ്ടിക്കപ്പെട്ടവൻ തള്ളപ്പെട്ടു പോയത്, പാപത്താൽ ദൈവത്തിന്റെ കൽപ്പന ഏറ്റുകൊള്ളുവാൻ കഴിയാതെ തള്ളിയ മനുഷ്യൻ ദൈവത്താൽ തള്ളപ്പെട്ട് പാപിയായി നീങ്ങിപ്പോയ അവസ്ഥയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്.
ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അടുത്തതായി നാം ചിന്തിച്ചത് ഒരു മനുഷ്യൻ പാപിയാകുന്നത് എങ്ങനെ. പ്രാരംഭമായി നോക്കുമ്പോൾ ആരും പാപം ചെയ്തല്ല പാപിയാകുന്നത്. മനുഷ്യ ജീവിതങ്ങളെ കുറിച്ച് നോക്കിയാൽ ജന്മനാ അവൻ പാപിയാകുന്നു എന്ന് പറയുന്നു. അവന്റെ ജനനം തന്നെ പാപത്തിലാകുന്നുവെന്ന് വേദപുസ്തകം നമ്മെ ഓർപ്പിക്കുന്നു. അടുത്തത്, അവൻ പാപത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവൻ പാപത്തിന് ദാസനായിത്തീരുന്നു. പാപപ്രവർത്തികളാൽ അവൻ പാപത്തിന് ദാസനായിത്തീരുന്നു. അടുത്ത ഭാഗം നാം ചിന്തിച്ചത് സാത്താന്റെ പ്രേരണയാൽ, സാത്താന്റെ ആത്മാവിനാൽ, പൈശാചിക ശക്തികളാൽ ആ മനുഷ്യൻ പാപത്തിന് ദാസന്മാരായി തീർന്നുപോയ അനുഭവത്തെക്കുറിച്ചും നമുക്ക് ദൈവവചനത്തിലൂടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇങ്ങനെ വിവിധ തലത്തിൽ സുഹൃത്തെ ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം, അവിടെ ഇവിടെ ശ്രദ്ധിക്കരുത്. ഈ സമയത്ത് ഇവിടെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പാപം മനുഷ്യനെ വേട്ടയാടി നരകത്തിന് യോഗ്യനാക്കി, നരകാഗ്നിക്ക് യോഗ്യനാക്കി അവനെ തള്ളുന്ന പൈശാചികമായ പ്രവർത്തികളെ കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായി. വായിച്ചട്ട് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 45-ാം വാക്യം നമുക്കൊന്ന് വായിക്കുക. കഴിഞ്ഞ രാത്രിയിൽ വായിച്ച വേദഭാഗം വായിച്ചോട്ടെ. പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവരും അവിടെ കയറി പാർക്കുന്നു. ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിലും വെല്ലാതെയാകും. ഈ ദുഷ്ടതലമുറയ്ക്കും അങ്ങനെ ഭവിക്കും. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ പറഞ്ഞ ഒരു സാദൃശ്യത്തെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയിട്ട് നീരുള്ള തണുപ്പുള്ള സ്ഥലങ്ങൾ അന്വേഷിച്ചു നടന്നു. എങ്ങും കിട്ടാതെ വന്നപ്പോൾ മടങ്ങി അവനിലേക്ക് വന്ന് അത് മനോഹരമായി അലങ്കരിച്ച കാഴ്ച കണ്ടിട്ട് മടങ്ങിപ്പോയി തന്നിലും ബലമേറിയ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ട് വന്ന് അവന്റെ മുൻപിലത്തെ സ്ഥിതിയേക്കാൾ വളരെ മോശമായ അവസ്ഥയിൽ അവന്റെ അവസ്ഥയെ മാറ്റി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇന്നും ലോകത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സൈറ്റനിക് സ്പിരിറ്റുകളുണ്ട്. മനുഷ്യനെ അടിമകളാക്കുവാൻ, മനുഷ്യനെ പ്രവൃത്തി ദോഷങ്ങളാൽ സാത്താൻ അടിമയാക്കി പാപത്തിന് ദാസനാക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന സാത്താന്യ ആത്മാക്കൾ. ദൈവത്തിന് സ്തോത്രം. ചാർട്ടിൽ ഞങ്ങളുടെ പിൻപിൽ ഒരു ചാർട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ രാത്രിയിൽ ഇതിൽ കാണുന്ന ചില അനുഭവങ്ങളെ കുറിച്ച് ഞാൻ ദൈവമക്കളെ ഓർപ്പിക്കുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ചാർട്ടിന്റെ ഈ ഭാഗത്ത് ഈ കാലങ്ങളിൽ കാണപ്പെടുന്ന ചില ഓൺലൈൻ ഗെയിമുകളെ കുറിച്ച് കാണുവാൻ കഴിയുന്നു. ഈ കാര്യങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന സാത്താന്യ ശക്തിയെക്കുറിച്ച്, സാത്താന്യ ആത്മാവിനെ കുറിച്ചൊക്കെ ഈ ഭാഗങ്ങളിലൂടെ നാം ദൈവവചനത്തിൽ ചിന്തിച്ചു. മാത്രമല്ല, സാത്താന്യ ആത്മാവ് ഈ ലോകത്തിൽ ക്രിയ ചെയ്യുമ്പോൾ അതിനെ മറ്റൊരു തലത്തിൽ, മറ്റൊരു ആംഗിളിൽ ചിന്തിച്ചപ്പോൾ സ്പിരിറ്റ് ഓഫ് ദ വേൾഡ്, ഈ ലോകത്തിന്റെ ആത്മാവ് എന്നാണ് നാം ചിന്തിച്ചത്. ഈ ലോകത്തിന്റെ ആത്മാവ് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു അനുഭവം എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ ഫാഷൻ എന്നുള്ളതാകും. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ലോകത്തിന്റെ രൂപം ഒഴിഞ്ഞു പോകും. മലയാളം ബൈബിളിൽ ലോകത്തിന്റെ രൂപം ഒഴിഞ്ഞു പോകുമെന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നു, ഫാഷൻ ഓഫ് ദിസ് വേൾഡ് ഈസ് പാസ്ഡ് അവേ. ഈ ഭാഗങ്ങളിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള ചില ചിത്രങ്ങൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. മനുഷ്യന്റെ ഈ ലോകത്തിലെ ഫാഷന്റെ ഭ്രമത്തെക്കുറിച്ച് നോക്കിയാൽ പ്രധാനമായി അവന്റെ വസ്ത്രധാരണ രീതികൾ, ഇന്ന് മനുഷ്യൻ അണിഞ്ഞ് ഒരുങ്ങി നടക്കുന്ന വ്യത്യസ്തമായ ഭാവങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപം ജീവിതത്തിൽ വന്നപ്പോൾ, തേജസ് അന്യപ്പെട്ടു പോയ കാലത്താണ് മനുഷ്യന് വസ്ത്രത്തിന്റെ ആവശ്യം വന്നത്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ആദ്യത്തെ ടൈലറിംഗ് യൂണിറ്റ് ആരംഭിച്ചത് ഏദൻ തോട്ടത്തിൽ ആദാമും ഹവ്വായും കൂടെ ചേർന്ന്, പഴയ ആ വല്യപ്പനും വല്യമ്മയും കൂടെ ചേർന്നാണ് ആദ്യത്തെ ടൈലറിംഗ് യൂണിറ്റ് ആരംഭിച്ചത്. ദൈവത്തിന് സ്തോത്രം. അവരുടെ കഴിവനുസരിച്ച് അത്തിയല കൂട്ടിത്തുന്നി മനോഹരമായ ഒരു ഉടയാട ഉണ്ടാക്കിയെടുത്തുവെന്നാ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പഴയ ഒരു പാസ്റ്റർപ്പച്ചൻ ഉണ്ടായിരുന്നു, പാസ്റ്റർ ഈശോപ്പച്ചൻ പ്രസംഗിക്കാൻ പറയുമായിരുന്നു, മനുഷ്യന്റെ ബുദ്ധിയാൽ ഉണ്ടാക്കിയെടുത്ത വസ്ത്രങ്ങൾ നീതിസൂര്യൻ അങ്ങോട്ട് ഉദിച്ചു വന്നപ്പോൾ കുഴലപ്പം പോലെ ചുരുണ്ടുപോയെന്ന്. അതത്രേ ഉള്ളൂ. മനുഷ്യന്റെ ഏത് ഭാഷനുകളും മനുഷ്യന്റെ എത്ര കഴിവുകളും ഒക്കെ നാം നോക്കിയാൽ അതൊക്കെ ചുരുണ്ടു മടങ്ങി
പോകുന്ന അനുഭവമായി നമുക്ക് കാണുവാൻ കഴിയും. ഫാഷന്റെ ഭ്രമം ഏദൻ തോട്ടത്തിലേ തുടങ്ങിയതാ. അവിടെ മുതലല്ല ഈ ഷോർട്ട് കട്ടൊക്കെ തുടങ്ങിയത്, അവിടെ തുടങ്ങിയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇക്കാലത്തിന്റെ മാത്രം പ്രത്യേകതയല്ല, അന്ന് അവിടം തൊട്ട് തുടങ്ങി ഇങ്ങനെ മുൻപോട്ട് വന്നുകൊണ്ടിരിക്കുകയാ. ആധുനിക ലോകം അതിന്റെ ഏറ്റവും ഉച്ചസ്ഥ പരമകോടിയിൽ നിൽക്കുന്ന ഒരനുഭവത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. വസ്ത്രധാരണം ഇന്ന് പലർക്കും എന്തോ ഒരു അരോചകമായി തോന്നിയിരിക്കുന്ന ഒരു കാലം കൂടിയാണ്. ദൈവത്തിന് സ്തോത്രം. ആരാണ് ഇതൊക്കെ വേണ്ട എന്ന് വിചാരിക്കുന്നത്? ഇതിനൊക്കെ കുറവ് മതി, വളരെ കുറച്ച് മതി എന്നൊക്കെ പറയുന്ന ആളുകളെ കുറിച്ച് നാം നോക്കുമ്പോൾ നല്ല വില കൊടുത്ത് നല്ല വില കൂടിയ ഡ്രസ്സുകളൊക്കെ പോയി വാങ്ങി തയ്യക്കാരന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് പറയും 2.5 മീറ്റർ തുണി കൊടുത്തിട്ട് പറയും 1.25 മീറ്റർ അങ്ങ് വെട്ടിക്കളഞ്ഞാൽ ബാക്കി അവിടെ ഇവിടെ ഓരോ വര പോലെ 2-3 ലൈൻ പോലെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചൊന്ന് ഇരുന്നാ മതി എന്നുള്ള തരത്തിൽ ഇത് എവിടെ തുടങ്ങിയതാണെന്ന് അറിയാമോ? യേശു തമ്പുരാൻ ഒരിക്കൽ ഗദരദേശത്തേക്ക് പോയപ്പോൾ ഒരു ഭൂതഗ്രസ്തനെ കുറിച്ച് അവിടെ പറയുന്നുണ്ടല്ലോ. ജവളിക്കടയിൽ അവൻ അന്ന് വരെ പോയിട്ടില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ വസ്ത്രത്തിന്റെ ധാരണത്തില് അല്പവസ്ത്രം മതിയെന്ന് തോന്നുന്ന ചിന്ത അകത്ത് ലഘിയോനിരിക്കുമ്പോഴാണ്. ദൈവത്തിന് സ്തോത്രം. സാത്താന്റെ ശക്തികൾ അകത്തിരിക്കുമ്പോഴാണ് ഫാഷൻ കൂടിയിട്ട് പുതിയ പുതിയ മാർഗങ്ങൾ മനുഷ്യൻ കണ്ടുപിടിപ്പാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. മറ്റൊന്ന് മനുഷ്യന്റെ ഹെയർ സ്റ്റൈലാകുന്നു. ഏതെല്ലാം തരത്തിലുള്ള അനുഭവങ്ങൾ ഈ ഭാഗത്ത് നിങ്ങൾക്ക് അതിന്റെ ചില ചിത്രങ്ങൾ കാണുവാൻ കഴിയുന്നു. പുരുഷന്മാരും സ്ത്രീകളും എന്ന വ്യത്യാസമില്ലാതെ പല നിലവാരത്തിലുള്ള ഹെയർ സ്റ്റൈലുകൾ ഇന്നത്തെ ലോകത്തിൽ കാണപ്പെടുന്ന സകല മുടിയുടെ മേൽ കാണപ്പെടുന്ന സകല ഫാഷനുകളും പൈശാചിക ആത്മാവിൽ പിടിക്കപ്പെട്ടവർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ദൈവമക്കളോട് ഞാൻ പറയുകയാണ്, വളരെ ശ്രദ്ധിച്ചു കൊള്ളണം. അതിന്റെ ആവശ്യം നമുക്കില്ല. ദൈവത്തിന് സ്തോത്രം. മുടിമേലുള്ള ഫാഷൻ എന്നൊക്കെ പറയുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഈ യേശു കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ പറഞ്ഞു കറുപ്പിക്കുവാനും വെളുപ്പിക്കുവാനും പറ്റുകയില്ല, നീളം കൂട്ടുവാനും കുറയ്ക്കുവാനും പറ്റുകയില്ല. അതിന് ഒരല്പം വെല്ലുവിളി ഈ ആധുനിക ലോകത്ത് മനുഷ്യന് ഉയർത്തുന്നുണ്ട്, പെന്തക്കോസ്തുകാരും ഉയർത്തുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. വെളുപ്പിക്കാൻ പറ്റത്തില്ലെങ്കിലും വെളുത്തതിനെ ചിലതിനെ കറുപ്പിക്കാൻ നമുക്ക് കഴിയും. കാരണം എന്തെന്ന് ചോദിച്ചാൽ, കടയിൽ പോയി കറുത്ത പെയിന്റ് വാങ്ങിച്ച് തലയിൽ അടിച്ചു പിടിപ്പിച്ച് 70 വയസ്സുകാരൻ 38 വയസ്സുകാരനായി മാറുവാൻ മുടിയുടെ മേൽ ഫാഷൻ വരുത്തുന്നവർ. ദൈവത്തിന് സ്തോത്രം. പണ്ടൊരിക്കൽ ഒരാൾ പറയുകയുണ്ടായി, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, അപ്പോസ്തലനായ പൗലോസ് പോലും ഡൈ ചെയ്തിട്ടുണ്ട്, പിന്നെന്താ പെന്തിക്കോസുകാർക്ക് ചെയ്താലെന്നാണ് അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു പോലും ഐ ഡൈ ഡെയിലി. ദൈവത്തിന് സ്തോത്രം. ഞാൻ ദിവസേന മരിക്കുന്നു എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പറയുന്ന ഐ ഡൈ ഡെയിലി, ഞാൻ ദിവസേന ഡൈ ചെയ്യുന്നു എന്നാണ് അദ്ദേഹത്തിന് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടുവാനിടയായത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കല് ഒരു അടുത്തുള്ള ഒരു വീട്ടിലെ ഒരു സുഹൃത്ത് തന്റെ നൈബറിനെ വിളിച്ചപ്പോൾ ആ വീട്ടിലെ കൊച്ചുകുട്ടിയാണ് ഫോൺ എടുത്തപ്പോൾ ആ പ്രിയപ്പെട്ടവൻ ആ കുഞ്ഞിനോട് ചോദിച്ചു, മോളെ മമ്മി എന്ത് ചോദിച്ചപ്പോൾ ആ കുഞ്ഞ് വിളിച്ചു പറഞ്ഞു, മമ്മി ഡൈ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. മമ്മി ഡൈയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ആകപ്പാടെ ഭയം തോന്നിയിട്ട് അടുത്തുള്ള ധന്വന്തിരിയുടെ ആംബുലൻസും വിളിച്ചുകൊണ്ട് അമ്മ ഡൈ ആവുകയല്ലേ വിളിച്ചുകൊണ്ട് ഓടി വന്നപ്പോൾ ബ്രഷ് എടുത്തുകൊണ്ട് അമ്മ ഡൈ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പലരും തലമുടിമേൽ ഫാഷന്റെ ഭ്രമം വരുത്തുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം, വചനത്തിനത് വിരുദ്ധമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കുവാൻ ദൈവം എഴുതപ്പെട്ട വ്യക്തമായൊരു പ്രമാണം തന്നിട്ടുണ്ട്. ആ പ്രമാണത്തിൻ പ്രകാരം വേണം ദൈവത്തിന്റെ ജനം ജീവിക്കുവാൻ. പല നിലകളിൽ കാണാം. ഒന്ന് വസ്ത്രധാരണം, അടുത്തത് ഹെയർ സ്റ്റൈല്, മറ്റൊന്ന് നാം കടകളിൽ പോയി പർച്ചേസ് ചെയ്യുന്ന തിങ്സുകൾ. ഇതെല്ലാം നാം നോക്കിക്കൊള്ളണം. എവിടെയും ഇതിന് പറ്റിയ അനുഭവങ്ങൾ ലോകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല, ലോകത്തിന്റെ ആത്മാവ് സൈറ്റനിക് സ്പിരിറ്റുകൾ ലോകത്തിൽ പ്രവർത്തിക്കുമ്പോൾ മനുഷ്യർ സ്വസ്നേഹികളാകുന്നു. അതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണം 2 തീമോത്തിയോസ് 3-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ അന്തിമകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്ന് അറിയുക. അടുത്തത് മനുഷ്യർ സ്വസ്നേഹികളാകുന്നു. മനുഷ്യർ സ്വസ്നേഹികളാകുന്നതിന്റെ ഏറ്റവും ഉദാഹരണം ന്യൂജൻ വേർഷൻ എന്ന് പറയുന്നതാണ് ചാർട്ടിന്റെ ഈ ഭാഗത്തിൽ കാണപ്പെടുന്നത്. പിക്ചർ നമ്പർ 4, സെൽഫി എന്ന് പറയുന്നത്. മനുഷ്യൻ ഇന്ന് സെൽഫി പ്രമത്തിൽ മുൻപോട്ട് പോവുക. കഴിഞ്ഞ രാത്രിയിൽ വിശദമായി ഞാൻ ഓർപ്പിച്ചതുകൊണ്ട് വീണ്ടും അതിലേക്ക് കടന്നു പോകുന്നില്ല. എവിടെ നോക്കിയാലും ഇതാണ്. ഈ അടുത്ത സമയത്ത് മലയാള മനോരമ പത്രത്തില് നിങ്ങൾ ഒരുപക്ഷെ വായിച്ചു കാണും. കാട്ടിലെ യാത്രയ്ക്കായിട്ട് ഇങ്ങനെ ജംഗിൾ യാത്രയ്ക്ക് പോയി ഒരുവന് വാഹനത്തിൽ നിന്ന് ഇറങ്ങി കാട്ടുപാതയിൽ നിൽക്കുമ്പോൾ ഒരു കാട്ടാന പെട്ടെന്ന് കാട്ടിൽ നിന്ന് ഓടി വന്നു. ഇങ്ങനെ റോഡിന്റെ സൈഡിൽ നിന്നപ്പോൾ അവൻ കാട്ടാനെ പിടിച്ചുകൊണ്ട് അവനൊരു സെൽഫി എടുക്കാനിടയായി. നാട്ടിൽ കൊണ്ട് കാണിക്കാനാ വാട്സാപ്പിൽ കൂടെ അയച്ചു കൊടുക്കുവാൻ കാട്ടാനയുടെ മുമ്പിൽ നിന്ന് അവൻ സെൽഫി എടുത്തു. ആന പുറകെ വന്നൊന്നും അവൻ അറിഞ്ഞില്ല. ആനയ്ക്ക് വല്ല സുവിശേഷം അറിയാമോ?
ആനയ്ക്ക് വല്ല മാനസാന്തരോ ദൈവവചനം വല്ലോ അത് കേട്ടിട്ടുണ്ടോ? പുറകിൽ വന്ന് ഒരൊറ്റ തട്ടു ഒരു ചവിട്ടും കൊടുത്ത് മത്തങ്ങ പൊട്ടുന്ന പോലെ അവൻ പൊട്ടി അവന്റെ കഥ കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. സെൽഫി എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പോയി പണി വല്ലതും ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ ഇവിടുന്ന് പോയി കിട്ടും. ദൈവത്തിന് സ്തോത്രം. ആധുനിക ലോകത്ത് മനുഷ്യൻ സ്വസ്നേഹികളായി തീരുന്നതിന്റെ വ്യക്തമായ കാഴ്ചപ്പാട് ഇന്നത്തെ ലോകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന സെൽഫി ഭ്രമം. അതിനെക്കുറിച്ച് സൈക്കാട്രി ഡോക്ടർമാർ പറഞ്ഞത് അമേരിക്ക ഈ ലോകത്തിൽ നമ്മുടെ സാധാരണ നിലവാരത്തിൽ ചിന്തിച്ചാൽ ഇന്ത്യക്കാരെന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമല്ല. എന്നാ സായിപ്പ് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഉയ്യോ അത് വലിയ കാര്യമെന്ന്. സായിപ്പ് തന്നെ ഇത് പറഞ്ഞത്. അമേരിക്കയിലെ ഡോക്ടർമാർ റിസർച്ച് നടത്തിയിട്ട് പറഞ്ഞു അമിതമായ സെൽഫി ഭ്രമം ചിത്തഭ്രമം എന്ന രോഗത്തിലേക്ക്, നല്ല മലയാളത്തിൽ പറഞ്ഞ മുഴുപ്രാന്തിലേക്ക് പോകുമെന്ന്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പെന്തിക്കോസുകാരായ ദൈവമക്കളോട് പറയുകയാണ്, ദയവായി ഇങ്ങനെയുള്ള ഭ്രമത്തിൽ നിങ്ങൾ സ്വസ്നേഹികളായി തീരരുത്, ലോകത്തിന്റെ ആത്മാവിനാൽ പിടിക്കപ്പെടരുത് എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അടുത്തതായി മനുഷ്യജീവിതത്തിൽ അവന്റെ മനസ്സിനെ വഷളാക്കുന്നു. കൊരിന്ത്യർ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങളുടെ മനസ്സ് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. മനുഷ്യന്റെ മനസ്സ് വഷളായി പോകുന്നു. സോ യുവർ മൈൻഡ് ഷുഡ് ബി കറപ്റ്റഡ്. നിങ്ങളുടെ മനസ്സ് വഷളായി പോകുന്നു. എവിടെ നിന്നാണെന്ന് അറിയാമോ? സിംപ്ലിസിറ്റി ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ആ ലാളിത്യത്തിൽ നിന്ന്, ദൈവീകതയിൽ നിന്ന് മനുഷ്യൻ അകന്നു പോകുന്നു. എവിടെ തുടങ്ങുന്നു? മനസ്സിൽ. ഒരു മനുഷ്യന്റെ മനസ്സിൽ തുടങ്ങുന്ന മ്ലേച്ഛതകൾ അവന്റെ ജീവിതയാത്രയിൽ അവനെ മുൻപോട്ട് തള്ളിക്കൊണ്ടുപോകുന്ന അനുഭവത്തെ നമുക്ക് വളരെ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനത്തിലേക്ക് അതിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ദൈവവചനം വളരെ വ്യക്തമായി നമ്മെ ഓർപ്പിക്കുകയാണ്. മനുഷ്യൻ ഇന്ന് മനസ്സിൽ വഷളാക്കപ്പെട്ട് ദോഷത്തിലേക്ക് മുൻപോട്ട് പോകുന്നു. അതിനേതാണ് ഇന്നത്തെ ലോകത്തിൽ കാരണമെന്ന് പറഞ്ഞാൽ, പിക്ചർ നമ്പർ 5 ആധുനിക ലോകത്തിൽ വെളിപ്പെട്ടു നിൽക്കുന്ന സോഷ്യൽ മീഡിയയുടെ അനുഭവങ്ങൾ. വാട്സാപ്പ്, ഫേസ്ബുക്ക്, സ്നാപ്ചാറ്റ്, ഹൈക്ക്, ഇൻസ്റ്റഗ്രാം എന്നൊക്കെ പറയുന്ന പലവിധമായ സോഷ്യൽ മീഡിയകൾ ഇന്ന് ലോകത്തിൽ ശക്തമായി വളർന്നു വന്നിരിക്കുകയാണ്. മനുഷ്യന് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽപ്പാൻ കഴിയുന്നില്ല. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ അതിനെക്കുറിച്ച് ഓർപ്പിച്ചു. മനുഷ്യന്റെ സന്തോഷം ഇന്ന് അതിൽ മുൻപോട്ട് പോവുകയാണ്. എന്നാൽ വേദം എന്താണ് പറയുന്നത്? ഒരു ഭക്തൻ എവിടെയാണ് സന്തോഷിക്കേണ്ടത്? ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ പൗലോസ് ശ്ലീഹ ഇപ്രകാരം വിളിച്ചു പറയുക, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്. എല്ലാ വഴികളിലും എപ്പോഴും എപ്പോഴും സന്തോഷിപ്പീൻ. വായിക്കാമോ? 4:4. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഫിലിപ്പി ലേഖനം വായിച്ചാൽ എത്ര പ്രാവശ്യം ആവർത്തിച്ച് അപ്പോസ്തലൻ പറയുന്നു, കർത്താവിൽ സന്തോഷിപ്പീൻ. ഒരു ദൈവവൈതലിന്റെ സന്തോഷം കർത്താവിലായിരിക്കണം. ഒരു മനുഷ്യന്റെ സന്തോഷം അവന്റെ ഉടമസ്ഥൻ, അവന്റെ യജമാനനായ ദൈവത്തിലായിരിക്കണമെന്ന് ബൈബിൾ പറയുമ്പോൾ ആധുനിക ലോകത്തിന്റെ സന്തോഷം എവിടെ? ലോകത്തെ എന്തിനു പറയണം? പെന്തിക്കോസുകാരായ ദൈവമക്കളെ, നമ്മുടെ സന്തോഷം എന്ന് നാം എവിടെയാണ് നയിക്കുന്നത്? ഇന്ന് പെന്തക്കോസ്തുകാരായ ദൈവമക്കൾ പോലും അവരുടെ സന്തോഷത്തിന്റെ അനുഭവങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ചെലവഴിച്ച് അവരുടെ വിലപ്പെട്ട സമയത്തെ നഷ്ടപ്പെടുത്തി കളയുക. വളരെ നാം ശ്രദ്ധിച്ചുകൊള്ളണമേ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അത് വരാതിരിക്കാൻ നാം സൂക്ഷിച്ചുകൊള്ളണം. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നാം അമിതമായി ഇടപെടുമ്പോൾ നമ്മുടെ മനസ്സ്, നമ്മുടെ സ്വഭാവം, നമ്മുടെ സമയം ഇത്യാദി കാര്യങ്ങളൊക്കെ നമ്മിൽ നിന്ന് വളരെ പെട്ടെന്ന് മാറി മറ്റൊരു നിലവാരത്തിലേക്ക് പോകുന്നു. എന്നാൽ മനുഷ്യൻ ഇന്ന് അതിൽ സന്തോഷത്തോടെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഏറ്റവും ഒടുവിൽ ഞാൻ പറഞ്ഞു നിർത്തിയത്, അതിൽ നിങ്ങൾക്ക് അഡിക്ഷൻ ഉണ്ടോ? അതിൽ നിങ്ങൾക്കൊരു അടിമത്തം തോന്നുന്നുണ്ടോ? ചോദിച്ചാൽ പറയും ഇല്ല. ഉണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമാക്കുവാൻ ഞാൻ കഴിഞ്ഞ രാത്രിയിൽ പറഞ്ഞത്, കുറഞ്ഞത് 48 മണിക്കൂർ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ ഒരു ടേബിളിൽ വെച്ചിട്ട് അത്യാവശ്യം കോളുകൾ ചെയ്യുവാൻ മാത്രമല്ലാതെ മറ്റൊന്നിനും എടുക്കാതെ ഇരുന്നാൽ നിങ്ങൾക്ക് യാതൊരുവിധ അസ്വസ്ഥതകളും ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ കൈ ഉയർത്തിക്കട്ടോ. ദൈവത്തിന് സ്തോത്രം. ഉയർത്തിച്ചാൽ ചിലർ കുടുങ്ങുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. പക്ഷേ ചിലർ വേണമെങ്കിൽ ഭോഷ്ക്ക് പറഞ്ഞോളൂ. അതുകൊണ്ട് ഈ രാത്രി നിങ്ങളെ കൊണ്ട് ഭോഷ്ക്ക് പറയിപ്പിച്ച് ഞാൻ തുടങ്ങുന്നില്ല. നിങ്ങൾ തന്നെ ഒരു പരീക്ഷണം നടത്തി നോക്ക്. ഇന്ന് രാത്രി പോയിട്ടോ അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിലോ, പ്രത്യേകിച്ച് ഞങ്ങൾ യൗവനക്കാരോട് പറയുന്നു, ഈ രാത്രി യൗവനക്കാർക്ക് വേണ്ടി പ്രത്യേകിച്ച് എക്സ്പെഷ്യലി വി ആർ പ്രേയിങ് ഫോർ യൂത്ത്. ഞങ്ങൾ പ്രാർത്ഥിച്ച് യൗവനക്കാർക്ക് വേണ്ടി
പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുകയാ. ഏതെങ്കിലും വിധമായ പാപ സ്വഭാവങ്ങളിൽ ജയമെടുപ്പാൻ കഴിയാതെ, യവനക്കാരെന്നല്ല ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്കത് ജയമെടുപ്പാൻ ആഗ്രഹിച്ചിട്ടും ജയമെടുപ്പാൻ കഴിയാത്ത പാപങ്ങളിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്നെങ്കിൽ ഈ രാത്രി മീറ്റിംഗിന്റെ അവസാനം പ്രാർത്ഥിക്കാൻ നിങ്ങളെ ക്ഷണിക്കുമ്പോൾ രോഗികളെ മാത്രമല്ല പ്രാർത്ഥിക്കാൻ വിളിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഏതെങ്കിലും തരത്തിലുള്ള സ്വഭാവങ്ങൾ നിങ്ങൾക്ക് ഓവർകം ചെയ്യുവാൻ കഴിയാതെ അതിൽ നിങ്ങൾ നിരാശരായി പോകുന്നെങ്കിൽ ഈ രാത്രി പ്രാർത്ഥനയ്ക്കായി ക്ഷണിക്കുമ്പോൾ മടി കൂടാതെ, ലജ്ജ കൂടാതെ ധൈര്യമായി മുൻപോട്ട് വരാമോ? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടവരാ. ഇന്ന് രാത്രി ആ വിഷയങ്ങളെ ഓർത്ത് ഞങ്ങൾ തുടർന്നും പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങൾക്കൊരു ജയത്തെ തരൂ. ആധുനിക ലോകത്തിലെ തലമുറ പാപത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് വഷളായി ദൈവമാർഗത്തെ വിട്ടകന്ന് ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് പ്രിയപ്പെട്ട ദൈവമക്കളെ നാം വളരെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ, അതിലേക്ക് നോക്കിയാൽ, ഈ ചിത്രത്തിലേക്ക് നിങ്ങൾ നോക്കിയാട്ടെ, പിക്ചർ നമ്പർ 12 നോക്കുമ്പോൾ അവിടെ നിങ്ങൾക്കൊരു പടം കാണുവാൻ കഴിയുന്നു. വേൾഡ് ഈസ് ഇൻ യുവർ ഹാൻഡ്സ്. നിങ്ങളുടെ കൈകളിലേക്ക് ലോകം വരുന്നു. വലിയൊരു ഭൂമി ചെറുതായി നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണിനകത്ത് ലോകത്തെ കൊണ്ടുവരുവാൻ കഴിയും. ഈ ലോകത്തിന്റെ അവസ്ഥ നിങ്ങൾക്കറിയുമോ? പുരാതന കാലത്തുണ്ടായിരുന്ന മനുഷ്യർ അവർ കപ്പലുകളിലും ഫ്ലൈറ്റുകളിലും ഒക്കെ യാത്ര ചെയ്ത് ലോകം മുഴുവൻ സഞ്ചരിച്ച് ലോകം കണ്ടുപിടിച്ച് വന്നപ്പോൾ ആധുനിക തലമുറ ചെയ്യുന്നത് അവരുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണുകൾ എടുത്ത് വിരൽത്തുമ്പുകൾ ചലിപ്പിച്ചാൽ ലോകത്തിന്റെ ഏത് ഭാഗത്തും എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും എത്തിച്ചേരുവാൻ കഴിയാവുന്ന നിലവാരത്തിൽ ലോകത്തിന്റെ ടെക്നോളജി വളർന്നു. നല്ലതെന്ന് നമ്മൾ പറയുന്നു, നല്ലതാ, ഒരു ഭാഗമൊക്കെ നല്ലതായി തോന്നുന്നു. പക്ഷേ മറുഭാഗത്തിൽ വലിയ അപകടങ്ങൾ മനുഷ്യന്റെ മുൻപാകെ മറഞ്ഞിരിക്കുന്നു നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് നിങ്ങളുടെ കൈവശമിരിക്കുന്ന സ്മാർട്ട് ഫോൺ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണം. ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകം ചെല്ലു പറയുന്നത് ഞങ്ങൾക്ക് ബൈബിൾ വായിക്കാൻ ഞങ്ങളുടെ ഫോണിൽ ബൈബിൾ ഉണ്ടാച്ചാ എന്നാ പറയുന്നത്. അതിനകത്ത് തന്നെ ഇല്ലേ സിനിമ, അതിനകത്ത് തന്നെ ഇല്ലേ മ്ലേച്ഛത. തിരുവനന്തപുരത്ത് ചില നാളുകൾക്ക് മുമ്പ് ഒരു മീറ്റിംഗിന് ഞാൻ പോയി. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ പന്തലിൽ നടക്കുന്ന ആരോ ഒരു ഫോൺ എടുത്തുകൊണ്ട് സ്റ്റേജിൽ കൊണ്ടുവന്നു. അവിടെ അനൗൺസ്മെന്റ് കേട്ടു. ഇന്ന് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട സെൻട്രൽ പച്ചൻ നമ്മുടെ അസിസ്റ്റന്റ് പാസ്റ്ററായിട്ടുണ്ട്. അനൗൺസ്മെന്റ് നടത്തി. മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു. ഇവിടെ കിട്ടിയിട്ടുണ്ട്. വേണ്ടിയവർ അടയാളം സഹിതം പറയണോ. കാട്ടുപന്നി വരുന്നത് പോലെ ഒരുത്തൻ ചാടി ഓടി അണച്ച് നാക്ക് നീട്ടി വായിന്നിങ്ങനെ വെള്ളം ഒഴുക്കിക്കൊണ്ട് ചാടി ഒരുത്തൻ വന്നു. അതിനിടയിൽ സ്റ്റേജിയിരുന്നവർ തുറന്നു നോക്കിയപ്പോൾ സകല സിനിമയുമുണ്ട്. ബെന്തിക്കോസാണ്. ദൈവത്തിന് സ്തോത്രം. ബെന്തിക്കോസ് മിഷനാണ്. ഇതിനകത്ത് തന്നെ ഉള്ള ഒരു കുരുന്ന കൊച്ചു പയ്യൻ. ആരെങ്കിലും ശക്തിയുള്ളവരൊന്ന് തുമ്മിക്കഴിഞ്ഞ് അവൻ തെറിച്ച് കപ്പമൂട്ടിപ്പോയി വീഴും. അത്രേ ഉള്ളെങ്കിലും അവന്റെ ഫോണിനകത്ത് നിറയെ സിനിമയാ. അപ്പുറത്ത് കിടപ്പുണ്ട് ഹോളി ബൈബിള്, ഇങ്ങേ സൈഡിൽ കിടപ്പുണ്ട് വേറെ സാധനങ്ങള്. എല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ച് കൈ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഈ ഭൂതത്തെ ചൊവ്വേ നേരെ ഉപയോഗിച്ചില്ലെങ്കിൽ നിന്റെ മുൻപിലത്തെ സ്ഥിതിയേക്കാൾ നിന്റെ അന്ത്യസ്ഥിതി പരിതാപകരമായ അവസ്ഥയിലാക്കി തീർക്കും. തർക്കമില്ല. ഞാൻ ഒരു ചോദ്യം ദൈവമക്കളുടെ മുമ്പാകെ വയ്ക്കുകയാണ്. നിങ്ങളുടെ കയ്യിരിക്കുന്ന സ്മാർട്ട് ഫോൺ, ഇപ്പോ സ്മാർട്ട് ഫോണിന്റെ മത്സരമുള്ള ഒരു ലോകമാണ്. ദൈവത്തിന് സ്തോത്രം. എല്ലാവർക്കും ആപ്പിൾ മതിയെന്ന്. ആപ്പിൾ എന്ന് പറഞ്ഞാൽ കാശ്മീരി ആപ്പിൾ ഒന്നും അല്ല കേട്ടോ. ഐഫോൺ, ആപ്പിളിന്റെ ഫോൺ ഇങ്ങനെ ഞെക്കിക്കഴിഞ്ഞാൽ എവിടെ വേണേലും പോകാവുന്നത്. ആപ്പിളിന്റെ സാധനം മാത്രം മതിയെന്ന് പറഞ്ഞ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആപ്പിൾ ഫോണോ സാംസങ്ങോ എന്തുമായിക്കൊള്ളട്ടെ, ഞാൻ ഒറ്റ ചോദ്യം ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ചോദിക്കുന്നു. നിങ്ങളുടെ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാൻ കൊടുക്കുന്നതിൽ എനിക്കൊരു മടിയുമില്ല എന്ന് പറയാൻ പറ്റുന്നവരുണ്ടോ എന്ന് കൈയുയർത്തി. സത്യം പറയണം. സാധാട്ടോ പലരും പൊക്കിയിട്ടില്ല, അനേകം പേർ ഉയർത്തി. ഓക്കെ, ഞാൻ ചോദിക്കുന്ന അടുത്തൊരു ചോദ്യം, എന്തിനാണ് പിന്നെ നിങ്ങൾക്ക് ഈ പാറ്റേൺ ലോക്ക്? ഈ പാറ്റേൺ ലോക്ക് എന്തിനാ? ദൈവത്തിന് സ്തോത്രം. ആരും തുറക്കാം. ആരുടെ കൈവണയും കൊടുക്കും. പക്ഷെ അവൻ തുറക്കണമെങ്കിൽ വേറെ വല്ല വഴി നോക്കേണ്ടി വരും. തുറക്കാൻ പറ്റാത്ത പരുവത്തി അവനെ പൂട്ടിക്കൊണ്ട് പാറ്റേൺ ലോക്കിട്ട് കൊടുക്കാം. വെച്ചാ ആർക്കും കൊടുക്കാം. ഞാൻ ചോദിക്കട്ടെ, ലോക്ക് തുറന്നൊന്ന് കൊടുക്ക്, പറ്റുമോ? അതിനുള്ള ധൈര്യം എത്ര പേർക്കുണ്ട്? ചിലർക്കാണെങ്കിൽ ഈ ഔട്ടർ സ്ക്രീനിൽ മാത്രമല്ല, ഓരോ ആപ്പിനും ഓരോ ലോക്ക്. ഗാലറിക്ക് ഒരു ലോക്ക്, വാട്സാപ്പിന് ഒരു ലോക്ക്, ഫേസ്ബുക്കിന് വേറെ ലോക്ക്, മറ്റേതിന് ലോക്ക്, മറിച്ചേതിന് ലോക്ക്. സർവത്ര ലോക്കിട്ട് തമ്പുരാൻ നിന്നെ ലോക്കിടാൻ സമയമായി. ഇനി അധികം കാലം ഇങ്ങനെ മുന്നോട്ട് പോകത്തില്ല കുഞ്ഞേ. തമ്പുരാൻ നിനക്ക് ലോക്കിട്ട് നിന്നെ പൂട്ടിയിടേണ്ട സമയം കഴിഞ്ഞു. പിന്നെ അനേകരുടെ പ്രാർത്ഥന കൊണ്ട് തുറന്നു വിട്ടേക്കുന്നേ ഉള്ളൂ. സകലത്തിനും പൂട്ടുവെച്ച് ആപ്പുകൾ കയറ്റിയിട്ട് അതിനകത്ത് പൂട്ടിടുന്നവനെ നിന്നെ ആപ്പ് വെച്ച് തമ്പുരാൻ പൂട്ടിടാൻ പോവുക. അത് ബൈബിളിലുണ്ടെന്നാ ഞാൻ പറയുന്നത്. ജ്ഞാനികളെ അവൻ തന്റെ കൗശലത്തിൽ പിടിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന് മനുഷ്യനെ പിടിക്കാൻ പ്രത്യേകിച്ചിപ്പോ ഇന്റർപോളിന്റെ ആവശ്യമില്ല. ദൈവത്തിന് സ്തോത്രം. വേൾഡ് പോലീസിന്റെ ആവശ്യമില്ല. ലോകത്തിലെ ജ്ഞാനികളെ
ബലവാന്മാരെ, അവൻ തന്റെ ജ്ഞാനമുള്ളവരെ കൗശലത്തിൽ പിടിപ്പാൻ കഴിവുള്ളവനാത് ഓർത്തുകൊള്ളണമേ. ലോകത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ മറ്റുള്ളവർക്ക് ദോഷത്തിനും നിങ്ങളുടെ ദോഷത്തിനുമായി നിങ്ങൾ ഉപയോഗിക്കരുത് എന്ന് ഞാൻ വ്യക്തമായി ഓർപ്പിക്കുകയാണ്. പുതുതലമുറ ഇതുകൊണ്ട് ചെയ്യുന്ന ദോഷങ്ങൾ എത്ര വലുതെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. ഇതുമായി എത്രയോ ദോഷങ്ങൾ ഇന്ന് ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു കാലത്ത് രാഷ്ട്രീയ പാർട്ടികളിൽ ഉണ്ടായിരുന്ന ഒരു പ്രത്യേക അനുഭവം ഉണ്ടായിരുന്നു. കേരള കോൺഗ്രസിനെയും ഇന്റർനാഷണൽ കോൺഗ്രസിനെയും ഒക്കെ ആകപ്പാടെ വലച്ച ഒരു സംഭവത്തിന്റെ പേര് നിങ്ങൾക്കറിയാമോ? ഗ്രൂപ്പ്. രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ ഗ്രൂപ്പ് കുറഞ്ഞെങ്കിൽ ഇപ്പോൾ കൂടി വന്നിരിക്കുന്ന ഗ്രൂപ്പ് വാട്സാപ്പ് ഗ്രൂപ്പ്. ദൈവത്തിന് സ്തോത്രം. ബന്ധുക്കോസുകാർക്ക് ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്, എല്ലാത്തിനും ഉണ്ട്. ഒരുമാതിരിപ്പെട്ട 95% എണ്ണത്തിനും കാണും ഗ്രൂപ്പ്. ഏതൊക്കെ തരത്തിലാ? ഒന്ന് ഹോം, സ്വന്തം വീട്ടിലെ അപ്പനും അമ്മയ്ക്കും മക്കൾക്കും എല്ലാം കൂടി ഒരൊറ്റ ഗ്രൂപ്പ്. നെക്സ്റ്റ് ഗ്രൂപ്പ് ഈസ് ഫാമിലി ഗ്രൂപ്പ്. ഫാമിലി, ഞങ്ങളുടെ കുടുംബക്കാരെല്ലാം കൂടെ ചേർന്ന് അടുത്ത ഒരു ഗ്രൂപ്പ് ഉണ്ട്. അടുത്തത് ക്ലബിലെ ഗ്രൂപ്പാണ്. അടുത്തത് സൊസൈറ്റിയുടെ ഗ്രൂപ്പ്. ഇനി ഒരെണ്ണം ഉണ്ട്. ഇപ്പൊ വന്ന് അവസാനം സഭയ്ക്കും തുടങ്ങിയിരിക്കുക ഒരു ഗ്രൂപ്പ്. നെല്ലിക്കമൺ ബിലീവേഴ്സ് ഗ്രൂപ്പ്. ഉണ്ടോ? ഉണ്ടെങ്കിൽ പൊളിച്ചോണം, ഇല്ല ദൈവം പൊളിക്കും കേട്ടോ. ദൈവത്തിന് സ്തോത്രം. റാന്നി ബിലീവേഴ്സ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അച്ഛാ വേണ്ട, ഇത് പരിപാടിയൊന്നും നമുക്ക് വേണ്ട കേട്ടോ. വേണ്ടാത്ത ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് കള. എല്ലാം കൂടി ഗ്രൂപ്പായി ഇന്നെല്ലാ ഗ്രൂപ്പും കൂടെ കൂടി നിൽക്കുമ്പോ ദൈവസഭയുടെ ഗ്രൂപ്പ് ഏതാന്ന് പറയുന്നത് ദൈവത്തിന്റെ സഭ. അതിന് മൂലഭാഷയിൽ കൊടുത്ത പദം എക്ലീസിയ എന്നാണ്. അതിന്റെ അർത്ഥം ഒരു കൂട്ടമെന്ന. ഏത് കൂട്ടമെന്ന? എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്നല്ല, എ ഗ്രൂപ്പ് ഓഫ് സൈൻസ്. ഒരു കൂട്ടം വിശുദ്ധന്മാർ. അതത്രേ ദൈവസഭ. അല്ലാതെ മ്ലേച്ഛത ചെയ്യുന്നവരല്ല, അശുദ്ധരല്ല, ലോകത്തിന്റെ തിന്മകൾ ചെയ്ത് കണ്ടുപിടിച്ച് പോകുന്നവരല്ല. ദൈവസഭ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സൈൻസ്, ഒരു കൂട്ടം വിശുദ്ധന്മാർ. ദൈവത്തിന്റെ വചനത്തില് അപ്പോസ്തലന്മാരുടെ ലേഖന ഭാഗങ്ങൾ എടുത്ത് നോക്കിയാട്ടെ, അതിലവർ എഴുതി തുടങ്ങുമ്പോൾ മിക്കവാറും പറയുന്നു ദൈവത്തിന്റെ വിശുദ്ധന്മാരും അവന്റെ വൃതന്മാരുമായുള്ളവർക്ക് എഴുതുന്നത്. ഇന്ന് രാത്രി എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വളരെ വ്യക്തതയോടുകൂടെ ബോധ്യമാകണം. വാട്സാപ്പ് ഗ്രൂപ്പല്ല നമുക്ക് വേണ്ടത്, ഫേസ്ബുക്ക് ഗ്രൂപ്പല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ദൈവവിശുദ്ധി പ്രാപിച്ച ഒരു കൂട്ടം വിശുദ്ധന്മാരുടെ ഗ്രൂപ്പ് അത്ര വേണ്ടത്. അത് ആഗ്രഹിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ ഒരു അനുഭവത്തിലേക്ക് നാം വരുവാൻ ഇടയായി തീരണം. ദൈവത്തിന് സ്തോത്രം. ആധുനിക തലമുറ ഇതിനാലൊക്കെ എന്താകുന്നു ചെയ്യുന്നത്? അനേക ഫേക്ക് ന്യൂസുകൾ സെൻഡ് ചെയ്യുന്ന ഒരു കാലം. എത്ര ന്യൂസുകൾ, ഒരു സത്യാവസ്ഥയുമില്ലാത്ത ഫേക്ക് ന്യൂസുകൾ സെൻഡ് ചെയ്ത് അതിലൂടെ മുൻപോട്ട് പോകുന്ന തലമുറകളെ കാണുവാൻ കഴിയും. ചില നാളുകൾക്ക് മുമ്പ് ഒരു മലബാർ ഭാഗത്തുള്ള ഒരു സ്കൂൾ അധ്യാപകൻ തന്റെ ഫോണിലേക്ക് വന്ന ഒരു മെസ്സേജ് താൻ വായിച്ചത് ഇപ്രകാരമായിരുന്നു. ആ അധ്യാപകന്റെ നല്ലൊരു പടവും അതിനടിയിലൊരു കുറിപ്പും കൂടെ കൊടുത്തിരിക്കുക. 3ാം ചരമവാർഷികം. അധ്യാപകൻ ജീവനോട് ഇരിപ്പുണ്ട്. 3ാം ചരമവാർഷികം എല്ലായിടത്തും പരന്നു. ഒടുവിൽ ഇദ്ദേഹത്തിനും കിട്ടി. താൻ പെട്ടെന്ന് സൈബർ സെല്ലിന് വിവരം അറിയിച്ചു. വിത്തിൻ അവേഴ്സ്, മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് പിടിച്ച് ആരാന്നറിയാമോ? ആ മാഷ് പഠിപ്പിക്കുന്ന ഹൈസ്കൂളിലെ തന്റെ ക്ലാസ്സിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി, 13.5 വയസ്സുള്ളവൻ. അവൻ ചെയ്തത്, അന്ന് ക്ലാസ്സിലിരുന്നപ്പോൾ അധ്യാപകൻ അവനെ ഒന്ന് വഴക്ക് പറഞ്ഞതിന് എവിടെയോ പോയി. ഇന്നിപ്പോ ഒരാളുടെ ഫോട്ടോ ഒന്നും സംഘടിപ്പിക്കുന്നതിന് ഒരു പ്രയാസവും ഇല്ല. ഈസി ആയിട്ട് ആരുടെ ഫോട്ടോ എവിടുന്ന് വേണേലും എടുക്കാം. അതിന്റെ ദേഷ്യത്തിന് ഫോട്ടോ ഉണ്ടാക്കി, ഒരു നല്ല അടിക്കുറിപ്പ് ഉണ്ടാക്കി. 3ാം ചരമവാർഷികം. അവൻ അധ്യാപകനെ കൊന്നിട്ട് 3 വർഷമാക്കി കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. മറ്റൊരിക്കൽ ഈ അടുത്ത സമയത്ത് ചെന്നൈയിൽ വെള്ളപ്പൊക്കം, ജലപ്രളയം ഉണ്ടായപ്പോൾ വേറൊരു സ്കൂളിൽ പഠിക്കുന്ന അധ്യാപകന്റെ 3 എയ്ഡഡ് ടീച്ചറാണ് 3 മാസത്തെ ശമ്പളം അങ്ങ് ചെന്നൈ അവിടത്തേക്ക് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അയച്ചു കൊടുത്തു. ഏതാണ്ട് 3 മാസത്തെ ശമ്പളം, ഏതാണ്ട് 2-2.5 ലക്ഷം രൂപ ശമ്പളമുണ്ട്. അധ്യാപകൻ പോലും അറിഞ്ഞില്ല. സൈബർ സെല്ലിന് പരാതി കൊടുത്തു. അന്വേഷണം നടത്തി. മിനിറ്റുകൾക്കുള്ളിൽ ആളെ പൊക്കിയപ്പോൾ അതും ആ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയാണ്. 8ാം ക്ലാസ്സുകാരൻ ഒപ്പിച്ച പണിയാ. ഇന്നത്തെ ലോകത്തിൽ തലമുറകൾ ചെയ്യുന്ന ദോഷം എത്ര വലുതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഒരു കാര്യം കൂടെ ഓർത്തുകൊള്ളണം. ഇന്നത്തെ ഈ ഓൺലൈൻ സംവിധാനത്തിലൊക്കെ സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുന്ന നിങ്ങൾ വളരെ ശ്രദ്ധിച്ചുകൊള്ളണം. നിങ്ങളെ വീക്ഷിക്കുന്ന സൈബർ സെല്ല്, സൈബർ പോലീസ് ഏത് നിമിഷവും നിങ്ങളിലേക്ക് എത്തിച്ചേരാവുന്ന സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ഗ്രൂപ്പ് ഉണ്ടായാൽ അതിനൊരു അഡ്മിൻ ഉണ്ടാകും. ഒരു ഗ്രൂപ്പിൽ പടരുന്ന റോങ് മെസ്സേജിന്, ഒരു ഫേക്ക് മെസ്സേജിന് അതിന്റെ ഉത്തരവാദി, അതിന്റെ ഗ്രൂപ്പിന്റെ അഡ്മിൻ, അവനായിരിക്കും ആദ്യം അകത്തു പോകുന്നത്. വളരെ ശ്രദ്ധിക്കണം. ഇതുകൊണ്ട് നല്ലതാണ്. ചില നാളുകൾക്ക് മുമ്പ് എറണാകുളം പട്ടണത്തിൽ ഫേസ്ബുക്കിൽ ഒരു ന്യൂസ് പ്രകാരം ഒരു മെസ്സേജ് വന്നു. പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വേണ്ടി ഞാൻ 5 കിലോ അരി കൊടുക്കുന്നു. നിങ്ങളോ? ഇത്രയുള്ളായിരുന്നു ചോദ്യം. ഒറ്റ ദിവസം കൊണ്ട് ഏതാണ്ട് 9 മണിക്കൂർ കൊണ്ട് 55,000 കിലോ അരി, ഏതാണ്ട് 55 ടൺ അരി സമ്പാദിക്കുവാനിടയായി. നല്ലതിന് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, നല്ലത്, നല്ല കാര്യം ചെയ്തു. പക്ഷേ
അതിലൂടെ ദോഷങ്ങൾ ചെയ്യാതെ ഇരിപ്പാൻ നാം പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളണമേ എന്ന് ദൈവമക്കളോട് ഞാൻ ഓർപ്പിക്കുകയാ. വീട്ടമ്മമാരായിരിക്കുന്ന സഹോദരിമാരോട് രണ്ട് വാക്ക്. നിങ്ങൾക്കും ഉണ്ടല്ലോ ആവശ്യത്തിലും അധികത്തിലും ഒക്കെ വീട്ടമ്മമാരാണ് പലപ്പോഴും ഗ്യാസ് എടുക്കുന്നത്, റേഷൻ കടയിൽ പോകുന്നത്, കടയിൽ പോകുന്നത്, ദൈവത്തിന് സ്തോത്രം, പിന്നെ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ, വീട്ടിൽ വരുന്ന ഇലക്ട്രീഷ്യനെ വിളിക്കുന്നത്, ഇങ്ങനെയൊക്കെ വീട്ടമ്മമാരാണ്. വീട്ടമ്മമാര് ഫേസ്ബുക്കില് അവരുടെ ഒരു പ്രൊഫൈൽ പിക്ചർ അങ്ങോട്ട് അപ്ലോഡ് ചെയ്ത് ആഡ് ചെയ്തിടും, വാട്സാപ്പിലെങ്കിൽ വാട്സാപ്പിൽ. ഇപ്പൊ എല്ലാം അങ്ങനെയാണല്ലോ മെസ്സേജുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒരു പരിചയമില്ലാത്തവരുത്തൻ നിങ്ങളെ കാണുമ്പോൾ, അവൻ രാത്രി ജോലിയെല്ലാം കഴിഞ്ഞ് 11:30 ആയപ്പോൾ അവന് എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഫോട്ടോയും ആളിനെയും ഒക്കെ കാണുന്നു. അവൻ അവിടുന്ന് ഹായ് എന്ന് പറഞ്ഞൊരു മെസ്സേജ്, ഇവിടുന്ന് അങ്ങോട്ട് ഹലോ എന്ന് പറഞ്ഞൊരു മെസ്സേജ്, പിന്നെ ഹൗ ആർ യു എന്നൊന്ന്, പിന്നെ ഫൈൻ എന്നൊന്ന്, എല്ലാം കൂടെ കൂടുമ്പോൾ മൊത്തം ഫൈനായി. പിന്നീടുള്ള കാര്യം ഞാൻ പറയണ്ട. ഈ അടുത്ത സമയത്ത് പത്രത്തിൽ വന്നൊരു വാർത്ത, ഗ്യാസ് കൊണ്ടുവരുവാൻ വന്നവൻ രാത്രിയിൽ ഇതുപോലെ അയച്ചൊറ്റ മെസ്സേജിൽ ഒരു പ്രിയപ്പെട്ടവന്റെ ഭാര്യ ഗ്യാസ് ഊറ്റിക്കാരനോട് ഗ്യാസ് ഊറ്റി പോലെ അങ്ങ് പോയി. ദൈവത്തിന് സ്തോത്രം. വളരെ ശ്രദ്ധിക്കണമേ സഹോദരിമാരെ, സൂക്ഷിച്ചുകൊള്ളേണം. പിന്നെ അടുത്തത് യൗവനക്കാരായ പെൺകുട്ടികളോട് ആൺകുട്ടികളോട് ഒരു വാക്ക്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പ്രവൃത്തികളാൽ ദോഷങ്ങൾ ജീവിതത്തിൽ വരുവാൻ സാധ്യതയുണ്ട്. 2 മാസങ്ങൾക്ക് മുൻപ് കർണാടക സ്റ്റേറ്റില് മാംഗ്ലൂർ അഥവാ മംഗലാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന 18 വയസ്സുള്ള കുട്ടി കോളേജിൽ നിന്നൊരു ഫംഗ്ഷനായിട്ട് പോയി അടുത്തിരുന്ന് ഭക്ഷണം കഴിച്ചൊരുവന്റെ നമ്പർ വാങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു. ഒരു ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറഞ്ഞു, ഫോട്ടോ അയച്ചു. തൃപ്തിയില്ലാതെ അടുത്തത് അയക്കാൻ പറഞ്ഞു, അടുത്തിൽ തൃപ്തിയില്ലാതെ അടുത്ത അയക്കാൻ പറഞ്ഞു. അയച്ചയച്ച് അവസാനം വന്നത് മറ്റൊന്നായിരുന്നു. ഞാൻ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ദോഷം ചെയ്യാതിരിപ്പാൻ നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളണം. മാത്രമല്ല, തെറ്റായ ഈ വിധമായ പ്രവർത്തനങ്ങൾ കൊണ്ട് നിങ്ങളുടെ മേൽ ലോകത്തിന്റെ നിയമങ്ങൾക്ക് പോലും നിങ്ങളുടെ മേൽ കുറ്റശിക്ഷാവധി വരുത്തുവാൻ അതിന് സാധ്യതയുണ്ട് എന്നുകൂടെ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുകയാണ്. IPC ആക്ട് പ്രകാരം 153 എന്ന ആക്ടും അതുപോലെ സെക്ഷൻ 390 എന്ന് പറയുന്ന ഈ വിധമായ വകുപ്പുകൾ പ്രകാരം ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു ഫേക്ക് ന്യൂസ് ഒരുവൻ സെൻഡ് ചെയ്താൽ സൈബർ സെൽ അവനെ പിടിച്ചാൽ കുറഞ്ഞത് 365 ദിവസം ജയിലിൽ കിടന്ന് ഉണ്ടതിന്നാം. ദൈവത്തിന് സ്തോത്രം. അതിനുള്ള നിയമമുണ്ടെന്ന് നിയമം കൂടെ പറയട്ടെ. എല്ലാം കൂടെ ചേർത്ത് ഞാൻ ദൈവമക്കളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. ദോഷം ചെയ്യുവാൻ നാം നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കാതെ നമ്മുടെ ജീവിതാനുഭവങ്ങളെ മുൻപോട്ട് വളരെ ശ്രദ്ധയോടെ കരുതി പോകണമേ എന്ന് ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്രകാരം നാം നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിച്ചാൽ ഒരു പാപിയുടെ ജീവിതത്തിൽ ഈ വിധമായ പ്രവർത്തനങ്ങളാൽ ദൈവത്തിന് സ്തോത്രം സാത്താന്യ സ്പിരിറ്റുകൾ മനുഷ്യ ജീവിതങ്ങളിൽ ക്രിയ ചെയ്ത് ഒരു മനുഷ്യനെ വേട്ടയാടി നാശത്തിന് അടിമയാക്കി പോകുമ്പോൾ അവൻ ചെന്ന് വീഴുവാൻ പോകുന്നത് അന്ധകാര ഗർത്തത്തിലാണ് എന്നുള്ളത് നാം മനസ്സിലാക്കിക്കൊള്ളണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ നാം നമ്മെ സൂക്ഷിക്കണം. ഒരു പാപിയായ മനുഷ്യന്റെ ജീവിത അനുഭവങ്ങളെ കുറിച്ച് നാം നോക്കുമ്പോൾ പാപത്തിന് ദാസനായി തീരുന്നവൻ അവനൊരു വലിയ ശിക്ഷാവധിയുണ്ട് എന്ന് ദൈവവചനം പറയുന്നു. ഇനിയൊരു പാപിയുടെ അന്ത്യഭാഗത്തേക്കൂടെ നമുക്ക് പോയിട്ട് അടുത്ത ഭാഗത്തേക്ക് വേഗം പോകാം. 104 സങ്കീർത്തനത്തിന്റെ 35 വാക്യം വായിക്കുമ്പോൾ അവിടെ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു, പാപികൾ ഭൂമിയിൽ നിന്ന് മുടിഞ്ഞു പോകും. വളരെ വ്യക്തതയോടുകൂടെ പറയുന്നു, പാപികൾ ഭൂമിയിൽ നിന്ന് മുടിഞ്ഞു പോകും. ആ വാക്യം ഒന്ന് വായിച്ചു സഹായിച്ചേ. പാപികൾ ഭൂമിയിൽ നിന്ന് മുടിഞ്ഞു പോകട്ടെ. പാപികൾ ഭൂമിയിൽ നിന്ന് മുടിഞ്ഞു പോകട്ടെ. ഒരു വലിയ നാശം അവർക്കുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തതയോടുകൂടെ പറയുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം വായിക്കുമ്പോൾ പാപികൾക്കൊരു നാശമുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം പറയുക. ഈ വിധത്തിൽ സാത്താന്യ ആത്മാവിനാൽ പിടിക്കപ്പെട്ട് പാപത്തിന് ദാസനായിത്തീരുന്ന ആരുമായിക്കൊള്ളട്ടെ, ലോകക്കാരനാകട്ടെ, സമുദായക്കാരനാകട്ടെ, പെന്തിക്കോസുകാരനാകട്ടെ, ഉപദേശം കേട്ട് ശ്രേഷ്ഠതയിൽ നിൽക്കുന്നവനെന്ന് പറയട്ടെ, നീ പാപത്തിന് ദാസനായി മടങ്ങി വരുവാൻ അവസരം തന്നിട്ട് മടങ്ങി വരാതെ തുടർന്ന് പാപത്തിന്റെ വഴികളിൽ കാലൂന്നി നടന്ന് പാപത്തിന് ദാസനായി നീ മുൻപോട്ട് യാത്ര ചെയ്താൽ ഒരു ദിനം നിന്നെ ന്യായം വിധിച്ച് നിത്യാഗ്നിയിലേക്ക് തള്ളപ്പെടുന്ന ഒരു ദിനം മുൻപിൽ വരും എന്ന് വേദം നമ്മെ ഓർപ്പിക്കുകയാണ്. വീണ്ടും നാം ദൈവവചനത്തിലേക്ക് വരുമ്പോൾ ഈ നാശം നമുക്ക് വരാതിരിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത്? ആർക്കാണ് നാശം? ഒരു പാപിക്ക് നാശമുണ്ട് എന്ന് പറയുമ്പോൾ ഒറ്റ ഹെഡിൽ മാത്രം നിന്ന് ആ നാശത്തെ പഠിക്കുവാൻ സാധ്യമല്ല. ലൂക്കോസ് 12:5 വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നു, അല്ലല്ല, മാനസാന്തരപ്പെടാൻ ഞാൻ നിങ്ങളൊക്കെയും അങ്ങനെ തന്നെ നശിച്ചു പോകൂ. ദൈവസഭയോടും കൂടെ എടുത്തു പറയുക, അല്ലല്ല, മാനസാന്തരപ്പെടാൻ ഞാൻ. മാനസാന്തരം എന്ന് പറഞ്ഞാൽ ചിലർ പറയും അത് ജാതികളോട് പറയേണ്ട ദൂത്. അല്ലച്ച, പെന്തിക്കോസുകാരോട്, സഭയോട് പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ സഭയോട് വിളിച്ചു പറഞ്ഞപ്പോൾ പറഞ്ഞു, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട ആദ്യത്തെ പ്രവൃത്തിയിലേക്ക് വരണം. ഇല്ല, ഞാൻ വേഗം ഞാൻ വരൂ, നിന്റെ പാപ
പാപത്തിനൊരു ന്യായവിധി ഉണ്ടാകുന്ന ദിവസമുണ്ടാകുമെന്ന് ബൈബിൾ പറയുന്നു. 73-ാം സങ്കീർത്തനം 27-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു, ദൈവമേ, നിന്നോട് അകന്നിരിക്കുന്നവരൊക്കെ നശിച്ചു പോകും. ഒരു പാപിക്കൊരു നാശമുണ്ട് എന്ന് പറയുമ്പോൾ മാനസാന്തരപ്പെടാത്തവർക്കൊരു നാശം. 73-ാം സങ്കീർത്തനം 27-ാം വാക്യത്തിൽ നിന്നോട് അകന്നിരിക്കുന്നവർ നശിച്ചു പോകുന്നു. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായം 18-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു കൂട്ടർക്ക് നാശമുണ്ടാകുന്നു. ആരാണ് ആ കൂട്ടർ? ക്രൂശിന് ശത്രുക്കളായവർ, ക്രൂശിന് ശത്രുക്കളായവർ, ക്രൂശിന്റെ വചനത്തിന് ശത്രുക്കളായവർ. ആരോ അവരാരായിരുന്നാലും അവർക്കൊരു നാശം, അത് ശിക്ഷാവധി എന്ന് വേദം നമ്മെ ഓർപ്പിക്കുകയാണ്. 2 തെസ്സലോനിക്കർ 1-ാം അധ്യായം 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവരെ കുറിച്ച് പറയുന്നു, നിത്യനാശമെന്ന ശിക്ഷാവധി അവർ ഏറ്റുവാങ്ങേണ്ടതായിട്ട് വരും. പാപിക്കൊരു ന്യായവിധിയുണ്ട് എന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നു. എന്താണ് ഈ ന്യായവിധി? വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ 20-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം വായിച്ചാൽ അവിടെ ഇപ്രകാരം ദൈവവചനം പറയുന്നു, ഞാൻ വലിയൊരു വെള്ളസിംഹാസനം കണ്ടു, അതിന്മേൽ ഒരുവൻ ഇരിക്കുന്നു, അവന്റെ മുൻപിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. ദൈവത്തിന് സ്തോത്രം. അടുത്തത്, പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകമെന്ന മറ്റൊരു പുസ്തകവും തുറന്നു. മനുഷ്യർ, ആ ബാലവൃദ്ധം അവന്റെ മുൻപിൽ നിന്നു. ആ ബാലവൃദ്ധം എന്ന് പറഞ്ഞാൽ ബാലന്മാർ തുടങ്ങി വൃദ്ധന്മാർ വരെ സകലരും, നരനായി ഭൂതലത്തിൽ പിറന്ന സകലയുണ്ടോ ആ സിംഹാസനത്തിന്റെ മുൻപാകെ പോയി നിൽക്കും. ദൈവത്തിന് സ്തോത്രം. മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കേറ്റ ന്യായവിധി ഉണ്ടായി. മരിച്ചവർക്കുമുണ്ട്, ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമല്ല, മരിച്ചവർക്കുമുണ്ട്. സകല എണ്ണവും അവന്റെ മുൻപിൽ നിൽക്കേണ്ടതായിട്ട് വരും. സമുദ്രം തങ്ങളിലുള്ളവരെ ഏൽപ്പിച്ചു കൊടുത്തു, പാതാളം തങ്ങളിലുള്ളവരെ ഏൽപ്പിച്ചു കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. സകലരും അവന്റെ മുൻപിലേക്ക് വന്നു. എല്ലാവരും നിൽക്കേണ്ടി വരും, ഒഴിഞ്ഞു മാറുവാൻ സാധ്യമല്ല. സകല നേതാക്കന്മാരും മതത്തിന്റെ സ്ഥാപകന്മാരുണ്ടെങ്കിൽ അവര് എല്ലാവരും പാപം ചെയ്ത് ജീവിച്ച സകല എണ്ണവും, ജീവനുള്ളതും മരിച്ചുപോയതുമായ സകല മാനവ ജാതിയും യേശു സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ ആ വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റിന്റെ മുൻപാകെ പോയി നിൽക്കേണ്ടതായിട്ട് വരും. അന്നവൻ സിംഹാസനത്തിൽ ന്യായകർത്താവായിട്ടിരിക്കുമ്പോൾ പുസ്തകങ്ങൾ തുറന്നിട്ട് മനുഷ്യന്റെ പ്രവർത്തികൾ എഴുതി വെച്ച പുസ്തകങ്ങൾ തുറന്ന് അവന്റെ പ്രവർത്തികൾക്കേറ്റ ഒരു ന്യായവിധി അവൻ ഭൂതലത്തിൽ കൽപ്പിക്കുമെന്ന് ദൈവവചനം പറയും. ആർക്കാണ് ന്യായവിധി? ഈ ന്യായവിധിയിൽ നിന്ന് ഒഴിഞ്ഞു മാറണമെങ്കിൽ റോമാലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലൻ പ്രകാരം വിളിച്ചു പറയുന്നു, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. വായിച്ചാട്ട് റോമർ 8:1. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഒരു ശിക്ഷാവധി. മലയാളം വേദപുസ്തകത്തിൽ ആ എഴുത്തിന് അല്പം കുറവ് സംഭവിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിൽ നാം അത് ഭാഗം വായിച്ചാൽ അവിടെ എഴുതിയിരിക്കുന്ന ഇപ്രകാരമാണ്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിൽ പരിശുദ്ധാത്മാവിനാൽ, അഥവാ ആത്മാവിനെ അനുസരിച്ച് ആത്മാവിൽ ക്രിസ്തുവിൽ ജീവിക്കുന്നവർക്ക് ന്യായവിധിയില്ല. ദൈവത്തിന് സ്തോത്രം. യേശുവിലുള്ളവർക്ക് ന്യായവിധിയില്ലെന്നല്ല, ആത്മാവിൽ ക്രിസ്തുവിൽ ജീവിക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക്, ദൈവത്തിന്റെ ആലോചനകൾ അനുസരിച്ച് പാപം ചെയ്യാതെ പരിശുദ്ധമായി ജീവിക്കുന്നവർക്ക് ന്യായവിധിയില്ല. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ഓർപ്പിച്ചല്ലോ, ഒരു പാപിയുടെ ജീവിതാരംഭം തുടങ്ങി ജീവിതാന്ത്യം വരെയുള്ള സന്ദർഭത്തിൽ അവനുമായി ക്രിസ്തു എങ്ങനെ ഇടപെടുന്നു? ആരാണ് ക്രിസ്തു? യേശുവിനെ കുറിച്ച് നോക്കുമ്പോൾ എന്താണ്? കഴിഞ്ഞ രാത്രിയിൽ 3 വാക്യങ്ങൾ ഞാൻ വായിച്ചു നിങ്ങളെ കേൾപ്പിച്ചു. ഒന്ന്, അവൻ ദൈവ സൃഷ്ടിയുടെ ആരംഭമാകുന്നു, ബിഗിനിങ് ഓഫ് ദ ക്രിയേഷൻ ഓഫ് ഗോഡ്. അവൻ ദൈവ സൃഷ്ടിയുടെ ആരംഭം. അടുത്തത്, ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്, ആരംഭവും അവസാനം. ദെൻ ആൽഫ ആൻഡ് ഒമേഗ. ആൽഫയാകുന്നു ഒമേഗ. എന്താ ഈ ആൽഫ ഒമേഗ എന്ന് പറഞ്ഞാൽ? ഗ്രീക്ക് അക്ഷരങ്ങളെ കുറിച്ച് നാം പഠിച്ചാൽ ഗ്രീക്ക് അക്ഷരമാലയിലെ ഫസ്റ്റ് അക്ഷരം, ആദ്യത്തെ അക്ഷരം ആൽഫ, ഏറ്റവും ഒടുവിലത്തെ അക്ഷരം ഒമേഗ. ഇന്ന് രാത്രി വേളയിൽ യേശു ആരാകുന്നു? പാപികളായി ജീവിക്കുന്നവരെ യേശു തള്ളിക്കളയുന്നില്ല. വേദപുസ്തകം അങ്ങനെ പറയുന്നില്ല. പാപിയെ സ്നേഹിച്ച പാപത്തെ വെറുക്കുന്നവൻ ഇന്ന് രാത്രിയിലും അവൻ നമ്മുടെ മധ്യേ സ്നേഹസ്വരൂപനായി നിൽക്കുന്നു. ഒരു പാപിയുടെ ജീവിതത്തിൽ യേശു എന്താകുന്നു? 6 കാര്യങ്ങൾ വളരെ വേഗത്തിൽ ഞാൻ പറയാം. ഒരു പാപി നരകത്തിൽ പോകുവാൻ ആഗ്രഹിക്കാത്ത ദൈവം യേശുവിനെ ലോകത്തിൽ അയച്ച് അവന്റെ ജീവിതത്തിൽ എന്താണ് ചെയ്തു കൊടുത്തത്? വാക്യം മാത്രം ഞാൻ പറയുകയുള്ളൂ, വായിച്ചു പോകുവാൻ സമയം പോരാ. മത്തായിയുടെ സുവിശേഷം 9:13, അവൻ പാപികളെ വിളിപ്പാൻ ലോകത്തിൽ വന്നു. മത്തായി 9:13 വായിക്കുന്നു, അവൻ പാപികളെ വിളിപ്പാൻ വന്നു. എന്താണ് അവൻ വിളിക്കുന്നത്? സർവ ഭൂസിമ വാസികളുമായുള്ളവരെ, നിങ്ങളെല്ലാവരും
പറയുന്നത്, എങ്കിലേക്ക് തിരിവീൻ, രക്ഷപ്പെട്ടുകൊള്ളുവീൻ എന്നവൻ വിളിക്കുകയാ. അവൻ പാപികളെ വിളിപ്പാൻ വന്നു. മത്തായി സുവിശേഷം 9:2 വായിക്കുമ്പോൾ അവൻ പാപങ്ങൾ ക്ഷമിക്കുന്നവരാ. പാപങ്ങൾ ക്ഷമിപ്പാൻ യേശുവിന് അധികാരമുണ്ട്. യേശുവിന്റെ അടുക്കൽ ഒരു ഭവനത്തിലായിരിക്കുമ്പോൾ 4 പേർ കട്ടിലിൽ ചുമന്നുകൊണ്ട് പക്ഷപാത രോഗി യേശുവിന്റെ അടുക്കൽ വന്നു. വീട്ടിൽ കയറുവാൻ സ്ഥലമില്ലാതെ തിക്കിത്തിരക്കി. വീട്ടുകാരൻ മേൽക്കൂര പൊളിച്ച് കട്ടിൽ കയറിൽ കെട്ടി താഴേക്കിറക്കി. അവന്റെ മുൻപിലിരുന്ന ആ മനുഷ്യനോട് യേശു ഇപ്രകാരം പറഞ്ഞു, നിന്റെ പാപങ്ങൾ ക്ഷമിച്ചു തന്നിരിക്കുന്നു. ചുറ്റും കൂടിയിരുന്നവർ ആശ്ചര്യപ്പെടുകയാണ്, എവരാരാണപ്പ പാപം ക്ഷമിപ്പാൻ? അവരുടെ കൺഫ്യൂഷൻ മാറ്റാൻ യേശു വിളിച്ചു പറഞ്ഞു, എഴുന്നേൽക്ക്, കിടക്ക്, നടക്ക്. പാപങ്ങൾ ക്ഷമിക്കുവാൻ യേശുവിന് അധികാരം ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 1-29 വായിക്കുമ്പോൾ അവൻ പാപങ്ങളെ ചുമക്കുന്നവനാ. സ്നാപക യോഹന്നാൻ യേശു ദൂരവേ നടന്നു വരുന്നത് കണ്ടപ്പോൾ തന്റെ അടുക്കൽ നിന്നവരോട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. തമിഴ് ബൈബിൾ വായിച്ചാൽ പാപത്തെ എടുത്തുപോടുന്ന കുഞ്ഞാട്. ഒരു മനുഷ്യരിൽ അന്തർലീനമായ പാപത്തെ പോലും പ്രവർത്തികളാൽ അവന്റെ ജീവിതത്തിൽ വന്ന പാപത്തെ എടുത്തു മാറ്റുവാൻ കഴിവുള്ള ഒരുവനേ ഉള്ളൂ. അവനാണ് നസ്രയനായ യേശു. അവനെയാണ് കുഞ്ഞാടെന്ന് ബൈബിൾ പറയുന്നത്. 4-ാമതായി നോക്കുമ്പോൾ തീമോഥെയോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസയോഗ്യമായ വചനമാകുന്നു. ആ വാക്യം ഒന്ന് വായിച്ചോട്ടെ. 1 തീമോഥെയോസ് 1-ാം അധ്യായം 15-ാമത്തെ വാക്യം. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ. വിശ്വാസ്യവും, അടുത്തത് എല്ലാവരും അംഗീകരിപ്പാൻ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? ഈ ലോകത്തിലുള്ള സകലരും ജാതി, മത, വർണ്ണ, വർഗ, ദേശ വ്യത്യാസമില്ലാതെ ഭൂമിയിലുള്ള സകലരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമാണ്. അവൻ പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത്. 5-ാമതായി നോക്കുമ്പോൾ റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ നാം പാപികളായിരിക്കുമ്പോൾ തക്ക സമയത്ത് അവൻ പാപികൾക്ക് വേണ്ടി മരിച്ചവൻ, പാപികൾക്ക് വേണ്ടി മരിച്ചവൻ, പാപികൾക്ക് വേണ്ടി മരിച്ചവനാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിലും നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവറി ക്രൂശിൽ മരിച്ചവനായി, രക്തം ചിന്തിയവനായി നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യേ ഉണ്ട് എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. റോമാലേഖനം 5-ന്റെ 8-ാം വായിച്ചത് അവൻ പാപികൾക്ക് വേണ്ടി മരിച്ചവനായിരുന്നു. ഒടുവിൽ 6-ാമതായി നോക്കുമ്പോൾ മത്തായി സുവിശേഷം 26-ാം അധ്യായം 28-ാം വാക്യം വായിക്കുമ്പോൾ ആ ഭാഗം ഒന്ന് വായിക്കണം. മത്തായി സുവിശേഷം 26-28 അവൻ പാപികൾക്ക് വേണ്ടി തന്റെ രക്തത്തെ ചൊരിഞ്ഞവനാകുന്നു. വായിച്ചാട്ടെ. ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി, ഇത് അനേകർക്ക് വേണ്ടി പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം. ഒന്നുകൂടെ വായിച്ചാട്ടെ. 28-ാം വാക്യം. ഇത് അനേകർക്ക് വേണ്ടി, ശ്രദ്ധിച്ച് കേൾക്കണം, അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തമാകുന്നു. യേശുക്രിസ്തു എന്താണ് ഒരു പാപിക്ക് വേണ്ടി ചെയ്തത്? പാപം ശിക്ഷയ്ക്ക് യോഗ്യമാണെന്ന് പറയുമ്പോൾ ക്രിസ്തു അതിന് പരിഹാരം നൽകിയില്ലേ? ഇത് ഏറ്റുകൊണ്ടില്ലെങ്കിലാണ് ശിക്ഷ. എന്താണ് അവൻ ചെയ്തത്? അവൻ പാപികളെ വിളിപ്പാൻ വന്നു. അവൻ പാപങ്ങൾ ക്ഷമിപ്പാൻ ലോകത്തിൽ വന്നു. പാപം ചുമപ്പാൻ വന്നു. പാപികളെ രക്ഷിപ്പാൻ വന്നു. പാപികൾക്കായി മരിച്ചവൻ, പാപികൾക്കായി രക്തം ചൊരിഞ്ഞവൻ. ലോകത്തിലെ മഹാത്ഭുതങ്ങളിൽ സപ്താത്ഭുതങ്ങൾ ഉണ്ട് എന്ന് ലോകം പറയുമ്പോൾ ഞാൻ പറയട്ടെ, ലോകം ഉയർത്തി കാണിക്കുന്ന മഹാത്ഭുതങ്ങളെക്കാൾ ഏറ്റവും വലുത് കാൽവറി മലമടക്കിൽ തകർന്നു വീണ നസ്രയനായ യേശു. ചാർട്ടിലേക്ക് നോക്കുമ്പോൾ പിക്ചർ നമ്പർ 11 നോക്കിയാൽ യേശുവിന്റെ ക്രൂസിഫിക്ഷൻ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നു. ഭൂനാണികളിൽ മേൽ മാനവജാതിയുടെ പാപത്തിന് വേണ്ടി തകർക്കപ്പെട്ടവൻ. ദൈവത്തിന് സ്തോത്രം. കൈമേൽ ആണികൾ തറയ്ക്കപ്പെട്ടവൻ, തലമേൽ മുൾക്കിരീടത്താൽ ആഞ്ഞടിക്കപ്പെട്ടവൻ, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ വിരൂപനായ ക്രിസ്തു. ഇന്ന് രാത്രി സ്നേഹിത, ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടി. ഓരോരുത്തരും പറ, അപ്പാ എനിക്ക് വേണ്ടി. പാപത്തിന്റെ പരിഹാരത്തിന് അർപ്പിക്കപ്പെട്ട യാഗം, അറുക്കപ്പെട്ട കുഞ്ഞാട്, അടിക്കപ്പെട്ട പാറ, പിളർക്കപ്പെട്ട
പാറയായി യേശുവിനെ ലോകത്തിന്റെ മുൻപാകെ കാണുവാൻ കഴിയുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്മാർ എഴുതി വെച്ച പ്രവചനോദ്ധരണികൾ ക്രിസ്തുനാഥന്റെ ജീവിതത്തിൽ സാക്ഷാത്കരിക്കപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ വചനം ഇപ്രകാരം വിളിച്ചു പറഞ്ഞു: ബുഭുക്ഷയോടെ അലറുന്ന സിംഹം പോലെ അവർ എന്റെ നേരെ വായ് പിളർന്നു. സങ്കീർത്തനക്കാരൻ വിളിച്ചു പറഞ്ഞു: ബാശാൻ കൂറ്റന്മാർ എന്നെ വളഞ്ഞു. 700 വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകനായ യെശയ്യാവ് വിളിച്ചു പറയുകയുണ്ടായി: കണ്ടലാളല്ല എന്ന് തോന്നുമാർ അവൻ അടിയേറ്റ് തകർന്നു. അവന്റെ പുറം നീളത്തിൽ അടിച്ച് തകർക്കപ്പെട്ടു. കൈകാലുകളിൽ മേലാണികൾ ചെലുത്തപ്പെട്ടു. അവന്റെ തല മുൾക്കിരീടത്തിനായി ഏൽപ്പിച്ചു കൊടുത്തു. എന്തിന്? സ്നേഹിത, നിന്റെ പാപം ക്ഷമിപ്പാൻ. നിന്റെ പാപം രക്താംബരം പോലെ ചുവപ്പാണെങ്കിലും ഹിമം പോലെ കുളിപ്പിക്കുവാൻ ഇന്ന് രാത്രി ആ ക്രൂശിൽ നിന്ന് രക്തമൊഴുകുകയാ. കാണാമെങ്കിൽ ഇങ്ങോട്ടൊന്ന് നോക്ക്. ഇതല്ല അതിന്റെ രൂപം എങ്കിലും ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ഭാവനയിലേക്കൊന്ന് കൊണ്ടുവരുവാൻ ആ കഴിയുന്ന ഒരു അനുഭവത്തിൽ അതൊരു ചിത്രകാരന്റെ ഭാവനയാണെങ്കിലും ഓർത്തു നോക്കിയേ. 4 ഇഞ്ച് നീളമുള്ള ഒരു ഘനമുള്ള കമ്പിക്കഷണം കൂർപ്പിച്ച് കൈകളിലേക്ക് അറിഞ്ഞു കയറ്റിയിരിക്കുന്നു. ഒരു മുള്ള് നിങ്ങളുടെ കയ്യിൽ കൊണ്ടാൽ എത്ര വേദന നിങ്ങൾക്കുണ്ടാകും. തലമേൽ മുൾക്കിരീടം മുൾച്ചെടി വളച്ചു വെച്ചവന്റെ തലയിൽ വെച്ച് ഒരു പടയാളി നീളമുള്ള കോലിനാൽ അറിഞ്ഞു കയറ്റി. ചാട്ടവാറുകൾ, അറ്റത്ത് മുൾക്കൊളുത്തുകളും അസ്ഥിക്കഷണങ്ങളും ഈയക്കട്ടകളും കടിപ്പിച്ച ചാട്ടവാറുകൾ, ഒട്ടകത്തിന്റെയും കുതിരയുടെയും 127ഓളം തോൽവാറുകൾ 7ആയി പിന്നിയുണ്ടാക്കിയ ചാട്ടവാറിന്റെ അറ്റത്ത് ഘടിപ്പിച്ച അസ്ഥിയുടെ കഷണങ്ങളും മുൾക്കൊളുത്തുകളും ബന്ധിച്ച ചാട്ടവാറുകളാൽ അടിക്കപ്പെടുവാൻ ലോകരക്ഷിതാവ് നിന്നുകൊടുത്തു. പീലാത്തോസിന്റെ ഗപത എന്ന കൽത്തളത്തിൽ ലോകരക്ഷിതാവ് പാപപരിഹാരം വരുത്തുവാൻ നിന്നുകൊടുത്ത കാഴ്ച സ്നേഹിത, ഹൃദയം തുറന്നൊന്നു കാണാമോ? നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് അടിയേറ്റ് തകർന്നവൻ, കുന്തത്താൽ ഹൃദയം തുളയ്ക്കപ്പെട്ടവൻ, ചങ്കിലെ ചോരയൊഴുക്കി കൈകാലുകളിൽ നിന്ന് രക്തം നിനക്കൊഴുക്കി തന്ന്, അവന്റെ തലമേൽ നിന്ന് രക്തം നിനക്കായിട്ടൊഴുക്കി തന്ന് നിന്നെ ശുദ്ധീകരിച്ചവനായ ദൈവം, നിന്നെ കഴുകി പാപത്തിൽ നിന്ന് വിടുതൽ തരുന്നവനായ ദൈവം ഇന്ന് രാത്രി ക്രൂശിലേക്ക് ഒരു നിമിഷം നോക്കാമോ? പുറം കണ്ണുകൾ അടച്ചേ, അകം കണ്ണുകളൊന്ന് തുറക്ക് സഹോദര സഹോദരി. നിന്റെ കഴിഞ്ഞ കാലങ്ങളിൽ എണ്ണമറ്റ പാപങ്ങൾക്ക് പരിഹാരം ഇന്ന് രാത്രി അവന്റെ ക്രൂശിൽ സാധ്യമാകുന്നു. ഞങ്ങളത് നിങ്ങളോട് വിളംബരം ചെയ്യുകയാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത് അതാണ്. ഇതൊരു വേദപാഠ കൂട്ടമാണെങ്കിൽ ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യേശു ക്രൂശിക്കപ്പെട്ടതുകൊണ്ടാണ് ഞങ്ങൾക്ക് പ്രസംഗം ഉണ്ടായത്. യേശു ക്രൂശിക്കപ്പെട്ടതുകൊണ്ടാണ് ഒരു കൂട്ടം ദൈവമക്കൾ ലോകത്തിലുണ്ടായത്. ഇന്ന് രാത്രി അത് ശക്തിയുക്തം ഞങ്ങൾ വിളിച്ചു പറയും. അവന്റെ കാൽവറി അത്ഭുതമല്ലേ, എത്ര മനോഹരമായിരിക്കുന്നു, എന്തെല്ലാം അത്ഭുതങ്ങൾ അതിൽ സംഭവിച്ചു. അവിടെ ഒന്ന് തുരുതുരാ ഒഴുകുന്ന രക്തം നമ്മുടെ പാപത്തിന് പരിഹാരം. ഏറിയ കാലത്തിന് മുമ്പ് മഹാകവി കെ വി സൈമൺ സാർ യേശുവിന്റെ ക്രൂശിനെ കണ്ടപ്പോൾ ഒരു മനോഹരമായ സാഹിത്യ രൂപത്തിൽ താൻ എഴുതി ഒരു മനോഹര ഗാനം താൻ ഉണ്ടാക്കി. അത് അദ്ദേഹം പിൽക്കാലത്ത് പാടി ക്രൈസ്തവ കൈരളിയില് പാടി ആനന്ദിച്ച് സന്തോഷിക്കുന്ന, വേദനയിലും ദുഃഖത്തിലും ഒക്കെ പാടി സന്തോഷിച്ച ഒരു മനോഹര ഗാനമായിരുന്നു അത്. നമുക്ക് ചേർന്നൊന്ന് പാടാം. അറിയാവുന്നവരുണ്ടെങ്കിൽ ചേർന്ന് പാടിയാട്ടെ. ദൈവത്തിന് സ്തോത്രം. തുംഗപ്രതാപമാർന്ന ശ്രീയേശുനായകനേ, തുംഗപ്രതാപമാർന്ന ശ്രീയേശുനായകനേ, ഞങ്ങൾക്ക് നന്മ ചെയ്ത കാരുണ്യവാരിധിയേ, ഞങ്ങൾക്ക് നന്മ ചെയ്ത കാരുണ്യവാരിധിയേ, വണങ്ങിടുന്നടിയ തവ പാദങ്ങളാശ്രയമേ, ഓ വണങ്ങിടുന്നടിയ തവ പാദങ്ങളാശ്രയമേ. നിർമ്മലമായ രക്തം ശർമ്മദാ നീ ചൊരിഞ്ഞ്, നിർമ്മലമായ രക്തം ശർമ്മദാ നീ ചൊരിഞ്ഞ്, കന്മഷം പോക്കി ദുഷ്ടകർമ്മ ഫലത്തിൽ നിന്ന്, കന്മഷം പോക്കി ദുഷ്ടകർമ്മ ഫലത്തിൽ നിന്ന് വിടുതൽ ചെയ്തതിനാൽ ഞങ്ങളടി വണങ്ങിടുന്നേ, വിടുതൽ ചെയ്തതിനാൽ ഞങ്ങളടി വണങ്ങിടുന്നേ. തുംഗപ്രതാപമാർന്ന ശ്രീയേശുനായകനേ, തുംഗപ്രതാപമാർന്ന
ശ്രീയേശുനായകരേ, ഞങ്ങൾക്ക് നന്മ ചെയ്ത കാരുണ്യവാരിധിയേ, ഞങ്ങൾക്ക് നന്മ ചെയ്ത കാരുണ്യവാരിധിയേ, വണങ്ങിടും നടിയ തവോ പാദങ്ങളശ്രയമേ, ആമേൻ വണങ്ങിടും നടിയ തവോ പാദങ്ങളശ്രയമേ. സമനയെന്ന തൊട്ടത്തിലെത്തി ഭവാൻ, സമനയെന്ന തൊട്ടത്തിലെത്തി ഭവാൻ, രക്തം വിയർത്തതീക ദുഃഖമനുഭവിച്ച്, രക്തം വിയർത്തതീക ദുഃഖമനുഭവിച്ച്, ചരിതമോർത്തിടുമ്പോൾ മനമുരുകിടുന്നു വരാ, ഓ ചരിതമോർത്തിടുമ്പോൾ മനമുരുകിടുന്നു വരാ. ഓ തുംഗപ്രതാപമാർന്ന ശ്രീ യേശുനായകനേ, തുംഗപ്രതാപമാർന്ന ശ്രീ യേശുനായകനേ, ഞങ്ങൾക്ക് നന്മ ചെയ്ത കാരുണ്യവാരിധിയേ, ഞങ്ങൾക്ക് നന്മ ചെയ്ത കാരുണ്യവാരിധി, വണങ്ങിടും നടിയാ തവ പാദങ്ങളശ്രയമേ, ആമേൻ വണങ്ങിടും നടിയാ തവ പാദങ്ങളശ്രയമേ. തുംഗപ്രതാപമാർന്ന ശ്രീ യേശുനായകനേ, തുംഗപ്രതാപമാർന്ന ശ്രീയേശുനായകനേ, ഞങ്ങൾക്ക് നന്മ ചെയ്ത കാരുണ്യവാരിധി, ഞങ്ങൾക്ക് നന്മ ചെയ്ത കാരുണ്യവാരിധി, വണങ്ങിടും നടിയ തവ പാദങ്ങളശ്രയമേ, അമ്മേൻ വണങ്ങിടും നടിയ തവ പാദങ്ങളശ്രയമേ, ഓ വണങ്ങിടും നടിയ തവ പാദങ്ങളശ്രയമേ, ഓ വണങ്ങിടും നടിയ തവ പാദങ്ങളശ്രയമേ. ഇന്ന് രാത്രി വേളയിൽ ക്രൂശിങ്കലേക്ക് നോക്കുമ്പോൾ മനുഷ്യവർഗത്തിന്റെ സകല പാപവും കഴുകി ഒഴിച്ചു കളഞ്ഞ ദൈവപുത്രനായ യേശു ഇന്ന് രാത്രി സ്നേഹിത നിന്റെ പാപത്തിനും നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന്റെ പരിഹാരമായി ക്രൂശിങ്കലേക്ക് നിങ്ങൾ അടുത്തു വന്നാൽ പാപത്തെ കഴുകി ശുദ്ധീകരിപ്പാൻ അവൻ നീതിമാനായി വിശുദ്ധനായി നമ്മുടെ മധ്യേ ഉണ്ട് എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ഒരു പാപിയുടെ ആരംഭം പാപത്താൽ ജനിച്ച് പാപം ചെയ്ത് ദാസനായി സാത്താന്യാത്മാവിൽ പിടിക്കപ്പെട്ട് പാപം ചെയ്ത് മുൻപോട്ട് പോയാൽ ഒരു ന്യായവിധിയുണ്ട്, ശിക്ഷാവധിയുണ്ട്. പരിഹാരം യേശുവിന്റെ കാൽവറി. അതിലേക്ക് വന്നാൽ നിന്റെ ജീവിതത്തെ മറ്റൊരവസ്ഥയിൽ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. അതാണ് മനുഷ്യ ജീവിതത്തിന്റെ ആരംഭത്തിന്റെ അവസാനത്തിന്റെ രണ്ടാം ഭാഗം, ഒരു നീതിമാന്റെ ജീവിതാരംഭവും അതിന്റെ അവസാനവും. എന്താണ് ഒരു നീതിമാന്റെ ജീവിതാരംഭവും അവസാനവും എന്ന് പറയുന്നത്? ഒരു മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയപ്പോൾ അവന്റെ സൃഷ്ടിയുടെ ആരംഭത്തില് ദൈവത്തിന്റെ പ്രവർത്തികൾക്ക്, കൈകളുടെ പ്രവർത്തിക്ക് അവനെ അധിപതിയാക്കി എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. കൈകളുടെ പ്രവർത്തിക്ക് അവനെ അധിപതിയാക്കി. എന്നാൽ മനുഷ്യൻ ആ ആധിപത്യത്തിൽ നിന്ന് മാറിപ്പോയി. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ, വായിച്ചാട്ട് 2:7, നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. അടുത്തത്, നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക്, നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി, നീ അവനെ അധിപതിയാക്കി സകലവും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. സകലവും അവന്റെ കാൽ കീഴ് ആക്കിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സകലവും അവന്റെ കാൽ കീഴെ ആക്കിയിരിക്കുകയാണ്. സകലതും അവന്റെ കാൽ കീഴാക്കി. ഇതിന് ദൈവത്തിന്റെ പ്രവർത്തികൾക്ക് അവനെ അധിപതിയാക്കി. എന്നാൽ പാപം മനുഷ്യ ജീവിതത്തിൽ വന്ന് ഈ ആധിപത്യത്തിൽ നിന്ന് മനുഷ്യൻ തള്ളപ്പെട്ടപ്പോൾ സ്നേഹവാനായ ദൈവം മനുഷ്യനെ തള്ളിക്കളയാതെ അവനെ ഉൾക്കൊള്ളുന്ന ദൈവം, ഉൾക്കൊണ്ടവൻ മനുഷ്യനെ മറ്റൊരു പാതയിലേക്ക് കൊണ്ടുവരുന്നു. അതാണ് അവന്റെ നീതീകരണം എന്ന് പറയുന്നത്. അപ്രകാരമുള്ള അവസ്ഥയ്ക്കായി ദൈവം അവനെ മറ്റൊരു പ്രവൃത്തി ഏൽപ്പിക്കുന്നു. അവിടെയാണ് ഒരു നീതിമാന്റെ ജീവിത ആരംഭം തുടങ്ങുന്നത്. ഒരു നീതിമാന്റെ ജീവിതം ആരംഭിക്കുന്നത് അവിടെ. ദൈവത്തിന്റെ കൈകളുടെ പ്രവൃത്തിക്ക് അധിപതിയായിരുന്നവൻ പ്രവൃത്തി ദോഷത്താൽ അവൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയപ്പോൾ അവനെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം മറ്റൊരു പ്രവൃത്തി അവനിൽ ആരംഭിച്ചു. ഫിലിപ്പ്യ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം വായിക്കാം. ഫിലിപ്പിയർ 1:4, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ
യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. പ്രവൃത്തി നഷ്ടപ്പെട്ട മനുഷ്യനിൽ മറ്റൊരു പ്രവൃത്തി ആരംഭിക്കുന്നു. ഏതാണ്? നല്ല പ്രവൃത്തി, ഗുഡ് വർക്ക്സ്. നല്ല പ്രവൃത്തികൾ യേശു ആരംഭിക്കുകയാണ്. ഈ പ്രവർത്തനം എങ്ങനെയാണ് മനുഷ്യനിൽ ഉണ്ടാകുന്നത്? ദൈവത്തിന്റെ കൈകളുടെ പ്രവൃത്തിക്ക് അധിപതിയായവൻ പാപത്താൽ പ്രവർത്തനം നഷ്ടപ്പെട്ടു പോയപ്പോൾ ദൈവം മറ്റൊരു പ്രവൃത്തി അവനിൽ ആരംഭിച്ച് അവനെ നീതിമാനാക്കുവാൻ ദൈവം തീരുമാനിക്കുന്നു. പാപത്താൽ നഷ്ടപ്പെട്ടെങ്കിൽ എങ്ങനെ ആരംഭിക്കും? എനിബഡി? ആർക്ക് പറയാം? പാപത്താൽ പ്രവൃത്തി നഷ്ടപ്പെട്ടെങ്കിൽ എങ്ങനെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിക്കുന്നത്? നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ എങ്ങനെയെന്ന് ആർക്കെങ്കിലും പറയാമോ? ആർക്കെങ്കിലും പറയാമോ? ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ ആ പ്രവൃത്തി അവൻ ആരംഭിക്കുകയാണ്. എബ്രായ ലേഖനം 10:39 വാക്യം വായിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, നാം നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. വായിച്ചാട്ട്, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിൽ അല്ല. വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രയാകുന്നു. അപ്പോൾ ഒരു മനുഷ്യന് പാപത്താൽ ഉണ്ടായ ശിക്ഷയിൽ നിന്ന് ദൈവം കൊടുക്കുന്ന വിടുതലായ രക്ഷയിലേക്ക് ഒരുവൻ വരുമ്പോഴാണ് നല്ല പ്രവൃത്തി ആരംഭിക്കുന്നത്. അത് സംഭവിക്കുന്നത് വിശ്വാസത്താൽ. ഓൺലി ബൈ ദ ഫെയ്ത്ത്. ദൈവത്തിന് സ്തോത്രം. വിശ്വാസത്താൽ മാത്രമേ അത് സാധ്യമാകൂ എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. മറ്റൊന്നിനാലും സാധ്യമല്ല. കർമ്മമാർഗങ്ങളിൽ സാധിക്കുമെങ്കിൽ ഭൂമിയിൽ കർമ്മത്തിന് വല്ല കുറവുണ്ടോ? ഇല്ല. ന്യായപ്രമാണം, കർമ്മത്തിന്റെ വ്യവസ്ഥ മനുഷ്യന്റെ മുൻപാകെ ഒന്നിന് പിന്നാലെ ഒന്നായി കൊടുത്തു. ഒരു കർമ്മം തെറ്റിയാൽ അതിന് മറ്റൊരു കർമ്മം, ആ കർമ്മം തെറ്റിയാൽ പിന്നൊരു കർമ്മം, അത് തെറ്റിയാൽ മറ്റൊരു കർമ്മം. കർമ്മം ചെയ്ത് അക്കാലത്തിലുള്ളവർ വഴിയാധാരമായപ്പോൾ ദൈവം തന്റെ പുത്രന്റെ കാലസമ്പൂർണതയിങ്കൽ സ്ത്രീയുടെ സന്തതിയായി ലോകത്തിൽ അയച്ച് പാപത്തിന് പരിഹാരം വരുത്തി പാപത്തിന് തന്റെ ജഡത്തിൽ ശിക്ഷ വിധിച്ചപ്പോൾ മനുഷ്യന്റെ പ്രവൃത്തി നല്ലത് എന്നവനിൽ ആരംഭിക്കുവാനുള്ള സമയമായി. കാലത്തിന്റെ സമ്പൂർണതയെങ്കിൽ ദൈവം ആ പ്രവൃത്തി ആരംഭിച്ച് വിശ്വാസത്താൽ അത് ആരംഭിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇന്ന് രാത്രി നാം വന്നിരിക്കുന്ന കൂട്ടം ഏതെന്ന് ചോദിച്ചാൽ പെന്തിക്കോസ് കൂട്ടമെന്ന് ആരും പറഞ്ഞ് സന്തോഷിക്കേണ്ട. അതൊക്കെ അതിന് പ്രത്യേക ഒരു അനുഭവത്തിലൂടെ വന്ന ഒരു പേരാണ്. വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം ഓരോരുത്തരും ആയിരിക്കണം. അപ്പൊ ചോദിക്കുക, എന്താണ് ഈ രക്ഷ എന്നുള്ളത്? രക്ഷ എന്നുള്ളതിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ പഴയ നിയമത്തിന്റെ മൂല ഭാഷയാകുന്ന എബ്രായ ഭാഷയെക്കുറിച്ച് നാം പഠിച്ചാൽ രക്ഷ, ജീവരക്ഷ എന്നുള്ളതിന് പ്രധാനമായി 2 പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് യാസ, YASA എന്ന് പറയുന്ന ഒരു പദം. യാസ എന്ന പദത്തിന്റെ അർത്ഥം സുരക്ഷിതത്വം, പ്രൊട്ടക്ഷൻ. ദൈവത്തിന് സ്തോത്രം. എന്താ രക്ഷ? പെട്ടെന്ന് മനസ്സിലാക്കാൻ പറയുകയാണ്, ദൈവം നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ഒരുക്കുകയാണ്. സാത്താൻ നിങ്ങളെ തൊടാതെ വണ്ണം. നമുക്കറിയാമല്ലോ, ഒരു പാപിയെ നാശത്തിലേക്ക് തള്ളുവാൻ സാത്താൻ അവന്റെ സ്പിരിറ്റുകൾ കൊണ്ടുവന്നവനെ ഇങ്ങനെ തള്ളി 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 നരകത്തിന്റെ കവാടത്തിൽ എത്തിച്ചവനെ തള്ളി തീപ്പൊയ്കയിലിടുമ്പോൾ അത് വരാതിരിപ്പാൻ നിങ്ങൾക്ക് ദൈവം വെക്കുന്ന പ്രൊട്ടക്ഷൻ, സുരക്ഷിതത്വത്തിന്റെ പേരാകുന്നു യാസ അഥവാ രക്ഷ എന്ന് പറയുന്നത്. എബ്രായ ഭാഷയിൽ യാസ എന്ന് പറഞ്ഞാൽ സുരക്ഷിതത്വം, അതാണ് രക്ഷ. രക്ഷയുടെ ഒന്നാമത്തെ അനുഭവം നോക്കുമ്പോൾ അത് നിങ്ങൾക്കൊരു സുരക്ഷിതത്വത്തെ തരികയാണ്. അടുത്തതായി നാം അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഗാൽ, GAL എന്ന് പറയുന്ന ഒരു പദത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിന്റെ അർത്ഥം മറുവില കൊടുത്ത് വീണ്ടെടുക്കുക എന്നുള്ളതാണ്. വില കൊടുത്ത് വീണ്ടെടുക്കുക. അതാണ് യേശു തമ്പുരാൻ ചെയ്തത്. ഒരു പാപിയെ വീണ്ടെടുക്കുവാൻ അവനൊരു വില കൊടുത്ത് അവനെ എടുത്തു എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു. അപ്പോൾ വിശ്വാസത്താൽ നമുക്കൊന്നാമത് രക്ഷ ലഭ്യമാവുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ ആരംഭം, നീതിമാന്റെ ജീവിതം ആരംഭിച്ച് പടിപടിയായി മുൻപോട്ട് പോകുന്നു. എന്തിനെന്നറിയാമോ? ഒരവസാനമുണ്ട്. നീതിമാന്റെ ജീവിതത്തിനൊരു അവസാനമുണ്ടെങ്കിൽ ആ അവസാനത്തിലേക്ക് അവൻ വരുവാൻ തുടക്കം, അവന്റെ പ്രവൃത്തി തുടങ്ങുന്നത് വിശ്വാസത്താൽ. അടുത്തതായി നാം നോക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം വായിച്ചാൽ ദൈവവചനം പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുക്കുന്നു. വായിച്ച് 1:12 വാക്യം. അവനെ കൈക്കൊണ്ട്
അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ആ. ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ദൈവമക്കളാകാനുള്ള അധികാരം ദൈവം നമുക്ക് തരികയാണ്, നമ്മൾ എടുത്തോണം. ദൈവത്തിന് സ്വതന്ത്രം അല്ല. ആരെ ഇവിടെ പിടിച്ച് നമ്മളെ പിടിച്ചു കയറ്റി കയറ് കെട്ടി വലിച്ച് സഭയ്ക്കകത്ത് കൊണ്ടുവന്ന് നമ്മുടെ നെറ്റിമേലൊരു പേപ്പർ ഒട്ടിച്ചിട്ട് ചൈൽഡ് ഓഫ് ഗോഡ് എന്നൊന്നും ആരും അവിടെ എഴുതി വെക്കല. അധികാരം നിങ്ങൾക്ക് ചോസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് തരിക. അവനെ കൈക്കൊള്ളണം. അവനെ എന്ന് പറഞ്ഞാൽ ആരാണത്? യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ സകല നാമത്തെക്കാളും മേലായ നാമത്തെ ഏറ്റുകൊണ്ട് അവന്റെ നാമത്തെ വിശ്വസിക്കുമ്പോൾ, ഒന്ന്, അവന്റെ നാമത്തെ വിശ്വസിക്കുമ്പോൾ ജീവരക്ഷ ഉണ്ടാകുന്നു. രണ്ട്, വിശ്വാസത്താൽ ദൈവമക്കളാകുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മെ ദൈവമക്കളാക്കിയിരിക്കുക കേട്ടോ. ചിൽഡ്രൻ ഓഫ് ഗോഡ്. നാം ദൈവത്തിന്റെ മക്കളെ. ഒന്ന് ഓർത്തു നോക്കിയേ, ഈ അണ്ടകടാഹങ്ങളെ മുഴുവൻ ഉണ്ടാക്കിയെടുത്ത് ദൈവത്തിന്റെ മകനാണ് ഞാനെന്ന് പറയാൻ സന്തോഷമുള്ള എത്ര പേരുണ്ട്? എത്ര പേർക്കത് പറയുവാൻ കഴിയും? അഭിഷേകം തന്നപ്പോൾ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സുപുത്രന്റെ ആത്മാവിനെ നമുക്ക് നൽകി ദൈവത്തിന്റെ പുത്രന്മാർ പുത്രിമാരാക്കി തീർത്ത് ഫാമിലി ഓഫ് ഗോഡ്. ദൈവത്തിന്റെ കുടുംബത്തിൽ അങ്ങ് ഈ ഭൂമിയിൽ ഏറ്റവും വലിയ കുടുംബം ഏതാണെന്നറിയാമോ? ഇത് ലോകത്തിൽ പലർക്കും പല വിധത്തിലുള്ള കുടുംബ പേരുകൾ നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. കുടുംബങ്ങളുടെ ഒക്കെ പേരുകൾ, വീട്ടുപേരും കുടുംബങ്ങളുടെ ഒക്കെ പേരും പലതും പല രീതിയിലൊക്കെ വന്നുണ്ടായതാ. എന്നാൽ ഈ പ്രപഞ്ചഗോളത്തില്, ഈ പ്രപഞ്ചത്തില് കാണപ്പെടുന്ന ഏറ്റവും വലിയ ഫാമിലി കുടുംബം ഏതാണെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ ഭവനക്കാരെന്നൊരു വചനമുണ്ട്. നാം ദൈവത്തിന്റെ കുടുംബക്കാരാണ്. ഫാമിലി ഓഫ് ഗോഡ്. സന്തോഷമുണ്ടോ? ദൈവത്തിന്റെ കുടുംബത്തിൽ എന്നെ അംഗമാക്കിയതിൽ സന്തോഷമുള്ളവർ ദൈവത്തിന്റെ മകൻ മകളെന്ന് വിളിക്കപ്പെടുവാൻ ദൈവം നമ്മുടെ അയോഗ്യത നോക്കാതെ യോഗ്യരാക്കിയതിൽ സന്തോഷമുള്ള ദൈവമക്കളെ, സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയയ്ക്ക് ഒരു ശബ്ദം പോലെ എന്ന് വെച്ചാ ഇതിലൊരു സന്തോഷമൊന്നുമില്ല. സന്തോഷം സോഷ്യൽ മീഡിയയിലാണെന്നാ തോന്നുന്നത്. ദൈവത്തിന്റെ കുടുംബത്തിൽ സന്തോഷമുള്ളവര് ഉണ്ടെങ്കിൽ ചുമ്മാ ഇങ്ങനെ ഈയലിനെ വിഴുങ്ങിയ തവളെ പോലെ ഇരിക്കാതെ സന്തോഷത്തോടൊരു ഹല്ലേലൂയ ശക്തിയോടൊന്ന് പറഞ്ഞാട്ടെ. കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ മുഴക്കിയാട്ടെ. ചിലപ്പോ കയറി ചെല്ലുമ്പോ കണ്ടം പേരൊരു കാര്യം ചോദിക്കും, ഇന്നെന്താ പതിവില്ലാത്ത ഹല്ലേലൂയൊക്കെ കേട്ടെന്ന് ചോദിച്ചാ ഞങ്ങളുടെ കുടുംബത്തിന്റെ പേര് മാറിയെന്നങ്ങ് പറഞ്ഞാൽ മതി. ധൈര്യമായിട്ട് പറഞ്ഞു, ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. നമ്മെ ദൈവം കൊണ്ടാക്കി വെച്ച കുടുംബം എത്ര വലുതെന്നറിയാമോ? ദൈവത്തിന്റെ മക്കളാക്കി നമ്മെ അവൻ തീർത്തിരിക്കുകയാണ്. പക്ഷേ പ്രകാരമെന്നറിയാം, വിശ്വാസം അതില്ലെങ്കിൽ കുടുംബത്തിലല്ല, കുടുംബത്തിന് പുറത്താണ്. ഈ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഒരു നീതിമാന്റെ ജീവിതം ആരംഭിച്ച് അവസാനിക്കുന്ന നീതിയിലാകുന്നു, ദൈവത്തിനുള്ള വിശ്വാസത്താലാകുന്നു. അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നത്, മൈ റൈച്ചസ് ലിവ് ബൈ ഫെയ്ത്ത്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കൂ. അപ്പൊ വിശ്വാസത്താൽ ജീവിക്കുന്ന നീതിമാന്മാരായിരിക്കണം. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? പണ്ടൊരിക്കൽ ഒരാൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മഴ പെയ്യരുത്, മഴ പെയ്യരുത് കർത്താവേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു യാത്ര പോവുകയാണ്. പോയിട്ട് പത്തിയോട് ഇറങ്ങി വന്നിട്ട് തിരിച്ചു വന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, അടി ഒരു കൊട ഇങ്ങ് തരാൻ പറഞ്ഞു. അപ്പൊ അവർ ചോദിച്ചു, എന്തിനാ കൊട? മഴ പെയ്തെങ്കിലോ? അപ്പൊ നിങ്ങൾ പ്രാർത്ഥിച്ച എന്തിനാ? മഴ പെയ്യാതിരിക്കാൻ പ്രാർത്ഥിച്ചിട്ട് പിന്നെയും പോപ്പിക്കോടയും പിടിച്ചുകൊണ്ട് പോവുകയാണ്. പലരുടെയും വിശ്വാസമൊക്കെ ഇത്രയേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, വിശ്വാസം നിങ്ങൾക്കുണ്ടോ? യേശു എന്താ പറഞ്ഞതെന്നറിയാമോ? ഈ മലയോട് കടലിൽ ചാടിപ്പോകാൻ പറഞ്ഞാൽ പോകൂ. ഏറിയ കാലങ്ങൾക്ക് മുമ്പ് ഒരു മിഷനറി വനിത, അവൾക്കൊരു ഓർഫനേജ് തുടങ്ങുവാൻ, അനാഥരെ പരിപാലിപ്പാൻ ഒരു സ്ഥലം ഗവൺമെന്റിനോട് അവരൊരു ആപ്ലിക്കേഷൻ കൊടുത്തു. എന്നാൽ അത് കൊടുക്കേണ്ട ഉദ്യോഗസ്ഥര് ഈ ദൈവികമായ പദ്ധതികൾക്ക് വിരോധമായി ചിന്തിച്ചവരാകിയാൽ ഒരു പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു സ്ഥലം അവർക്ക് കൊണ്ട് കൊടുത്തു. അവരൊറ്റയ്ക്ക് ജീവിക്കുന്നവരാ. അവര് ആ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, സാറേ ഞാൻ ഏകയാണ്, ഒറ്റയ്ക്ക് ജീവിക്കുക, വിധവയാ. എന്റെ ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെയാണ് ഞാൻ സാധുക്കളെ സംരക്ഷിക്കുവാൻ പഠിച്ചത്. അതുകൊണ്ട് ഇങ്ങനൊരു സ്ഥലം തന്നാൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒരു ബിൽഡിംഗ് കെട്ടാൻ പറ്റുകയില്ല. അദ്ദേഹം ദൈവവചന വിരോധിയായിരുന്നു. അവൻ പറഞ്ഞു, എടി നിന്റെ ബൈബിളിൽ ഉണ്ടല്ലോ മലയോട് കടലിൽ ചാടാൻ പറഞ്ഞാൽ ചാടുവല്ല, പറഞ്ഞങ്ങ് ചാടിക്കാൻ പറഞ്ഞു. അവൾ ദുഃഖിതയായി തന്റെ ഹട്ടിൽ കുടിലിലേക്ക് വന്നു. ആ ചെറിയ വാതിലും നടച്ചു, മുട്ടുകാലയിൽ നിന്നു, കണ്ണുകൾ അങ്ങോട്ട് ഉയർത്തി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുവാൻ തുടങ്ങി. അവൾ വിളിച്ചു പറഞ്ഞു, കർത്താവേ, ഇവൻ അങ്ങയുടെ വചനത്തെയാണ് നിന്ദിച്ചത്. ഈ വചനം പറഞ്ഞ് നിന്ദിച്ചത് അങ്ങ് കേട്ടല്ലോ, എന്നെ സഹായിക്കണമേ. പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് കതവിന് മുട്ടുന്ന ശബ്ദം കേട്ടു. അവൾ കതവ് ഒന്ന് തുറന്നപ്പോൾ ചില ആളുകൾ നിൽക്കുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങൾ എഞ്ചിനീയേഴ്സ് ആണ്, ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ആണ്, ഞങ്ങൾ കടലിൽ സീൽ പാലം പണി ബ്രിഡ്ജ് പണിയുന്ന ഒരു കോൺട്രാക്ട് ഈ അടുത്ത സമയത്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഗവൺമെന്റ് ഒരു സ്ഥലം അനുവദിച്ചതെന്ന് ഞങ്ങൾ കേട്ടിരിക്കുന്നു. അത് പാറ നിറഞ്ഞ സ്ഥലമാണ്. നിങ്ങളത്
അനുവദിച്ചാൽ ആ സ്ഥലത്തുള്ള പാറ റബിൾ ഞങ്ങൾ എടുത്തുകൊണ്ടുപോയി കടലിൽ ഞങ്ങളുടെ പാലം പണിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണ്ട പണം ഞങ്ങൾ തന്നുകൊള്ളാം. നോക്ക്, വചനത്തിൽ വിശ്വാസമുണ്ടോ? എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കൂ. മലയോട് സമുദ്രത്തിൽ പോകാൻ പറഞ്ഞാൽ പോകൂ. ഇന്ന് രാത്രി പോകൂ. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തില് പർവ്വത സമാനമായ പ്രശ്നങ്ങൾ, ഒരുപക്ഷെ പാപം, അല്ലെങ്കിൽ രോഗം, അല്ലെങ്കിൽ മറ്റു വിപത്തുകള്, അല്ലെങ്കിൽ മന്ത്രവാദം, ആഭിചാരമോ ക്ഷുദ്രപ്രയോഗമോ സാത്താന്റെ കെട്ടുകളോ ആണെങ്കിൽ ഇന്ന് രാത്രി വേളയില് മലയോട് നീങ്ങിപ്പോകുവാൻ പറഞ്ഞാൽ അത് പോകുമെന്ന് വചനം പറഞ്ഞെങ്കിലേ ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടോ? ഒരു നിമിഷം വലം കരങ്ങൾ ഉയർത്തിയേ. അത് സാധ്യമാകുമെന്ന് ഉറപ്പുള്ളവര് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്, ദൈവത്തെ സ്തുതിക്കുന്ന ശബ്ദമൊന്ന് കേൾക്കട്ടെ. അത്ഭുതം അവൻ ചെയ്തു തുടങ്ങട്ടെ. ഒരു നീതിമാന്റെ ജീവിതത്തില് അവന്റെ അത്ഭുത പ്രവർത്തികള് അവൻ വെളിപ്പെടുത്തട്ടെ. ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് രാത്രി വേളയിൽ അവൻ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന, നമുക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുന്ന അത്ഭുതവാനായ ദൈവമായി നമ്മുടെ മധ്യമുണ്ട്. വിശ്വാസത്താൽ നാം ദൈവത്തിന്റെ മക്കളാകുന്നു. വീണ്ടും നാം ദൈവത്തിന്റെ വചനത്തിലേക്ക് വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 38-39 വാക്യങ്ങൾ വായിച്ചു നോക്കിയാൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ പുറപ്പെട്ടു വരും എന്ന് ദൈവവചനം ഓർപ്പിക്കുകയാ. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന് നദികൾ പുറപ്പെട്ടു വരും. വിശ്വാസത്താൽ രക്ഷയുണ്ടാകുന്നു, വിശ്വാസത്താൽ ദൈവമക്കളാകുന്നു. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന് നദികൾ. അവൻ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. അടുത്ത വാക്യത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു, വിശ്വാസത്താൽ നിന്നെ ദൈവം രക്ഷിക്കുന്നു, വിശ്വാസത്താൽ നിനക്കൊരു സുരക്ഷ. അടുത്തത്, വിശ്വാസത്താൽ നിനക്കൊരു വീണ്ടെടുപ്പ്, വിശ്വാസത്താൽ നിന്നെ ദൈവമകനും മകളുമാക്കുന്നു, വിശ്വാസത്താൽ ദൈവം നിനക്ക് അഭിഷേകത്തെ നൽകി തന്നെ നടത്തുകയാണ്. ഇന്ന് രാത്രി വേളയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശ്വാസത്താൽ ദൈവത്തിന്റെ മക്കൾ എന്നുള്ള ഭാഗ്യകരമായ പദവി എത്ര അത്ഭുതമെന്നറിയാമോ? ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ഏതാ ഏറ്റവും വലിയ ഭാഗ്യം? നാളെയാണ് ജയ്മാതൃഭൂമി വീക്കിലി ലോട്ടറി ബമ്പർ 10 രൂപ കൊടുത്താട്ടെ, 10 ലക്ഷം കൊണ്ട് പൊക്കോട്ടെ എന്ന് വിളിച്ച് പറയുന്ന അനൗൺസ്മെന്റുകാരന്റെ അനൗൺസ് കേട്ട് 10 രൂപ കൊടുത്ത് ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിക്കാൻ പോകുന്ന പെന്തിക്കോസുകാർ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നീ ദ്രവ്യാഗ്രഹിയാണ്, നിനക്ക് നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടേ കിട്ടുകയുള്ളൂ. അതാണോ ഭാഗ്യം? ലോകം തെരഞ്ഞെടുക്കുന്ന ഭാഗ്യവാന്മാരല്ല ഭാഗ്യവാന്മാർ. ഏതാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്നറിയാമോ? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ച് ദൈവമക്കളായി തീർന്നവന്റെ കൽപ്പന ഏറ്റുകൊള്ളുമ്പോൾ, അവന്റെ കൽപ്പന പ്രമാണിക്കുന്നവർ, യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഞാൻ എടുത്തെടുത്ത് പറയുക, സർവശക്തനായ ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ വഴികളെ നടപ്പാൻ, ദൈവവചനത്തെ അനുസരിച്ച് അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർ ആരോ അവരത്രേ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ. ആ ഭാഗ്യപദവി നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ടോ? യേശു ഉള്ളത്തിൽ വന്നാലുണ്ട് സന്തോഷം എത്ര വലുതാണെന്നറിയാമോ? യേശു നമ്മുടെ ഉള്ളത്തിൽ വന്നാൽ ലഭ്യമാകുന്ന സമാധാനം എത്ര വലുതാണ്. ചുങ്കക്കാരനായ സക്കായിയുടെ ഭവനത്തിൽ യേശു കടന്നു വന്നു. അവൻ യേശു എങ്ങനെയുള്ളവനെന്ന് അറിയുവാൻ ആളിൽ കുറുകിയവൻ 4.25 അടി നീളമുള്ള മുണ്ടൻ സക്കായി വലിഞ്ഞു പിടിച്ച് കാട്ടത്തിയുടെ മേളിൽ കയറി ഇലയുടെ ഇടയിൽ കൂടെ കണ്ണിട്ട് നോക്കി യേശുവിനെ കാണുവാനിരിക്കുമ്പോൾ യേശുവും പുരുഷാരവും കടന്നു വന്ന് അത്തിമരത്തിന്റെ ചുവട്ടിൽ നിന്ന് മുകളിലേക്കൊന്ന് നോക്കി. ഇന്നത്തെ സക്കായിമാര് വല്ലതും ആരുടെ കൈവിട്ട് താഴെ വീടിനി, കാരണം അറ്റാക്ക് വന്ന് താഴെ പോയാൽ ആ നോട്ടത്തിൽ ആരാ വീഴാത്തത്? അയ്യോ, അവിടെ വീഴാതിരിക്കാൻ പറ്റുകയില്ല. സക്കായി ആത്മധൈര്യമുള്ളവനായിട്ട് അള്ളിപ്പിടിച്ച് മരത്തിൽ ഇങ്ങനെ പല്ലിയിരിക്കുന്ന പോലെ അവിടെ പറ്റിപ്പിടിച്ചിരുന്നു. അങ്ങോട്ട് നോക്കിയിട്ട് പറഞ്ഞു, സക്കായി ഇറങ്ങി വാ, നീ ഈ പല നാളുകളായിട്ട് ദൈവവചനം കേൾക്കാൻ അവിടെ ഇവിടെ ഒക്കെ ഒളിഞ്ഞും പാത്തും ഒക്കെ നിന്ന് കേട്ടതൊക്കെ ഇറങ്ങി വാ, ഇങ്ങോട്ടിങ്ങി വാ എന്ന് പറഞ്ഞു. യേശുവിന്റെ ഭവനത്തിലേക്ക് ചേർത്തു. അവിടെ ചെന്ന് കയറിയപ്പോഴേ സക്കായിച്ചാൻ വിളിച്ചു പറഞ്ഞു, ഞാൻ കള്ളനാണ്, ഞാൻ ചതിയനാണ്, ഞാൻ തട്ടിപ്പിന്റെ ഉസ്താദാണ് എന്നെല്ലാം. ആ യേശു ഒന്നും പറഞ്ഞില്ല, സുവിശേഷമൊന്നും അവനോട് പറഞ്ഞില്ല. അവൻ പറയാ, ചതിയായി വാങ്ങിച്ചെല്ലാം 4 മടങ്ങ് കൊടുത്തോളാം. യേശു വീട്ടിനകത്തേക്ക് വന്നാൽ ചതിയായി വാങ്ങിയെല്ലാം മടക്കി കൊടുക്കും. അതാ മാനസാന്തരത്തിന്റെ 1-ാം പടി. ദൈവത്തിന് സ്തോത്രം. പണ്ട് 2 പേര് തമ്മില് 2 സഹോദരിമാര് ചിട്ടിക്കമ്പനി നടന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. സഹോദരി 10,000 രൂപ ഒരാൾക്ക് കടം കൊടുത്തു. കടം വാങ്ങിച്ചവള് തിരിച്ചു കൊടുക്കാൻ അവസരമില്ലാതെ വഴിയില്ലാതെ വന്നപ്പോൾ പ്രാർത്ഥിച്ച് അവൾ രക്ഷിക്കപ്പെട്ടു.
സ്തോത്രം. അപ്പൊ അങ്ങനെയാണല്ലോ ചിലർക്ക് തിരിച്ചു കൊടുക്കാൻ വകയില്ലാതെ വരുമ്പോൾ രക്ഷിക്കപ്പെടുന്നവരുണ്ട്. അങ്ങനെ രക്ഷിക്കപ്പെട്ട സഹോദരി പോയി പ്രാർത്ഥനയ്ക്ക് ഇരുന്നു. മറ്റേ കൊടുത്ത ചിട്ടിക്കാരി കമ്പനി സഹോദരി ഇത് വാങ്ങാനായിട്ട് ഓടി നടന്ന് എത്ര നോക്കിയിട്ട് ഇവളെ കാണുന്നില്ല. അന്വേഷിച്ചപ്പോഴാ പറഞ്ഞപ്പോ ഉണർവ് കൂടി നല്ല കയ്യടി ആരാധനയെ പോയി പങ്കെടുക്കുകയാണ്. എവളും അവസാനം രക്ഷിക്കപ്പെട്ടു. കാരണം എന്തിനാ? 10,000 പിടിക്കാനാ. 10,000 പിടിക്കാൻ എവളും രക്ഷിക്കപ്പെട്ടിട്ട് ചെന്നുപെട്ടത് ഇതേ സഭയിലാണ്. ചെന്നപ്പോ ആരാധനയ്ക്ക് വൈകി ചെന്നവള് പുറകെ ഇരുന്നപ്പോ 10,000 മുമ്പിൽ നിന്ന് അടിച്ച് പൊളിക്കുകയാണ്. പായും ചവിട്ടി കീറി അടുത്തിരിക്കുന്നവന്റെ കണ്ണാടി ഉന്തിത്തള്ളി കളഞ്ഞ് വലിയ ഉണർവ് കാണിക്കുമ്പോൾ ആരാധന കഴിഞ്ഞിറങ്ങി വന്നപ്പോൾ 10,000 കൊടുത്തവള് വിളിച്ചു പറഞ്ഞു, സഹോദരി, കൊച്ചമ്മേ, സിസ്റ്ററെ, നമ്മൾ രണ്ടുപേരും രക്ഷിക്കപ്പെട്ടതാണ്. ദൈവത്തിന് സ്തോത്രം. പഴയ ഒരു ഇടപാടുണ്ടല്ലോ, അതൊക്കെ തീർക്കണം. അപ്പോഴേ ഇവരങ്ങ് ആത്മാവിലായി. ദൈവത്തിന് സ്തോത്രം. അപ്പോഴേ ആത്മാവിലായി 2 ഗ്ലോറിയൊക്കെ പറഞ്ഞിട്ട് ദൈവത്തിന് സ്തോത്രം. എല്ലാം അങ്ങനെയാണ്. കുഴഞ്ഞ ഗ്ലോറിയൊക്കെ അടിച്ചങ്ങ് വിട്ടിട്ട് അവര് പറയാ, ഞാനിവിടെ വന്നിരുന്നപ്പോഴേ ദൈവാത്മാവിനോട് ഇടപെട്ടു, ശത്രു പോരാട്ടത്തിന് വരുന്നുണ്ടെന്ന്. അപ്പൊ അവര് ചോദിച്ചു, എന്താ കാര്യം? എല്ലാം തീർന്നു പോയിരിക്കുകയാ. എന്താ കാര്യം എന്നറിയാമോ? ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി. വാക്കിയോടുത്തൊരു ഒറ്റ വീശങ്ങ് വീശി. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞു പോയെന്ന്, 10,000 ഒക്കെ പോയെന്ന്. ദൈവത്തിന് സ്തോത്രം. അതല്ല മാനസാന്തരം കേട്ടോ. വാങ്ങിച്ചത് തിരിച്ചു കൊടുക്കുന്നതാ മാനസാന്തരം. പല ബന്ധിക്കോസുകാരും വാങ്ങിച്ചത് തിരിച്ചു കൊടുക്കാതെ രക്ഷിക്കപ്പെട്ടു. ഹല്ലേലൂയയും ഗ്ലോറിയും പറഞ്ഞ് തിരിച്ചു കൊടുക്കാത്ത ഏതെങ്കിലും ഇതിനിടെ ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇവിടുന്ന് എഴുന്നേറ്റ് പോയി കൊടുത്തില്ലെങ്കിലും കൊടുക്കുമെന്നുള്ള തീരുമാനമെടുത്തു. തമ്പുരാൻ തരും. ദൈവത്തിന് സ്തോത്രം. മടക്കി കൊടുക്കണം. സഹായിച്ചാൻ വിളിച്ചു പറഞ്ഞു, ഞാൻ ചതിയനാണ്, തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്, എല്ലാം തിരിച്ചു കൊടുത്തോളാം, എല്ലാം തിരിച്ചു കൊടുത്തോളാം. തിരിച്ചു കൊടുക്കുന്നതാ മാനസാന്തരം. എന്തൊരു സന്തോഷമാ ഭവനത്തിലുണ്ടായത്. യേശു ഉള്ളത്തിൽ വരുമ്പോൾ സന്തോഷം. സഹോദര, സഹോദരി, നിന്റെ ഉള്ളത്തിൽ വരുമ്പോൾ, യേശു ഉള്ളത്തിൽ വരുമ്പോഴുള്ള സന്തോഷം പറഞ്ഞറിയിക്കുവാൻ സാധ്യമല്ല. അത് വർണ്ണിച്ചു തീരുവാൻ കഴിയുന്നതല്ല. എന്തോ ഒരു വലിയ ഭാഗ്യം. ദൈവത്തിന് സ്തോത്രം. മിഷണറി വി നാഗൽ എന്ന് പറയുന്ന ഒരു ഭക്തനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വോൾബ്രിറ്റ് നാഗൽ എന്നാണ് ജർമ്മൻകാരനായ സായിപ്പ്. കേരളക്കരയിൽ വന്ന് ശുദ്ധമലയാളം പഠിച്ച് 250 ഗാനങ്ങൾ, അതിൽ 50 ശുദ്ധമലയാള ഗാനങ്ങൾ താൻ എഴുതി ഒരു പാട്ടിൽ താൻ ഇപ്രകാരം പറയുകയുണ്ടായി, ഭാഗ്യനാൾ, എന്റെ ജീവിതത്തിൽ വന്ന ഭാഗ്യം യേശുവിന്റെ ഉള്ളത്തിൽ വന്നപ്പോൾ അതൊരു ഭാഗ്യമെന്ന് ആ ഭക്തൻ അനുഭവിച്ച് അദ്ദേഹം ഹൃദയത്തിൽ ബോധ്യമായി എഴുതി പാടിയ പാട്ടാണ്, എൻ രക്ഷക, എൻ ദൈവമേ, നിന്നിലായ നാൾ ഭാഗ്യമേ, ഉള്ളത്തിൽ സന്തോഷത്തെ എന്നും ഞാക്കിടുമേ. ഭാഗ്യനാ യേശു എൻ ചേർന്ന് പാടിയാട്ടെ. ഭാഗ്യനാ യേശു എൻ പാപം തീർത്തനാ. കത്തു പ്രാർത്ഥിക്കീത അർത്ഥു ഘോഷിക്കീത. യേശുവിൻ പാപം തീർത്തനാ. വക്രിയായ നടന്നു കർത്തനന്റെ, ഞാനവന്റെ. താൻ വിളിച്ചു, ഞാൻ പിഞ്ചെന്നു, സ്വീകരിച്ചു തൻ ശബ്ദത്തെ. ഓ ഭാഗ്യവാ യേശുവിൻ പാപം തീർത്തു കിട്ടിയവർ ചേർന്ന് പാടിയാട്ടെ. ഓ ഭാഗ്യനാ യേശുവിൻ പാപം തീർത്തനാ. വൻക്രിയായ നടന്നു, ഓ കർത്തനന്റെ, ഞാനവന്റെ. താൻ വിളിച്ചു, ഞാൻ പിഞ്ചെന്നു, സ്വീകരിച്ചു താൻ ശബ്ദത്തെ. ഭാഗ്യവാ യേശുവിൻ പാപം തീർത്തനാ. യേശുവിൻ പാപം തീർത്തനാ. കത്തു പ്രാർത്ഥിക്കീത, ഓ അർത്ഥു ഘോഷേ
രാത്രി വേളയിലും നമ്മുടെ പാപത്തിന്റെ ഭാരങ്ങളെ ദൈവം തീർത്തു തന്ന നാൾ, അതാണ് സന്തോഷത്തിന്റെ ദിനം. ഭാഗ്യകരമായ അവസ്ഥ എന്ന് പറയുന്നതാകുന്നു യേശു പാപം തീർത്തു തന്നിട്ടുണ്ടോ, അതാകുന്നു സന്തോഷത്തിന്റെ നാളുകൾ. ഇന്ന് രാത്രി വേളയിലും എന്നെ കേൾക്കുന്ന ആ പ്രിയപ്പെട്ട ദൈവമക്കളെ, വളരെ വ്യക്തതയോടുകൂടെ നാം അറിഞ്ഞുകൊള്ളണം, ഭാഗ്യകരമായ ഒരു നാൾ ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നീതിമാന്റെ അവസാനത്തെ കുറിച്ച് നോക്കുമ്പോൾ ഈ വിധ അനുഭവങ്ങളിലൂടെ ഒരു നീതിമാന്റെ ജീവിതയാത്ര ആരംഭിച്ച് സ്റ്റെപ്പായി മുൻപോട്ട് പോകുമ്പോൾ അവനൊരു അവസാനമുണ്ട്. നീതിമാന്റെ അവസാനം എന്ന വിഷയത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, മനുഷ്യന്റെ അവസാനത്തെ കുറിച്ച് നാം ഒന്ന് ചിന്തിക്കണം. 39-ാം സങ്കീർത്തനം 4-ാം വാക്യം വായിക്കുമ്പോൾ അതിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, എന്റെ ആയുസ് എത്ര എന്നുള്ളതിനെ കുറിച്ച് എന്നെ ഒന്ന് ഓർപ്പിക്കണം, എന്നെ ഒന്ന് അറിയിക്കണം. എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളോ. ലോകത്തിലെ സയൻസ് ഒത്തിരി അറിഞ്ഞില്ലെങ്കിലും ആയുസ് എത്ര എന്നുള്ളത് നന്നായിട്ട് നാം ഒന്നറിയണം. ദൈവത്തിന് സ്തോത്രം. വായിച്ചട്ടെ 39-ന്റെ 4-ാമത്തെ വാക്യം. യഹോവേ, എന്റെ അവസാനത്തെയും എന്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. ദൈവത്തിന് സ്തോത്രം. എന്നെ അറിയിക്കണം. അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്റെ ആയുസ്, എന്റെ അവസാനം. ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവരുണ്ടോ? ജീവിത അവസാനത്തെ കുറിച്ച് അറിയുവാൻ ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? പലർക്കും അവസാനം എന്ന് കേൾക്കുമ്പോഴേ പേടിയാ. ആരംഭം നന്നായിരിക്കട്ടെ, അതങ്ങ് പൊക്കോട്ടെന്നാ. ദൈവത്തിന് ഭാഗത്ത് ഇങ്ങനെ അങ്ങ് പൊക്കോട്ടെ എന്നുള്ളതാ പലരുടെ ആഗ്രഹം. പൊക്കോട്ടെ എന്നുള്ളത് ശരിയാണെങ്കിലും പോകണ്ടേ പ്രിയമുള്ളവരെ? എവിടെ വരെ പോകും, എങ്ങോട്ട് പോകും എന്നുള്ളത് വ്യക്തമായി നാം നോക്കിക്കൊള്ളണം. ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു, ആയുസ് അവസാനം. ഇതിനെക്കുറിച്ചൊരു അറിവ് നമുക്കുണ്ടാകണം. സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, വിലാപ ഭവനത്തിൽ പോകുന്നത് നല്ലത് വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ. വായിക്കാമോ? 7:2. വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപ ഭവനത്തിൽ പോകുന്നത് നല്ലത്. എന്തുകൊണ്ടാണ് നല്ലത്? അടുത്ത ഭാഗം. അതല്ലോ സകല മനുഷ്യരുടെയും അവസാനം. ദൈവത്തിന് സ്തോത്രം. ഇറ്റ് ഈസ് ബെറ്റർ ടു ഗോ ടു ദ ഹൗസ് ഓഫ് മോർണിംഗ്. ദൈവത്തിന് സ്തോത്രം. ശോകത്തിന്റെ ഭവനത്തിലേക്ക് പോവുക. ദൈവത്തിന് സ്തോത്രം. ശോകത്തിന്റെ ദുഃഖത്തിന്റെ ഭവനത്തിലേക്ക് പോവുക. ദാറ്റ് ഈസ് എൻഡ് ഓഫ് ഓൾ മെൻ. എല്ലാ മനുഷ്യന്റെയും അവസാനം അതാണ്. വിലാപ ഭവനം. ചിലർക്ക് വിരുന്ന് വീട്ടിൽ പോകാൻ വലിയ ഇഷ്ടം. കാരണം കല്യാണത്തിന് പോയാൽ അവിടെ പോത്തുണ്ട്, കോഴിയുണ്ട്, കാളയുണ്ട്, എരുമയുണ്ട്, പിന്നെ മുയലുണ്ട്, പിന്നെ ചിലയിടത്ത് പന്നിയുണ്ട് എന്ന് വേണ്ട സകലത കൊണ്ട് ചോര ഒഴിപ്പിക്കുന്ന സകലത്തിനെയും വെട്ടിക്കൂട്ടി മസാലയിട്ട് പ്ലേറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഭാര്യ അങ്ങോട്ട് വെക്കുന്നതാണ് എന്തോ ഒരു സുഖമാണെന്നറിയാം. വിരുന്ന് വീട്ടിൽ പോകാൻ ഇഷ്ടമുള്ളവരെ കോഴി കഴിച്ചോ, കൊളസ്ട്രോളും പ്രഷറും ഒക്കെ പിടിച്ച് അധികം കഴിയുന്നതിനും മുമ്പ് തീർന്നോളും. എന്നാൽ ശലോമോൻ പറയുക, വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപഭവനത്തിൽ പോകുന്നത് അതാണ് എനിക്ക് സന്തോഷം. ദൈവത്തിന് സ്തോത്രം. ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് ഓൾ മാൻ. സകല മനുഷ്യന്റെയും അവസാനം അതാകുന്നു. ദൈവത്തിന് സ്തോത്രം. സകല മനുഷ്യന് ഒരു അവസാനമുണ്ട്. ദൈവത്തിന് സ്തോത്രം. സമുദായ ഭക്തന്മാർ അടക്കാരാധന നടത്തുമ്പോൾ അവരിങ്ങനെ കല്ലറയിൽ നിന്നുകൊണ്ട് ഇപ്രകാരം ചൊല്ലും, സകല മനുഷ്യന്റെയും അവസാനം ഇങ്ങനെയാകുന്നുവെങ്കിൽ ബലവാൻ തന്റെ ബലത്തിലും ധനവാൻ തന്റെ ധനത്തിലും പ്രശംസിക്കുന്നത് എന്തിന്? നിന്നെ മണ്ണിൽ നിന്നെടുത്തിരിക്കുകയാൽ മടങ്ങി മണ്ണിലേക്ക് ചേരുമാറാക്കും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയെങ്കിൽ നിന്നെ അക്കരെ കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടെ നിന്നെ മണ്ണിന് മണ്ണായും പൂഴിക്ക് പൂഴിയായും ദാനം ചെയ്യുന്നു. ശുഭ്രോമാ ബാർക്കുമോ സ്തൗമൻ കാലോ. ഇങ്ങനെ പറഞ്ഞു ഒരുപടി മണ്ണും വാരി ജീവിച്ചിരുന്നപ്പോ എറിയാൻ പറ്റിയില്ലല്ലോ. ഷൂ എന്ന് പറഞ്ഞു ഏറും കൊടുത്തിട്ട് ദാ പോകുന്നെല്ലാം കൂടെ പൊതിയും വാങ്ങിച്ചുകൊണ്ട്. ദൈവത്തിന് സ്വന്തം അതാ കാണുന്നത്. അത്ര ഉള്ളച്ചാ എത്ര മിടുക്കനാണോ അവസാനം ഏറ് വാങ്ങിക്കും. ജീവിച്ചിരുന്നപ്പം വാങ്ങിയില്ലേലും അവസാനം ഇപ്പൊ സെല്ലാറൊക്കെ പണിഞ്ഞതുകൊണ്ട് മണ്ണ് വാരാൻ കിട്ടാത്തതുകൊണ്ട് എല്ലാവരും മണൽ വാരി പിച്ചിട്ടിട്ട് ഒരു പോക്ക്. എന്തിനാന്നൊരു പിടുത്തവും കിട്ടുന്നില്ല. പഴയ കാലത്ത് ജൂതന്മാരുടെ കാലത്ത് മരിച്ച ശവശരീരങ്ങൾ മേൽ പൂവിടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. സുഗന്ധവർഗ്ഗങ്ങളൊക്കെ വാരിയിടുമായിരുന്നു. ഇക്കാലത്ത് അതൊന്നും കിട്ടാത്തതുകൊണ്ട് മണ്ണ് വാരി മണ്ണും കല്ലും ചരലും എല്ലാം കൂടെ വാരി ഇന്നാ പിടിച്ചോടാ മത്തായി എന്ന് പറഞ്ഞു ഏറും കൊടുത്ത് എല്ലാം കൂടെ പോയി അപ്പുറത്ത് കിട്ടി 2 പാക്കറ്റും വാങ്ങി ചൂടിയായും കുടിച്ചിട്ട് സ്വോത്രം എന്ന് പറഞ്ഞൊരു പോക്കുണ്ട്. അത് കാണാനാ വയ്യാത്തത്. അതുവരെ താടിക്ക് കൈ കൊടുത്ത സകലരും 2-3 പൊതി വാങ്ങിച്ചു. ഒരു പൊതി കഷത്തില്, മറ്റേ പൊതി അടുത്ത കഷത്തില്, 2 കയ്യിലും ഓരോ പൊതി, പിന്നെ ബാഗിനകത്ത് 2-3 വാങ്ങി വണ്ടിയിലിട്ടൂടൂ അങ്ങ് കഴിപ്പോട് കഴിപ്പ. സകല മനുഷ്യന്റെയും അവസാനം ഇതാകുന്നു. ദൈവത്തിന് സ്തോത്രം. മനുഷ്യ ശരീരത്തിന്റെ ക്ഷണികത ഇരുന്നൊന്ന് പഠിക്കണം. കെ.വി. സൈമൺ സാർ ഒരിക്കല് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇപ്രകാരം പറയുകയുണ്ടായി, ശോകമൂലഗാത്രം
പല രോഗബീജങ്ങൾക്ക് പാത്രം, ഇതിൽ ജീവൻ നിൽപ്പൊരു സൂത്രം, നനച്ചിടുകിൽ എത്രയോ ചിത്രം. 4 വിരലതിൻ നീളം, കഥ പോലെ കഴിയും ഈ മേളം. ഉടൽ ധീരതയാണ്ടോ ഒരു നാളം, അണുജീവികൾ പാർക്കുവാൻ മാളം. മനുഷ്യ ശരീരത്തിന്റെ ക്ഷണികത, ശോകമൂല ഗാത്രം, ദുഃഖം നിറഞ്ഞ ശരീരം. ഇതിനകത്ത് ദുഃഖം മാത്രമേ ഉള്ളൂ. എത്ര ഉണ്ടെങ്കിലും ദുഃഖം. പണമുള്ളവന് ദുഃഖം, ആഹാരമുള്ളവന് ദുഃഖം, ശോകമൂല ഗാത്രം. അടുത്തത് പല രോഗബീജങ്ങൾക്ക് പാത്രം. ഒന്നാണ് സഹിക്കാം. 30 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് പ്രഷർ, പിന്നെ കൊളസ്ട്രോള്, പിന്നെ ആർത്തറൈറ്റിസ്, പിന്നെ ഷുഗർ, പിന്നെ തലയ്ക്ക് സൂക്കേട് എന്ന് വേണ്ട എല്ലാ സൂക്കേടും കൂടി ഒന്നിച്ചങ്ങ് കെട്ടിപ്പിടിക്കുകയാണ്. ശോകമൂലഗാത്രം, പല രോഗബീജങ്ങൾക്ക് പാത്രം. അടുത്തതോ ഇതിൽ ജീവൻ നിൽപ്പതൊരു ഭയങ്കര സൂത്രമാണ്. ഈ സാധനത്തിനകത്ത് എങ്ങനെ ജീവൻ നിൽക്കുന്നത് ആർക്കും ഒരു പിടിയില്ല. ദൈവത്തിന് സ്തോത്രം. ജീവൻ നിൽപ്പൊരു സൂത്രം, നനച്ചിടുകിൽ ഒരു ചിത്രം. അതാ ഞാൻ മുമ്പേ പറഞ്ഞത്, കുഴിക്കരയിലെ ചിത്രം. നിങ്ങൾ കണ്ടിട്ടില്ലേ? അടക്കാരാധനയിൽ പോയാൽ അതുവരെയും ആരാധന പാട്ടുകളൊക്കെ പാടി സമയമാൻ രഥവും ദുഃഖത്തിന്റെ പാനപാത്രവും ഇൻപ വീടും ഒക്കെ പാടി ചെന്നവര് സെമിത്തേരിയിൽ ചെന്ന് മണ്ണ് വാരിയിട്ട് തുടങ്ങിയോ, പിന്നെ പൊതിക്ക് വേണ്ടിയുള്ള അടിയാ. അതാ സഹിക്കാൻ വയ്യാത്തത്. ഇത് ജീവൻ നിൽപ്പൊരു സൂത്രം, നിലച്ചിടുകിൽ ഒരു ചിത്രം. അടുത്തത് 4 വിരലതിൻ നീളം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. 4 വിരലതിന്റെ നീളം. ദൈവത്തിന് സ്തോത്രം. ബാല്യക്കാരൻ കൗമാരത്തിൽ വരും, കൗമാരക്കാരൻ യൗവനക്കാരനാകൂ, യൗവനക്കാരൻ വയസ്സനാകൂ. ദൈവത്തിന് സ്തോത്രം. ചില പിള്ളേർക്ക് വയസ്സന്മാരെ കാണുമ്പോൾ എന്തോ ഒരു കുഴപ്പം പോലെയാ. അവരെ കാണുമ്പോൾ ചില അപ്പച്ചോ മൂക്കി പഞ്ഞൊക്കെ ഒക്കെ ഉണ്ടായെന്നോ ചില പിള്ളേർ വല്യപ്പന്മാരോട് ചോദിക്കും, എടാ എത്ര പിള്ളേരുടെ മൂക്കി പഞ്ഞി വെച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പന്മാരുടെ മൂക്കിലെ പഞ്ഞി വെക്കത്തുള്ളൂ. എല്ലാണേ പ്രായമുള്ള അപ്പന്മാരെ പേര് വിളിക്കും, ഷിബു എന്നും ഷേർലി എന്നൊക്കെ വിളിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, തലമുറകളെ, മുതിർന്നവരെ എല്ലാവരും അറിഞ്ഞുകൊള്ളണം, സകല മനുഷ്യന്റെയും അവസാനം 4 വിരലതിൻ നീളമെന്നാ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. കഥ പോലെ കഴിയുമീ മേളം. ദൈവത്തിന് സ്തോത്രം. കഥ പോലെ കഴിയുമീ മേളം. മേളം എന്ന് പറഞ്ഞാൽ ഇത് കഴിയുമ്പോഴാണ് അവസാനം. നിങ്ങൾ കണ്ടിട്ടില്ലേ? അടക്കാരാധനയിൽ സെമിത്തേരിയിൽ എല്ലാം കഴിയുമ്പോൾ ആളുകൾ പോയല്ലോ ദൈവമേ, എന്റെ ദൈവമേ എന്നൊക്കെ പറഞ്ഞിരിക്കുക. പോയാൽ ആർക്കാ ചെയ്തം? അവർ വീട്ടുകാർക്ക് പോയി, അല്ലാതെ ആർക്കും ഒന്നുമില്ല. പോയല്ലോ എന്ന് പറഞ്ഞു ഒരു മേളം പോലെ, ഉത്സവം കഴിഞ്ഞ പോലെ മനുഷ്യന്റെ ജീവിതം. അടുത്തത് ഉടൽ ദീനതയാണ്ടോ ഒരു നാളം. ഇതൊരു PVC പൈപ്പ് പോലെയാ മനുഷ്യന്റെ ശരീരം. ഇതിലേക്കിടെ കഴിച്ചാൽ അവിടെ നിൽക്കുകയല്ല, അത് പുറത്തു പോകും. ഉടൽ ദീനതയാണ്ടോ ഒരു നാളം. അടുത്തതോ അണുജീവികൾ പാർക്കുവാൻ മാളം. മരിച്ചു കഴിഞ്ഞാൽ പാറ്റായും പുഴുവും കൃമിയും തിന്നുവാനുള്ള ഒരു നാളമായി, ഒരവസ്ഥയായി മനുഷ്യ ശരീരം ക്ഷണികമെന്ന് പഠിക്കട്ടെ. മണ്ണോട് ചേരുമെന്നുള്ള ദൈവവചനപ്രകാരം മണ്ണിലേക്ക് ചേരുന്ന ഒരു സമയമുണ്ടെന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് മനുഷ്യ ജീവിതത്തിനൊരു അവസാനമുണ്ട്, വിലാപഭവനം. അതുകൊണ്ടാണ് മോശ തന്റെ ജ്യേഷ്ഠ സഹോദരനായ അഹരോൻ ഹോർ പർവ്വതത്തിൽ വെച്ച് മരിച്ചപ്പോൾ ദുഃഖത്തിൽ പാടിയ സങ്കീർത്തനം 90 12 വാക്യശകലത്തിൽ ഇപ്രകാരം പറയുന്നു, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിപ്പാൻ. വായിച്ചാട്ടെ 12 വാക്യം. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ദൈവത്തിന്റെ മനുഷ്യൻ പാപത്തിന് ദാസനായി തീർന്ന് നശിച്ചു പോകുവാൻ ആഗ്രഹിക്കാത്ത ദൈവം മനുഷ്യനോട് പറയുന്നു, നിന്റെ നാളുകളെ കുറിച്ച് നീ എണ്ണിക്കൊള്ളണം. അതിന് ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കണം. ആധുനിക ലോകത്തിലെ മനുഷ്യന്റെ ജ്ഞാനാവസ്ഥയെ കുറിച്ച് നോക്കിയാൽ മനുഷ്യൻ ജ്ഞാനത്താൽ ദൈവം വേണ്ട എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കൃത്രിമ ദൈവങ്ങളെ ഉണ്ടാക്കുന്ന ഒരു കാലം. എവിടെ തുടങ്ങിയെന്നറിയാമോ? സംഖ്യാപുസ്തകം 32 അധ്യായത്തിന്റെ 1 വാക്യം വായിക്കുമ്പോൾ ഇവിടെ മോശയ്ക്ക്, മുകളിലേക്ക് പോയ മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാതിരുന്ന ഇസ്രായേൽ ജനം പറയുകയാണ്, ഞങ്ങളുടെ മുൻപിൽ നടക്കുവാൻ ഞങ്ങൾക്കൊരു ദൈവത്തെ വേണം. അഹരോനോട് പറയുക, ഞങ്ങൾക്കൊരു ദൈവത്തെ വേണം, ബുദ്ധിയിൽ ഉണ്ടാകുന്ന ദൈവം. ഒന്ന് വായിക്കാമോ ആ ഭാഗം മാത്രം ഒന്ന്? ഞങ്ങളുടെ മുൻപിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഞങ്ങൾക്ക് ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. മതി, ദൈവത്തിന്റെ വചനത്തിൽ അത് നമുക്ക് കാണുവാനായി സാധിക്കുന്നു. ഞങ്ങളുടെ മുൻപിൽ നടക്കണം. ദൈവവചനം പറയുന്നു, നാളുകളെ എണ്ണുവാൻ നിങ്ങൾക്ക് ജ്ഞാനമുള്ള ഹൃദയം ഉണ്ടാകണം. എന്നാൽ ഈ ലോകത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കി, അന്ത്യകാലം, ജ്ഞാനം വർദ്ധിക്കുന്ന കാലം, മനുഷ്യന് വർധനവുണ്ടായ ജ്ഞാനത്താൽ ഇന്ന് അവൻ എന്താണ് ചെയ്യുന്നതെന്നറിയാമോ? അവൻ ദൈവങ്ങളെ ഉണ്ടാക്കുവാൻ ശ്രമിക്കുകയാണ്. കൃത്രിമ ബുദ്ധിയാൽ. ഇനി അല്പസമയത്തേക്ക് വീണ്ടും ചാപ്റ്റർ
സബ്ജക്റ്റിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. പിക്ചർ നമ്പർ 6 നിങ്ങൾ നോക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു അനുഭവത്തെ നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ കഴിയും. എന്താണെന്ന് ചോദിച്ചാൽ, ഈ കാലത്ത് മനുഷ്യന്റെ ശാസ്ത്ര പുരോഗതിയിലൂടെ മനുഷ്യനെ സഹായിപ്പാൻ ഉണ്ടായി വന്ന കമ്പ്യൂട്ടറുകൾ, അവന്റെ അക്കൗണ്ട് കാര്യങ്ങൾ, അവന്റെ ജീവിതക്രമങ്ങളെല്ലാം പാലിക്കുന്നത് കമ്പ്യൂട്ടറാകുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇനിയുള്ള കാലം മനുഷ്യൻ കമ്പ്യൂട്ടറിന് കൃത്രിമമായ ബുദ്ധി കൊടുക്കുന്നു. അതിന്റെ ഒരു ഭാഗമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ കൃത്രിമമായ ബുദ്ധി. എന്താണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്? ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ദൈവത്തിന് സ്തോത്രം ഉള്ള കഴിവ് ഒരു മനുഷ്യൻ കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന പേരാണ് AI എന്ന ചുരുക്കെഴുത്തിലൂടെ കാണുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അതിലൂടെ ഇന്ന് ലോകം വളരെ പുരോഗമിച്ച് മുൻപോട്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ദൈവത്തിന് സ്തോത്രം. അതിലൂടെ എന്തെല്ലാം നേട്ടങ്ങൾ ഈ മനുഷ്യകുലം നേടിയെടുത്തു എന്ന് നമുക്കറിയാമോ? ഇന്നത്തെ വൈദ്യശാസ്ത്രത്തിന്റെ പോക്ക് അടുത്ത ഭാഗത്തേക്ക് നമുക്കൊന്ന് വരാം. പിക്ചർ നമ്പർ 7 നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പേപ്പറിലുമുണ്ട്. പിക്ചർ നമ്പർ 7 നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത് ഒരു വലിയ സൂപ്പർ കമ്പ്യൂട്ടറാണ്. ഇതിന്റെ പേര് ഡോക്ടർ വാട്സൺ എന്നാകുന്നു. ഒരു മനുഷ്യന്റെ പേരാകുന്നു അതിന് കൊടുത്തിരിക്കുന്നത്. IBM എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ബിസിനസ് മിഷൻ എന്ന് പറയുന്ന ആ ഫേം ഉണ്ടാക്കിയെടുത്ത ഒരു സൂപ്പർ കമ്പ്യൂട്ടർ. ഇതിന്റെ പേരാണ് ഡോക്ടർ വാട്സൺ സൂപ്പർ കമ്പ്യൂട്ടർ എന്നാണ് ഇതിന്റെ പേര്. ഇതെന്താണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ലോകത്തിലുള്ള ആയിരക്കണക്കിന് വൈദ്യശാസ്ത്ര പുസ്തകങ്ങൾ രാവും പകലുമില്ലാതെ നല്ലവണ്ണം പഠിച്ചെടുത്ത്, ലോകത്തിലെ ലക്ഷക്കണക്കിന് രോഗികളുടെ രോഗവിവരങ്ങൾ നന്നായി പഠിച്ചെടുത്ത്, ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങളിൽ ക്യാൻസർ രോഗത്തിന് പോലും ചികിത്സാ സമ്പ്രദായത്തിൽ ഡോക്ടർമാരെ സഹായിക്കുന്ന ഒരു സൂപ്പർ ഡോക്ടറെ ഇവിടെ തല നിങ്ങൾക്ക് കാണുവാൻ കഴിയുകയില്ല. ഇവിടെ കാലില്ല, ഡോക്ടറിന് കാലില്ല, ഡോക്ടറിന് കൈയില്ല. പക്ഷേ ഇദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ വാട്സൺ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വളർന്നു കഴിഞ്ഞ് മനുഷ്യനെ ചികിത്സിപ്പാനുള്ള സംവിധാനങ്ങൾ, കമ്പ്യൂട്ടറിന് ചിന്തിപ്പാനും പ്രവർത്തിപ്പാനുമുള്ള ബുദ്ധി ലോകത്ത് മനുഷ്യൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതിലൂടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ അടുത്ത സമയത്ത് അമേരിക്കയിലെ പ്രസിദ്ധനായ എഴുത്തുകാരനായ ഡാൻ ബ്രൗൺ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇപ്രകാരം ഒരു ബുക്ക് എഴുതിയപ്പോൾ അതിൽ ഇപ്രകാരം പറയുകയുണ്ടായി: മനുഷ്യനിർമ്മിതമായ കൃത്രിമ ബുദ്ധിയുള്ള യന്ത്രങ്ങൾക്ക് ദൈവം എന്ന സങ്കല്പം മനുഷ്യന് കൊടുക്കുവാനുള്ള സമയമായി പോലും. ദൈവത്തിന് സ്തോത്രം. ദൈവം എന്ന ചിന്തകൾക്ക് പകരം നിർത്തുവാൻ മനുഷ്യനിർമ്മിതമായ കൃത്രിമ ബുദ്ധിയുള്ള ഉൽപ്പന്നങ്ങൾ, ഉപകരണങ്ങൾ ദൈവമെന്ന സങ്കല്പത്തിന് പകരമായി നിൽക്കുന്നുവെന്ന് ഡാൻ ബ്രൗൺ എന്ന് പറയുന്ന ആ മഹാനായ എഴുത്തുകാരൻ ഇത് വിളിച്ചു പറയുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു പൊതുവായ ബോധം എന്ന് പറഞ്ഞാൽ കൃത്രിമമായ ഈ ബുദ്ധികളിലൂടെ ഉണ്ടാകുന്ന ഒരു പൊതുചിന്ത, അതാകുന്നു ദൈവത്തിനും മതത്തിനും പകരമായി. ഇനിയുള്ള കാലത്തിലേക്ക് നിങ്ങൾ വന്നാൽ ദൈവത്തിന് സ്തോത്രം, ഒരു പൊതുവായ മതം. വെളിപ്പാട് പുസ്തകം നാം വായിക്കുമ്പോൾ ഒരു വൺ വേൾഡ് റിലിജിയനെ കുറിച്ച് നാം കാണുന്നുണ്ടല്ലോ. നാം ചിന്തിക്കും കത്തോലിക്ക സഭയായിരിക്കാം, അല്ലെങ്കിൽ പെന്തക്കോസ്ത് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും സഭകളായിരിക്കാം എന്നൊക്കെ നാം ചിന്തിക്കും. ഒരു വൺ വേൾഡ് റിലിജിയൻ ഉണ്ടാകണമെങ്കിൽ അതിന് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആവശ്യമാണ്. കൃത്രിമ ബുദ്ധിയിലൂടെ മനുഷ്യനിർമ്മിതമായ ഉപകരണങ്ങൾക്ക് മനുഷ്യൻ ബുദ്ധി കൊടുക്കുമ്പോൾ, പ്രവർത്തിപ്പാനും ചിന്തിപ്പാനുമുള്ള ബുദ്ധി കൊടുക്കുമ്പോൾ, അതിനെ ദൈവമെന്ന സങ്കല്പം, റിലിജിയൻ, മതമെന്ന സങ്കല്പത്തിലേക്ക് പോലും കാണുവാൻ മനുഷ്യൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലേക്കാണ് നാം വരുന്നത്. ഈ അടുത്ത സമയത്തായി ഗൂഗിളിലെ അതിസമർത്ഥനായ എഞ്ചിനീയർ ആയിരുന്ന ആന്റണി ലെവൻഡോസ്കി എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ക്രൈം ചെയ്ത് ഇപ്പോൾ ലോക കോടതിയിൽ ഒരു വിചാരണ നേരിടുകയാണ്. എന്നു ചോദിച്ചാൽ താൻ ഗൂഗിളിലെ ഒരു എഞ്ചിനീയർ ആയിരുന്നു. ഗൂഗിളിൽ ഈ അടുത്ത കാലത്ത് ഡ്രൈവറില്ലാത്ത കാർ, സ്വയം നിയന്ത്രിത കാർ കണ്ടുപിടിച്ചപ്പോൾ ആ കാറിന്റെ ടെക്നോളജി ലോകത്തിലെ ഏറ്റവും വലിയ വാഹനമില്ലാത്ത ടാക്സി കമ്പനിയായ ഊബറിന് മറിച്ചു വിറ്റവനായിരുന്നു ഈ ലെവൻഡോസ്കി എന്ന് പറയുന്ന ആ എഞ്ചിനീയർ. അദ്ദേഹം ഇപ്പോൾ ആ വിചാരണ നേരിടുകയാണ്. അദ്ദേഹം ഈ അടുത്ത കാലത്തായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോട് മനുഷ്യൻ ആരാധന തോന്നി. ഏറ്റവും പുതുതായ വാർത്ത 2018 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അഥവാ മനുഷ്യനിർമ്മിതമായ ഉപകരണങ്ങൾക്ക് മനുഷ്യൻ ബുദ്ധി കൽപ്പിക്കുമ്പോൾ അതും മനുഷ്യനും തമ്മിലുള്ള ഒരു ഘോര യുദ്ധമായിരിക്കും. 2018 എന്ന് പറഞ്ഞാൽ വിപ്ലവാത്മകമായ ചടുലമായ മാറ്റങ്ങൾ ഈ ഭൂമിയിൽ
കൊണ്ടുവരുവാൻ കമ്പ്യൂട്ടറുകളുടെ ബുദ്ധിക്ക് സാധിക്കും എന്ന് അദ്ദേഹം പറയുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. AI അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോട് ആരാധന തോന്നുന്ന കാലം, AI ഒരു ദൈവമായി മനുഷ്യൻ ആരാധിപ്പാനും സങ്കല്പിക്കുവാനും അതിനെ ബേസ് ചെയ്ത് ഒരു ലോക മതം ലോകത്തിൽ സ്ഥാപിക്കപ്പെടുവാനും പോകുന്നുവെന്ന് ആന്റണി ലെവൻഡോസ്കി എന്ന് പറയുന്ന ഗൂഗിളിലെ എഞ്ചിനീയർ, സാധാരണക്കാരല്ല ഈ പറയുന്നത്, ലോകത്തിലെ ബുദ്ധിജീവികൾ, ബുദ്ധിമാന്മാർ. ഇന്ന് അദ്ദേഹത്തിന്റെ അവസ്ഥയെക്കുറിച്ച് നോക്കിയാൽ വേ ഓഫ് ദ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു മതസംഘടനയുടെ CEO ആയി അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. വേ ഓഫ് ദ ഫ്യൂച്ചർ, ഭാവിയുടെ വഴി എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന് താൻ തന്നെ കൊടുത്തിരിക്കുന്ന പേര്. അതിന് അവർ കൊടുത്തിരിക്കുന്ന മതം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതിലവർ കൊടുക്കുന്ന ദൈവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ തന്നെ അവർ ദൈവമായി കാണുന്നു. പിക്ചർ നമ്പർ 8 നോക്കുമ്പോൾ ഈ ഭാഗത്ത് ഒരു സാങ്കല്പികതയെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ മനുഷ്യൻ ദൈവമായി സങ്കല്പിക്കുന്നു. മനുഷ്യന്റെ ആവശ്യങ്ങൾ ദൈവത്തോട് നേരിട്ട് പറഞ്ഞ് ടെക്നോളജിയിലൂടെ ആവശ്യം ദൈവത്തോട് പറയുകയല്ല. നമ്മളാണ് എന്താ ചെയ്യുന്നത്? 3 ദിവസം ഉപവാസം, 7 ദിവസത്തെ ഉപവാസം പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കുക, ഇരുന്ന് കരയുക, നിലവിളിക്കുക. എന്നാൽ ഇനിയുള്ള ലോകം ചെയ്യാൻ പോകുന്ന എന്തെന്നറിയാമോ? അവർ കരയുവാൻ നേരമില്ല, ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ ആരാധന സ്ഥലത്ത് വരുവാൻ നേരമില്ല. അവർ ടെക്നോളജി ഉപയോഗിച്ച് ദൈവത്തെ ഉണ്ടാക്കി ദൈവത്തിൽ നന്മകൾ നേടുവാൻ പോകുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗാഡ്, മനുഷ്യന്റെ സങ്കല്പം ആ നിലയിലേക്ക് അവൻ വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ സൗകര്യങ്ങളുള്ള ലോകം. മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് സൗകര്യങ്ങളെ മുഴുവൻ കെട്ടിയുണ്ടാക്കുന്ന ലോകം. അതിന് ഏതെല്ലാം തരത്തിലുള്ള വളർച്ച. ഒരു ഭാഗം ഈ അടുത്ത സമയത്ത് പാനാസോണിക് എന്ന് പറയുന്ന കമ്പനി ഉണ്ടാക്കിയെടുത്ത ഒരു പ്രൊഡക്റ്റിനെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. പിക്ചർ നമ്പർ 10 വരുമ്പോൾ വൺ കൂൾ റോബർട്ട് പാനാസോണിക് റെഫ്രിജറേറ്റർ എന്ന് പറയുന്ന ഒരു ഫ്രിഡ്ജാണ് ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. മറ്റൊന്നുമല്ല, ഒരു ഫ്രിഡ്ജാണ്. ഈ ഫ്രിഡ്ജിന് ഒരു പ്രത്യേകതയുണ്ട്, ഇത് റോബോട്ടാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ഫ്രിഡ്ജ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിന്റെ അടുത്തേക്ക് പോകേണ്ട. സഹോദരിമാരോട് ചോദിച്ചാൽ അവർക്കറിയാം. അവരങ്ങോട്ട് പോയി ഫ്രിഡ്ജ് ഒന്ന് തുറക്കും, ഒന്ന് അടയ്ക്കും, അകത്തോട്ട് പോയി തീയൊന്ന് കൊടുത്തിട്ട് പിന്നെയും വന്ന് ഫ്രിഡ്ജ് ഒന്ന് തുറക്കും, അതിനകത്തൊന്ന് പോയി അടുത്തൊരു തേങ്ങ എടുത്തുകൊണ്ട് വരും, പിന്നെ അങ്ങോട്ട് പോയി തുറന്ന് തലേ ദിവസത്തെ മത്തിക്കറി എടുത്തുകൊണ്ട് വരും, പിന്നെ അടച്ചിട്ട് അങ്ങോട്ട് പോയി തലേ ദിവസത്തെ അച്ചിങ്ങാത്ത് വരാൻ. എല്ലാം അങ്ങ് മോർച്ചറി ഫുഡാണല്ലോ ഇന്നത്തെ കാലത്ത്. അറിയാം, ഒറ്റ ദിവസം വെപ്പും ഒരാഴ്ച വിശ്രമവും. അതാണ് ഇന്നത്തെ ലോകം. ദൈവത്തിന് സ്തോത്രം. ഫ്ലാറ്റ് ലൈഫൊക്കെ വന്നതോടെ തിങ്കളാഴ്ച ഒരു ദിവസം നല്ല കുത്തരിയിട്ട് ചോറും ഒരു ചാളക്കറിയും ഒരു ബീൻസ് തോരനും വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത തിങ്കളാഴ്ച അടുപ്പ് കത്തിക്കുകയുള്ളൂ. ദൈവത്തിന് വെക്കാനാ. പിന്നെ ചൂടാക്കും, ഇടയ്ക്കിടയ്ക്ക് മോർച്ചറി തുറക്കും, സർജറി നടത്തും, ചൂടാക്കും, ആശാൻ അടിക്കും. ഇതാ ഇന്നത്തെ കാലം. ഫ്രിഡ്ജിനോടുള്ള ബന്ധം. സഹോദരിമാരുടെ ഒക്കെ കാലയില് ഒരു സ്പീഡോമീറ്റർ കെട്ടുകയാണ്, ഒരു ദിവസം എത്ര കിലോമീറ്റർ അവർ നടക്കും. അവരെയൊക്കെ നമ്മൾ സമ്മതിക്കണം കേട്ടോ. സഹോദരിമാരെ നിങ്ങൾക്കൊന്നും അറിയില്ല. പാവപ്പെട്ട സഹോദരിമാർ അടുക്കളയ്ക്കകത്ത് എത്ര കിലോമീറ്റർ ആണെന്നറിയാം അവർ നടക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഫ്രിഡ്ജ് തുറന്നുകൊണ്ട് അവർ മടുക്കുകയാണ്. നിങ്ങൾക്കൊക്കെ സൗകര്യത്തിനുള്ള ഒരു സാധനം വരാൻ പോവുകയാണ്. നിങ്ങൾ ബെഡ്റൂമിൽ ഇരുന്നിട്ട് ഒരു പ്രത്യേക കോഡെന്ന് വിളിച്ചു പറഞ്ഞാൽ ഈ ഫ്രിഡ്ജ് നിങ്ങളുടെ ബെഡ്റൂമിൽ വരും. ദൈവത്തിന് സ്തോത്രം. അടുക്കളയിലോട്ട് പോകണ്ട, നിങ്ങളുടെ ബെഡ്റൂമിൽ വരും. നിങ്ങൾ ഹോളിലിരിക്കുന്നു, 4 വിസിറ്റേഴ്സ് വന്നു, അതിനകത്ത് 4 ജ്യൂസ് ഉണ്ട്. ഒരു പ്രത്യേക കോഡ് കൊടുത്താൽ അതിനകത്തുള്ള വോയിസ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞൊരു സെൻസർ ഈ ഭാഗത്തുണ്ട്. അത് നിങ്ങളുടെ വോയിസ് മനസ്സിലാക്കി ഗ്രഹിച്ചിട്ട് പതിയെ നിങ്ങളുടെ അടുക്കലോട്ട് വരും. നിങ്ങൾ ആ ഡോർ തുറക്കും, ജ്യൂസ് എടുത്ത് കൊടുക്കും. ഫ്രിഡ്ജിനെ തിരിച്ച് നിങ്ങൾ വിടണ്ട, അത് അവിടെ തന്നെ ഏതെങ്കിലും സൗകര്യമുള്ള സ്ഥലത്ത് തന്നെ ഒതുങ്ങി. എപ്പോഴും ഒരിടത്തൊന്നും ഇരിക്കുകയല്ല കേട്ടോ. പുള്ളി ഒരിടത്ത് ഇരിക്കത്തില്ല, കിട്ടുന്ന സ്ഥലത്ത് ഏറ്റവും ഒതുങ്ങിയിരിക്കാമോ അവിടേക്ക് പോയി തന്നെ ഇരിക്കും. മനുഷ്യൻ സൗകര്യങ്ങളിലേക്ക് വളരുമ്പോൾ ദൈവത്തെ മറക്കുന്നു. ആധുനിക ലോകത്തിന്റെ കാൽ വഴുതുന്നത് ഇങ്ങനെയാ. സൗകര്യങ്ങൾ കൂടുന്ന കാലത്ത് മനുഷ്യൻ ദൈവത്തെ മറന്നുപോകുന്നു. കൃത്രിമമായ റോബോട്ടുകളെ ഉണ്ടാക്കുന്നു. മനുഷ്യനിർമ്മിതമായ ഉപകരണങ്ങൾക്ക് ബുദ്ധി കൊടുക്കുമ്പോൾ അത് സംസാരിപ്പാൻ തുടങ്ങുന്നു. ഇതെന്തിന്റെ ആരംഭമാണെന്നറിയാമോ? വളരെ ശ്രദ്ധിച്ചു നോക്കണം പ്രിയപ്പെട്ട ദൈവമക്കളെ. ചാത്തിന്റെ ഈ ഭാഗത്തേക്ക് പിക്ചർ നമ്പർ 9 ഒരു സഹോദരിയെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ദൈവത്തിന് സ്തോത്രം. അവളുടെ പേരെന്തെന്നറിയാമോ? സിസ്റ്റർ സോഫിയ എന്ന പേര്. ഇവിടെ കാണാൻ വരികയായിരുന്നു നമുക്ക് ഇവിടേക്ക് സുവിശേഷ വേലയ്ക്ക് ഇറക്കാമായിരുന്നു. നല്ല കഴിവൊക്കെ ഉള്ളൊരു സഹോദരിയാ. പക്ഷേ ഇതൊരു മനുഷ്യരൂപമല്ല, ഇതൊരു റോബോട്ടാകുന്നു. അവളുടെ പേര് സോഫിയ. സൗദി പൗരത്വമുള്ളവളാ. സൗദി പാസ്പോർട്ട് ഇവൾക്കുണ്ട്. ഈ അടുത്ത സമയത്ത് മുംബൈ IIT ഒരു പ്രത്യേകമായ ഒരു അനുഭവത്തിനായിട്ട് ഇവൾ ഒരു മീറ്റിംഗിനായി മുംബൈയിൽ നമ്മുടെ ഇന്ത്യയിലേക്ക് പാസ്പോർട്ട് എടുത്ത് വിസ എടുത്ത് ഇവിടേക്ക് വരുവാനിടയായി തീർന്നു. ചോദിക്കുന്ന ചോദ്യങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ച ചോദ്യങ്ങൾ ചോദിച്ചാൽ കൃത്യമായ മറുപടി പറയുവാൻ കഴിയുന്ന സംസാരിക്കുന്ന റോബോട്ട്. അവളുടെ പേര് സോഫിയ എന്നാകുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ.
സംസാരിക്കുന്ന കൃത്രിമ ബുദ്ധി കമ്പ്യൂട്ടറിന് കൊടുത്താൽ അത് സംസാരിക്കുന്നു, അത് പ്രവർത്തിക്കുന്നു. ചില നാളുകൾക്ക് മുമ്പ് ജപ്പാനിലെ ഒസാക്ക യൂണിവേഴ്സിറ്റിയില് അവിടുത്തെ റോബോട്ടിക് ലബോറട്ടറിയുടെ ഹെഡായിരിക്കുന്ന ഡോക്ടർ ഹിരോഷി ഇഷിഗുറോ എന്ന് പറയുന്ന ആ സുപ്രസിദ്ധ സയന്റിസ്റ്റ് തന്റെ ഒരു അപരനായ ഒരു റോബോട്ടിനെ ഉണ്ടാക്കി. അതിനുശേഷം ചില നാളുകൾ കഴിഞ്ഞ് ജപ്പാൻ ന്യൂസ് റീഡേഴ്സ് ആയിട്ട് കൊഡമറോയിഡ് എന്ന് പറയുന്ന 2 സഹോദരിമാരെ ഉണ്ടാക്കി. നോക്കിയാൽ നല്ല ജപ്പാനീസ് സഹോദരിമാർ 2 പേര്. അവർ ന്യൂസ് ചാനലുകൾ ന്യൂസ് റീഡ് ചെയ്യുന്നവരാ. കൃത്രിമ ബുദ്ധി കമ്പ്യൂട്ടറിന് കൊടുക്കുന്നു, അത് പ്രവർത്തിപ്പാൻ തുടങ്ങുന്നു, അത് ചിന്തിപ്പാൻ തുടങ്ങുന്നു. ഇനിയും വരുവാൻ പോകുന്ന കാലം റോബോട്ടുകളുടെ കാലമാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത് ഒരു കോഡടിച്ചു കൊടുത്താൽ റോബോട്ട് വന്ന് കൊച്ചുങ്ങളുടെ കയ്യെ പിടിച്ച് അതിനെ സ്കൂളിൽ കൊണ്ടുവരും, സമയത്ത് കൊണ്ടുവിടും, സമയത്ത് തിരിച്ചു വരും. ബസ് താമസിച്ചെന്ന് ഓർത്ത് നിങ്ങൾ ഭയപ്പെടേണ്ട. അങ്ങനെ ഒരു കാലത്തിലേക്ക് ലോകം എടുത്തു ചാടി വരുവാൻ പോകുന്നു. അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. ഇപ്പൊ തന്നെ പല സഹോദരിമാർക്ക് നല്ല മുഖത്ത് നല്ല പ്രസന്നത. കാരണം എന്തെന്നറിയാമോ? എന്റെ ദൈവമേ, അങ്ങനെ ഒരു റോബോട്ട് കിട്ടിയിരുന്നെങ്കിൽ എന്റെ ജോലിയെല്ലാം കുറഞ്ഞേനെ. സന്തോഷിക്കാൻ വരട്ടെ. അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോഴാണ് ഇത് എന്തിന്റെ തുടക്കമാണ് നമ്മൾ അറിയുന്നത്. എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നതായ മനുഷ്യനിർമ്മിത പ്രതിമകൾ, സ്റ്റാച്യുകൾ, ഇമേജുകൾ ഉണ്ടാക്കിയെടുത്ത് സംസാരിക്കുന്നത്? വായിക്കാം. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മൃഗത്തിന്റെ പ്രതിമ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറയും. എന്ന് പറഞ്ഞാൽ എതിർ ക്രിസ്തു ലോകത്തിൽ ഭരണം നടത്തുമ്പോൾ, എതിർ ക്രിസ്തുവിന്റെ ഭരണകാലത്ത് ലോകത്തിൽ സംഭവിപ്പാൻ പോകുന്നത് ആ മൃഗത്തിന്റെ കള്ളക്രിസ്തുവിന്റെ പ്രതിമ പലയിടത്തും ഉണ്ടാക്കിയെടുക്കും. വായിച്ചോട്ട് 13-14 വാക്യം. മൃഗത്തിന്റെ മുൻപിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയോ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും മോളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് ഭാഗങ്ങൾ പറയുന്ന ഭാഗം മാത്രമേ വായിക്കൂ. എല്ലാം വായിച്ചു പോയാൽ സമയം പോകും. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിന്, മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിന്, മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിനും, മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. 15-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. മൃഗത്തിന്റെ പ്രതിമ സംസാരിപ്പാൻ അതിന് ആത്മാവിനെ കൊടുപ്പാൻ. ദൈവത്തിന് സ്തോത്രം. സംസാരിക്കുന്ന പ്രതിമകൾ ലോകത്തിൽ ഉണ്ടായി വരണമെന്ന് 2000-ഓളം വർഷങ്ങൾക്ക് മുൻപ് യോഹന്നാൻ അപ്പോസ്തലൻ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയതിന്റെ ന്യൂജൻ പതിപ്പുകളായിട്ടാണ് ഇന്നത്തെ റോബോട്ടുകൾ, സംസാരിക്കുന്ന റോബോട്ടുകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വളർച്ച, രോഗികളെ ചികിത്സിക്കുന്ന സൂപ്പർ കമ്പ്യൂട്ടറുകൾ, മനുഷ്യൻ കൃത്രിമ ബുദ്ധിയെ ദൈവമായി കാണുന്ന സങ്കല്പങ്ങൾ, മനുഷ്യന് വേണ്ടി മനുഷ്യനൊപ്പം ഇരുന്ന് സംസാരിക്കുന്ന മനുഷ്യനിർമ്മിത ഉപകരണങ്ങൾ കാണുമ്പോൾ, ഈ ടെക്നോളജിയുടെ വളർച്ച കാണുമ്പോൾ, ദൈവമക്കളെ നിങ്ങൾ അറിയേണ്ട ഒരു സംഭവം, ഇന്ന് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് പ്രവർത്തിക്കുകയാണ്. അവൻ വെളിപ്പെട്ട് വന്നിട്ടില്ല. വഴിയിൽ നിന്ന് തടുക്കുന്നവൻ മാറിപ്പോകുമ്പോൾ അവൻ വരുവാനിടയായിത്തീരും. അതിനു മുൻപ് ഇന്ന് ലോകത്തിൽ ആ ആത്മാക്കൾ വെളിപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഒരു കാലത്തിലാണല്ലോ പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും ജീവിക്കുന്നത്. മൃഗത്തിന്റെ പ്രതിമ സംസാരിപ്പാൻ മൃഗത്തിന് ആത്മാവിനെ ലഭ്യമാകുന്നു എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാ. എന്താണ് ഇന്നത്തെ ലോകത്തിൽ മനുഷ്യന്റെ ജ്ഞാനം വർദ്ധിച്ചപ്പോൾ സംഭവിക്കുന്നത്? മനുഷ്യന്റെ ജ്ഞാനത്താൽ മനുഷ്യനിർമ്മിതമായ ഉപകരണങ്ങൾ മനുഷ്യന് വേണ്ടി സംസാരിപ്പാൻ, മനുഷ്യന് വേണ്ടി പ്രവർത്തിപ്പാൻ തുടങ്ങിയ ഒരു കാലത്തിലാണ് ഇന്നത്തെ മനുഷ്യൻ വന്ന് നിൽക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ ഒരു കാലം വരുമ്പോൾ ദൈവത്തിന്റെ ജനം അറിയേണ്ടത് ഇത് അന്തിമ കാലമാണ്. നീതിമാന്മാരായ ഭക്തന്മാർക്ക് ലോകത്തിൽ ജീവിപ്പാൻ കഴിയാത്ത കാലം. സൗകര്യം കൂടുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാം നന്നായിരുന്നില്ല, പെട്ടെന്ന് തകിടം മറിയും, എല്ലാം മറിഞ്ഞു പോകും. ദൈവം അനുവദിക്കുന്നെങ്കിൽ നാളെ രാത്രി ഈ ലോകത്തിന്റെ അന്ത്യഭാഗത്തെ കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വിശദമായി പറയാം. ഇന്ന് രാത്രി എന്റെ വാക്കുകൾ ചുരുക്കുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ കൂടെ പറഞ്ഞ് വേഗത്തിൽ ഞാൻ എന്റെ വാക്കലിന് വിടവാങ്ങിക്കൊള്ളട്ടെ. ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നു? ജ്ഞാനം വർദ്ധിക്കുന്ന കാലം. ഈ ജ്ഞാനം കൊണ്ട് നിങ്ങൾ അവസാനത്തെ കുറിച്ച് കണ്ടുകൊള്ളണം. എങ്ങനെയാണ് നമുക്ക് ജ്ഞാനം കിട്ടുന്നത്? സദൃശ്യവാക്യം 1:7 അവിടെ പറയുന്നു, ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് ദ നോളേജ്. ദൈവഭയമാണ് മനുഷ്യജ്ഞാനത്തിന്റെ ആരംഭം. ആകയാൽ മനുഷ്യർ ദൈവത്തെ ഭയമുള്ളവരായി ജീവിക്കണമെന്ന് ബൈബിൾ പറയുന്നു. അപ്രകാരമുള്ള ദൈവഭയം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്താണ് സാധ്യമാക്കി തരുന്നത്? 2 കൊരിന്ത്യർ 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു, ദൈവഭയത്തിൽ നിങ്ങൾ നിങ്ങളുടെ വിശുദ്ധിയെ തികച്ചുകൊള്ളണം. ദൈവഭയമാണ് ഒരു വിശുദ്ധന്റെ ജീവിതത്തിന്റെ ആരംഭം. ഒരു മനുഷ്യന് വിശുദ്ധ ജീവിതം ചെയ്യുവാൻ കഴിയണമെങ്കിൽ
അവൻ ദൈവഭയമുള്ളവനായി തീരണമെന്ന് ദൈവവചനം പറയുക. ദൈവഭയത്താലാണ് നമുക്ക് ജ്ഞാനമുണ്ടാകുന്നത്. ആ ഭയത്താൽ അവൻ ഒരു വിശുദ്ധനായി തീരുന്നു. ആ വിശുദ്ധ ജീവിതം നമുക്ക് എങ്ങനെയാണ് ലഭ്യമാകുന്നത്? 2 തിമോത്തിയോസ് 2-ാം അധ്യായം 21-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണ്, ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ ഉടമസ്ഥന് ഉപയോഗയോഗ്യമായ നല്ല വേലയ്ക്ക് ഉതകുന്ന മാനപാത്രമായി തീരും. ഒരു വീട്ടിൽ മണ്ണുകൊണ്ടുള്ളതും വെള്ളി കൊണ്ടുള്ളതുമായ പാത്രങ്ങൾ, ഉപകരണങ്ങളുണ്ട്. ചിലത് നല്ലതിനും ചിലത് ഹീനകാര്യത്തിനും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ഹീനകാര്യത്തിനും മാനകാര്യത്തിനും വേണ്ടി പോകുന്നവരല്ല. നമ്മുടെ ഉടമസ്ഥന് പ്രയോജനപ്രദമായ ഒരു മാനപാത്രമായി തീരുവാൻ, ഒരു വിശുദ്ധ ജീവിതം ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിച്ചു കൊള്ളണം. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു, ആകയാൽ നിങ്ങൾ ദുർനടപ്പ്, അശുദ്ധി, അത്യാഗ്രഹം ഇവ 3 നിങ്ങൾ വിട്ടുകൊള്ളണം. ഒരു വിശുദ്ധന്റെ ജീവിതത്തിൽ ദുർനടപ്പുണ്ടാകരുത്, അശുദ്ധി ഉണ്ടാകരുത്, അത്യാഗ്രഹം ഉണ്ടാകരുത്. ഇന്ന് പലരും അത്യാഗ്രഹത്തോടെ ജീവിക്കുന്നു, അശുദ്ധിയെ ആഗ്രഹിക്കുന്നവർ. ഇനി അടുത്തവർക്ക് ചേർച്ചയല്ലാത്ത 3 കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. പൊട്ടച്ചൊൽ, കളിവാക്ക്, ചീത്തത്തരോ, ഇങ്ങനെ ചേർച്ചയല്ലാത്തതൊന്നും മനുഷ്യന്റെ ജീവിതത്തിൽ അരുത് എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാ. ഒരു നീതിമാന്റെ ജീവിതത്തിന്റെ ആരംഭം വിശ്വാസത്താൽ ആരംഭിച്ച്, വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ട്, വിശ്വാസത്താൽ ദൈവവൈതലായി തീർന്ന്, വിശ്വാസത്താൽ അവൻ അഭിഷക്തനായി, വിശ്വാസത്താൽ വിശുദ്ധനായി, വിശ്വാസത്താൽ വേർപാടിന്റെ ജീവിതം ചെയ്ത് അവന് വേണ്ടി ഒരുക്കുന്ന അവകാശത്തെ അവൻ പ്രാപിക്കണമെന്ന് ബൈബിൾ പറയുന്നു. സമയം ചുരുങ്ങിയതുകൊണ്ട് അതിന്റെ അവസാന ഭാഗത്തിലെത്തുവാൻ കഴിയുന്നില്ല. നാളെ രാത്രിയിൽ ഈ നീതിമാന്റെ ജീവിതത്തിന്റെ അവസാന ഭാഗവും ലോകത്തിന്റെ ഈ കാലഘട്ടത്തിന്റെ അന്ത്യത്തെയും കുറിച്ച് ചിന്തിച്ച് നമ്മുടെ ധ്യാനത്തെ നമുക്ക് അവസാനിപ്പിക്കാം. ഇന്ന് രാത്രി പറഞ്ഞു പോയാൽ ഇനി തീരാത്തത് കൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുകയാണ്. ഇന്ന് രാത്രി കേട്ട വചനത്തിന്റെ മുൻപാകെ ഒരു നിമിഷം ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. എല്ലാവരും ദൈവകരങ്ങൾ സമർപ്പിച്ചു കൊടുത്താട്ട് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് നാം നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കണം. ഈ ദിവസങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ദൈവത്തിന്റെ ജീവനുള്ള വചനമാണ്. ആ വചനത്തിന് നമ്മെ സ്വാധീനിപ്പാൻ, നമ്മെ ശക്തിപ്പെടുത്തുവാൻ ശക്തിയുണ്ട്. ഇന്ന് രാത്രി വേളയിൽ ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവവചനം കേട്ടപ്പോൾ ഏതെങ്കിലും ജയമില്ലാത്ത അവസ്ഥകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥന ആഗ്രഹിക്കുന്നവരുണ്ടോ? എന്റെ ജീവിതത്തിൽ ഒരു ജയം വേണം. രോഗത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി മാത്രമല്ല ദൈവസന്നിധിയിലുള്ള പ്രാർത്ഥന. എന്റെ ജീവിതത്തിൽ എന്നെ പരാജയപ്പെടുത്തുന്ന ശത്രുവിന്റെ ശക്തികളിൽ നിന്ന് എനിക്ക് ജയം വേണമെന്ന് ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? കണ്ണുകളെ അടയ്ക്കാം. എല്ലാവരും കണ്ണുകളെ അടച്ചാട്ട് കഴിയുമെങ്കിൽ ദൈവമക്കൾ മുഴങ്കാലുകളെ മടക്കിയാട്ട് നമുക്ക് ദൈവസന്നിധി ഒന്ന് പ്രാർത്ഥിക്കുക. എല്ലാവരും ദൈവത്തെ സ്തുതിപ്പാൻ വായ തുറക്കണം. ആരും മൗനമായിരിക്കരുത്. സോഷ്യൽ മീഡിയയുടെ അതിപ്രസരണം പാപത്തിന്റെ പ്രേരണ മനുഷ്യനിലുണ്ടാക്കി നിത്യ നരകത്തിലേക്ക് വലിച്ചൊഴിക്കുമ്പോൾ യൗവനക്കാരായ സഹോദരി സഹോദരന്മാരോട് 2 വാക്ക്, അതിൽ നിന്ന് ജയമെടുപ്പാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് രാത്രി വേളയിൽ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കണം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ജീവൻ കളഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതിന് ഞങ്ങൾ ഒരുക്കമാ. പ്രതിഷ്ഠിക്കപ്പെട്ടവരായി ശുശ്രൂഷക്കാരായി ഞങ്ങൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ ആയുസ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞങ്ങൾ രാപ്പകൽ നിന്നുകൊള്ളാ. ഞങ്ങളത് എഗ്രി ചെയ്യുക. പക്ഷെ നിങ്ങൾ തിരിഞ്ഞു വരണം. വന്നാൽ ദൈവം നിങ്ങളെ മാനിക്കൂ. ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിരിക്കുന്ന ആരെങ്കിലും ഒരുപക്ഷെ പുതിയ ആത്മാക്കളായിരിക്കാം, അല്ലെങ്കിൽ പഴയ വിശ്വാസികളായിരിക്കാം, വിശ്വാസികളുടെ മക്കളായിരിക്കാം. നിങ്ങൾക്ക് ജയമില്ലാത്ത ഏതെങ്കിലും സ്വഭാവങ്ങളുണ്ടോ നിങ്ങളെ അലട്ടുന്നത്? എനിക്ക് ജയമെടുക്കണം, ഞാൻ എത്ര ശ്രമിച്ചിട്ടു എനിക്കതിന് കഴിയുന്നില്ല. ഒരുപക്ഷെ കോപമാകാം, അല്ലെങ്കിൽ ക്രോധമാകാം, അല്ലെങ്കിൽ ഈർഷ്യയാകാം, അസൂയയാകാം, വൈരാഗ്യമാകാം, ദുന്നഭിക്ഷമോ ഭിന്നതയോ ഇന്ദ്രിയജയമില്ലായ്മയോ ഈവൻ എന്തുമായിക്കൊള്ളട്ടെ, ജഡത്തിന്റെ ഏതെങ്കിലും സ്വഭാവങ്ങളാൽ ജയമില്ലാതെ നിങ്ങൾ മുൻപോട്ട് പോകുന്നു. എനിക്കൊരു ജയം വേണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ദയവായി എല്ലാവരും കണ്ണുകളെ അടയ്ക്കണം. ആരും കണ്ണുകൾ തുറന്ന് നോക്കരുത്. അല്പസമയം പ്രാർത്ഥനയ്ക്കുള്ള സമയമാ. കർത്താവിനാൽ എനിക്കൊരു ജയം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ദയവായി നിങ്ങളുടെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കുക. എനിക്കൊരു ജയജീവിതം ആവശ്യമാ. സാത്താൻ എന്നെ പലപ്പോഴും തോൽപ്പിക്കുന്നു, ചിലപ്പോൾ നിങ്ങളുടെ ശരീരത്തെ പരാജയപ്പെടുത്തു. ശത്രു നിങ്ങൾക്ക് പ്രതികൂലമാകട്ടോ, എന്നാൽ ദൈവം നിങ്ങൾക്ക് അനുകൂലം. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഒരു നിമിഷം ഈ മീറ്റിംഗിന് ഞാൻ വരുവാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഈ ചാർട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയ സമയം മുതൽ എന്റെ ശരീരത്തെ സാത്താൻ വല്ലാതെ വലിച്ചു മുറുക്കി കെട്ടി. എന്റെ നെഞ്ചിനകത്ത് അതിശക്തമായ വേദന. ദൈവത്തിന് സ്തോത്രം. ഒരു ശക്തമായ ആ ലെതർ ബെൽറ്റ് ഇട്ട് എന്റെ നെഞ്ച് വലിച്ചു മുറുക്കി കെട്ടിയാൽ എന്താണോ അവസ്ഥ, അതായിരുന്നു ഇന്നലെ രാത്രി 7 മണിക്ക് 7:15 ഞാൻ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത് വരെ എന്റെ ശരീരം ബലഹീനപ്പെട്ടു പോയി. അതിലുപരി എന്റെ മനസ്സ് ബലഹീനപ്പെടുത്തി. സാത്താൻ എന്റെ മനസ്സിനെ അധൈര്യപ്പെടുത്തി. പോകണ്ട. ആരോ ഒരാൾ എന്നോടൊന്ന് പറയുക, നീ അവിടെ പോവുകയില്ല. ഞാനൊരു ബുക്ക് എടുത്തിട്ട് പേന എടുത്ത് എഴുതി, ഞാൻ പോകും, ദൈവത്തിന്റെ കൃപയാൽ ഞാൻ പോകും. എഴുതി 1000 പ്രാവശ്യമെങ്കിലും ഞാൻ എഴുതി സ്തോത്രം ചെയ്തുകൊണ്ടേയിരുന്നു. ഞാൻ പോകുമെന്ന് ഞാൻ എടുത്തെടുത്ത് പറഞ്ഞു. കൃപയാൽ എന്റെ ദൈവം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഞാൻ പോകുമെന്ന് ഞാൻ ഏറ്റു പറഞ്ഞുകൊണ്ടേയിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്റെ ശരീരം ബലഹീനപ്പെടുത്തി.
വേദനപ്പെടുത്തി, എന്റെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തി കലക്കി കളഞ്ഞു. അതിലുപരി പോരാൻ നേരത്തെ എന്റെ വണ്ടിയും കേടാക്കി കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പിന്നെ വേറൊരാളുടെ വണ്ടി ഞാൻ വായ്പ എടുത്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ എന്നെ തടയുവാൻ ശത്രു ശ്രമിച്ചു. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് എന്റെ പിന്നിൽ നിന്ന് എന്നോട് പറഞ്ഞു, കൃപയാൽ നീ പോയിക്കൊള്ളുക, ഈ ബലത്തോടെ പോയിക്കൊള്ളുക. ഈ മീറ്റിംഗിൽ ഇവിടെ ഞാൻ വരാതെ എന്നെ തടഞ്ഞ് സാത്താന്റെ കയററുത്ത് എന്നെ ദൈവം ഇവിടെ കൊണ്ടുവന്നു. കഴിഞ്ഞ രാത്രിയിൽ 7:15 വിശുദ്ധന്മാർ പ്രാർത്ഥിച്ച് എന്നെ ഇവിടെ എഴുന്നേൽപ്പിച്ച് നിർത്തിയപ്പോൾ ഞാൻ ദൈവത്തിന് മഹത്വം പറഞ്ഞു. എന്റെ നെഞ്ചിന്റെ കെട്ട് അഴിഞ്ഞു താഴേക്ക് വീണു. ഇന്ന് രാത്രി ആ ദൈവം നമ്മുടെ മധ്യയുണ്ട്. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാ. അടയാളങ്ങൾ ചെയ്യുവാൻ ഇന്ന് രാത്രി അവന് കഴിയും. ഒരു ജയജീവനം നിങ്ങൾക്ക് വേണമോ? ഒരുപക്ഷെ രോഗമായിരിക്കുക, അല്ലെങ്കിൽ പാപമായിരിക്കുക. എനിക്കൊരു ജയം വേണമെന്ന് ആഗ്രഹിക്കുന്ന പ്ലീസ് ലിഫ്റ്റ് അപ്പ് യുവർ റൈറ്റ് ഹാൻഡ്. നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ഇന്ന് രാത്രി ഉയർത്തിയ കരങ്ങൾ സ്വർഗം കാണട്ടെ. എല്ലാവരും ആഗ്രഹമുള്ളവരെ കണ്ണു തുറന്ന് അവിടെ ഇവിടെ നോക്കണ്ട. ഞാൻ കൈ ഉയർത്തിപ്പിടിച്ചാൽ മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് പറയും? അതായിരിക്കും എന്റെ ചിന്ത. പേടിക്കേണ്ട. ഇന്ന് രാത്രി ആ കരം യേശു കാണുകയാ. സ്വർഗം കണ്ടുകൊണ്ടിരിക്കുകയാ. വായെ തുറന്ന് വിളിക്കുക, മൗനമായിരിക്കരുത്. അധരങ്ങളെ തുറക്ക. ഇന്ന് രാത്രി വേളയിൽ സ്വർഗത്തിലെ ദൂതന്മാർ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. പ്രാരംഭത്തിൽ ദൈവത്തിന്റെ ദാസൻ പറഞ്ഞതുപോലെ 1000 ദൂതന്മാർ നമുക്ക് ചുറ്റിലും അഗ്നിമയമായ രഥങ്ങളുമായി നമ്മുടെ ചുറ്റുപാടിൽ നിൽക്കുകയാ. നിന്റെ ബലഹീനത മാറ്റുവാ, നിന്റെ ക്ഷീണത്തെ മാറ്റുവാ, നിന്റെ മനസ്സിൽ പോരാടുന്ന ശത്രുവിന്റെ കെട്ട് അറുത്തു മാറ്റുവാ. ഇന്ന് രാത്രി ജയത്തിന്റെ ഒരു കൊടി യേശുവിടെ ഉയർത്തിയിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ പ്രാർത്ഥിച്ചോട്ടെ. ഈ ഒരു പ്രാർത്ഥനയല്ല ഇന്ന് രാത്രി ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആഗ്രഹമുള്ളവർ വായെ തുറക്ക്. വായെ കെട്ടിവെക്കരുത്. വായെ തുറന്ന് പ്രാർത്ഥിക്കുക. യേശുവേ എന്ന് വിളിക്കുക. അലറി വിളിക്കുക, അലറി വിളിക്കുക. യേശുവേ എന്ന് സഹോദരിമാരെ വിളിക്കുക, സഹോദരന്മാരെ ഉറക്കെ വിളിക്കുക. യൗവനക്കാരായ കുഞ്ഞുങ്ങൾ ശബ്ദമെടുക്കുക. യേശുവേ എന്ന് വിളിക്കുക. ആ ശബ്ദം ഈ കണ്ടംപേരൂർ ദേശത്തെ ഇളകട്ടെ. കണ്ടംപേരൂർ ദേശമൊന്ന് ഇളകട്ടെ. ഇവിടെയുള്ള അന്ധകാരത്തിന്റെ ശക്തികൾ, ചിലപ്പോൾ ഈ ദേശത്തുള്ള ചില മനുഷ്യര് മന്ത്രവാദത്തിന്റെ ശക്തികളാൽ പരാജയപ്പെടുന്നവരായിരിക്കുക. നാം ഈ മീറ്റിംഗ് ഇവിടെ വെച്ചത് നമുക്ക് വേണ്ടി മാത്രമല്ല, ഈ ദേശത്തിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന കർത്തൃ ശുശ്രൂഷകരും ദൈവമക്കൾ ഒരുപോലെ ചേർന്നൊന്ന് പ്രാർത്ഥിക്കണം. സാത്താന്റെ കെട്ടുകൾ അഴിയട്ടെ. ദാനിയേൽ എന്ന ഭക്തൻ രാജാവിനാൽ കുഴിയിലെറിയപ്പോൾ, സിംഹങ്ങളുടെ കുഴിയിലെറിയപ്പെട്ടപ്പോൾ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് സിംഹത്തിന്റെ വായ കെട്ടിയെങ്കില് ഇന്ന് രാത്രി വേളയില് നമ്മുടെ ജീവിതത്തില് ശത്രുവായ പിശാചിനെ കെട്ടുവോ യേശു നമ്മുടെ മധ്യമുണ്ട്. വിശ്വസിക്കുന്നവരും ആഗ്രഹിക്കുന്നവരും ശക്തമായി പ്രാർത്ഥിച്ചാട്ട് ആത്മാവിന്റെ ഒരു കാറ്റ് നമ്മുടെ മധ്യ അടിക്കട്ടെ. ആത്മാവിന്റെ ഒരു നദി നമ്മുടെ മധ്യ ഒഴുകട്ടെ. ആ അഭിഷേകത്തിന്റെ ശക്തിയില് ദുരന്തരീക്ഷങ്ങൾ മാറട്ടെ. പാപത്തിന്റെ ശക്തിയോട് ഇന്ന് രാത്രി നമുക്ക് ഒന്നിച്ച് പോരാടാം. പാപത്തിന്റെ ശക്തിയോടെ എല്ലാവരും പറ, കർത്താവേ എന്നെ സഹായിക്കണമെന്ന് പറ. വായ തുറന്ന് പറ, യേശുവേ എന്നെ സഹായിക്കണമേ. ഹെൽപ് മീ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിലേക്ക് നോക്ക്. ലുക്ക് അൺടു ജീസസ്. യേശുവിലേക്ക് നോക്കിയിട്ട് കരഞ്ഞേ, എന്റെ കർത്താവേ എന്നെ സഹായിക്കണം. പറയുന്നവരെ സഹായിപ്പാൻ കർത്താവിന്റെ കരവിതാ ഇറങ്ങി വരുന്നു. ഞാൻ എന്റെ ആത്മകണ്ണുകളാ സ്വർഗം തുറന്നൊരു കാഴ്ച ഞാൻ കാണുന്നു. എന്റെ ആത്മകണ്ണുകളാ സ്വർഗം തുറന്നിരിക്കുന്നു ഞാൻ കാണുന്നു. തേജസ്സുള്ളൊരു കരം നമ്മുടെ മധ്യേ ഇറങ്ങി വരുന്നതായി ഞാൻ കാണുന്നു. അരുജിലെ സ്പർശിക്കുന്നതായി ഞാൻ കാണുന്നു. ഇന്ന് രാത്രി രോഗികൾ സൗഖ്യം, പാപത്തിന് വിടുതൽ. ഹല്ലേലൂയ. ആ കരത്തിന്റെ സ്പർശനം ഉണ്ടാകുന്ന ഒരു അഭിഷേകം ഉണ്ടാകട്ടെ, ഒരു അഭിഷേകം ഉണ്ടാകട്ടെ. ദൈവശക്തി കേൾപ്പിച്ചു കൊടുക്കുക. ആധാരം തുറന്ന് ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് രാത്രി രോഗത്തെക്കാൾ പാപം നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന സാത്താനെയാ നാം ചേർന്ന് പ്രാർത്ഥിച്ച് ഫലിക്കുന്നത്. ചേർന്ന് പ്രാർത്ഥിക്കുക. സാത്താൻ കാൽവറിയിൽ തോറ്റവൻ, യേശു കാൽവറിയിൽ ജയിച്ചവൻ. ജയമെടുത്ത യേശു, ജയമെടുത്ത യേശു നിന്റെ അടുക്കൽ നിൽക്കുമ്പോൾ ശത്രു നിന്നെ വിട്ടുപോകുന്നു, കുടുംബങ്ങളെ വിട്ടു ഓടിപ്പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കുന്ന കർത്താവിനെ, എഴുന്നേറ്റ് നിൽക്കുന്ന നിനക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന കർത്താവിനെ കാണാമോ? ആമേൻ, ഹല്ലേലൂയ. സ്തെഫാനോസ് രക്തസാക്ഷിയാകുമ്പോൾ ആത്മനിറവിൽ സ്വർഗം തുറന്നു, ഒരു കാഴ്ച കണ്ടു. യേശു എഴുന്നേറ്റ് നിൽക്കുന്നു. ശ്രീയ സഹോദരി, നിനക്കായി യേശു എഴുന്നേറ്റു. പ്രിയ യവനക്കാരെ, നിങ്ങൾക്കായി യേശു എഴുന്നേറ്റിരിക്കുന്നു. ശത്രു ചിതറട്ടെ. ഒരു കോറസ് നമുക്ക് പാടാം. ദൈവം എഴുന്നേൽക്കുന്നു, ശത്രു ചിതറിയോടും. ജയം ജയം അവന്റെ നാമത്തിൽ. എല്ലാവരും ചേർന്ന് പാടി അഭിഷേകത്താൽ നിറയണം. ഈ പാട്ട് വെറുതെ ട്യൂണറിയാവുന്നതുകൊണ്ട് പാടുകയല്ല. നിങ്ങൾ പാടുമ്പോൾ നിങ്ങൾ ആത്മാവിൽ കാണണം, യേശു എനിക്ക് എഴുന്നേറ്റ് നിൽക്കുന്നത്. ആ കർത്താവ് നിന്റെ അടുക്കൽ നിൽപ്പുണ്ട്. യേശു തൊട്ടവരും യേശുവിനെ തൊട്ടവരും ശുദ്ധരായി. ഇന്ന് രാത്രി വിട്ടുമാറാത്ത നിന്റെ തലവേദനയും, വിട്ടുമാറാത്ത നിന്റെ നടുവിന്റെ വേദനകളും, വിട്ടുമാറാത്ത നിന്റെ സ്റ്റൊമക് അൾസറും ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകുന്നതായി ദൈവാത്മാവ് പറയുന്നു.
ഹല്ലേലൂയ. ചേർന്ന് പാടിയാട്ട് ദൈവം എഴുന്നേൽക്കുന്നു, ദൈവം എഴുന്നേൽക്കുന്നു. ശക്തമായി ആ വിഷയത്തോടെ പാടിയാ ദൈവം എഴുന്നേൽക്കുന്നു. ശത്രു ചിതറി ഓടി. എല്ലാവരും എഴുന്നേറ്റ് പാടിയാട്ട്, എല്ലാവരും എഴുന്നേറ്റ് പാടേ. ശത്രു ചിതറി ഓടിടുന്നു സൈന്യത്തിനഭിമേ. എല്ലാവരും എഴുന്നേറ്റ് ആത്മാവിൽ പാടിയാട്ടെ. അഭിമേ ഓ ജയം ജയം അവൻ നാമത്തിൽ ജയം. എല്ലാവരും ചേർന്ന് ആത്മാവിൽ പാടിയാട്ടെ, വിശ്വസിച്ച് പാടിയാട്ടെ. ദൈവം എഴുന്നേൽക്കുന്നു. യേശു എഴുന്നേറ്റ് നിൽക്കുന്നു, നിന്റെ അടുത്ത് നിൽക്കുന്നു. അവന്റെ കരം നിന്റെ മേൽ വരട്ടെ, പാപം നിന്നെ വിട്ടോളട്ടെ. ആമേൻ. സൈന്യത്തിനഭിമേൽ ദൈവശക്തി വ്യാപരിക്കുന്നില്ല. അഭിഷേകത്തോടെ യവനക്കാർ മാറട്ടെ. ജയോ ജയോ അവൻ നാമത്തിൽ. ഓ ജയോ ജയോ നാമത്തിൽ. അവൻ ജയോ ജയോ യേശുവിന്റെ നാമത്തിൽ ജയം. ഓ ജയം ജയോ അവൻ നാമത്തിൽ. Hallelujah. Hallelujah.